നമസ്തേ പുത്തൻപള്ളിയിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ അനു സൂരജ്. ഞാൻ ദുർഗാലക്ഷ്മി. അനു, നമുക്ക് ഇന്നത്തെ പ്രധാന വാർത്തകൾ തീർച്ചയായും പ്രധാന തലക്കെട്ടുകൾ നോക്കിയതിന് ശേഷം വിശദമായ വാർത്തകളിലേക്ക് എത്താം. ആദ്യം തലക്കെട്ടുകൾ. തീവ്ര ഇസ്ലാമിസ്റ്റുകളുടെ ആക്രമണത്തെ തുടർന്ന് നാഗ്പൂരിൽ കർഫ്യൂ. നഗരവും പരിസരവും കനത്ത കാവലിൽ. അഭ്യൂഹങ്ങളിൽ വിശ്വസിക്കരുതെന്ന് മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ്. ഇറാന് ഡൊണാൾഡ് ട്രംപിന്റെ മുന്നറിയിപ്പ്. ഹൂതികൾക്കുള്ള പിന്തുണ തുടർന്നാൽ കടുത്ത പ്രഖ്യാപനങ്ങൾ നേരിടേണ്ടി വരും. യുക്രൈൻ സംഘർഷം അവസാനിപ്പിക്കാൻ ഇന്ന് ട്രംപ് വ്ളാഡിമിർ പുടിൻ ചർച്ച. കൊല്ലത്തെ വിദ്യാർത്ഥിയുടെ കൊലപാതകം കൃത്യമായ ആസൂത്രണത്തോടെ. വൈരാഗ്യമായത് ഫെബിന്റെ സഹോദരി തേജസ്സുമായുള്ള വിവാഹത്തിൽ നിന്ന് പിന്മാറിയത്. യുവതിയെയും കൊലപ്പെടുത്താൻ പദ്ധതിയിട്ടതായി സംശയം. മലപ്പുറം നടുവട്ടത്ത് 21കാരിയെ ഫോണിലൂടെ തലാക്ക് ചൊല്ലിയതായി പരാതി. കേസെടുത്ത് കൽപ്പാഞ്ചേരി പോലീസ്. പരാതി എടക്കുളം സ്വദേശി ഷാഹുൽ ഹമീദിനെതിരെ. ഫോർ ജസ്റ്റിസിനെ ഭീകര സംഘടനയെ പ്രഖ്യാപിക്കാൻ അമേരിക്കയോട് ഭാരതം. പാക് ചാര സംഘടന ISIയുമായും ഭീകര സംഘടനകളുമായും FSJക്ക് ബന്ധമെന്ന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്. ആവശ്യം ഉന്നയിച്ചത് US ഇന്റലിജൻസ് മേധാവി തുൾസി ഗബ്ബാർഡുമായുള്ള കൂടിക്കാഴ്ച. തമിഴ്നാട് മദ്യനയ അഴിമതി കേസിൽ ഉലങ്ങിയ DMK സർക്കാർ. 1000 കോടിയുടെ അഴിമതിക്കെതിരെ പ്രതിഷേധം ശക്തമാക്കാൻ BJP. പ്രതിഷേധം ഭയന്ന് അണ്ണാമലൈ. തമിഴിസൈ ഉൾപ്പെടെയുള്ള BJP നേതാക്കൾക്കെതിരെ തമിഴ്നാട് പോലീസിന്റെ നടപടി. വില്യംസും ബുച്ച് ബിൽമോറും ഇന്ന് മടങ്ങും. ഭൂമിയിലെത്തുക നാളെ പുലർച്ചെ. ഇരുവരുടെയും അടക്കം 9 മാസത്തിലധികം സമയം ബഹിരാകാശത്ത് ചെലവഴിച്ച ശേഷം. അതുപോലെ നമ്മൾ പുത്തൻപള്ളി ഭക്തിസാന്ദ്രമായാണ് തുടങ്ങുന്നത്. ശബരിമല, അതെ, മാസപൂജകൾക്കായി ശബരിമല നട തുറന്നിട്ടുണ്ട്. അവിടെ നിന്ന് തന്നെയാണ് ഇന്നും ആരംഭിക്കുന്നത്. ഇന്ന് പുലർച്ചെ 5 മണിക്കാണ് നട തുറന്നത്. അയ്യനെ തൊഴാൻ എത്തുന്നത് നിരവധി പേരാണ്. ഇന്നലെയൊക്കെ മനോജ് നമ്മളോട് പറഞ്ഞിരുന്നു, കാരണം മണ്ഡലപൂജ മകരവിളക്ക് കാലത്തെ അനുസ്മരിപ്പിക്കും വിധമാണ് തീർത്ഥാടക പ്രവാഹം, ഭക്തജന തിരക്ക് അവിടെ നടക്കുന്നതെന്നുള്ളത്. കാരണം ഈ തിരക്ക് ക്രമീകരണത്തിലൊക്കെ മാറ്റങ്ങളുണ്ട്. എന്തായാലും വിശദമായ റിപ്പോർട്ടിനും തത്സമയ നമുക്ക് കാഴ്ചകൾക്കും ദൃശ്യങ്ങൾക്കും ഒക്കെയായി മനോജിലേക്ക് തന്നെ എത്താം. മനോജ്, രാവിലെ മുതൽ ഇന്നും തിരക്ക് തന്നെയാണോ അവിടെ? അനു, രാവിലെ മുതൽ തിരക്കുണ്ടായിരുന്നു. ഇപ്പോൾ ഈ തിരക്ക് കുറയുന്നതിനനുസരിച്ച് ഈ ക്രമീകരണത്തിൽ മാറ്റം വരുത്തിയിട്ടുള്ളതുപോലെ തന്നെ മുന്നിലൂടെ കടത്തിവിടുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ മേൽപ്പാലം വഴിയും ഭക്തരെ കടത്തിവിടുന്നുണ്ട്. ഓരോരുത്തരും അങ്ങനെ ശരണമന്ത്രം മുഴക്കി സന്നിധാനത്തേക്ക് എത്തുകയാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ മണ്ഡലകാലത്തെ പോലെ തന്നെയാണ് ഇത്തവണ മാസപൂജയ്ക്കും ഭക്തരെത്തുന്നത് എന്നുള്ളതാണ്. അതായത് നിരവധി ഭക്തർ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് ഇങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. അവരൊക്കെ തന്നെ ഈ പുതിയ ദർശന ക്രമീകരണത്തിലൂടെ ഉള്ളിലേക്ക് പ്രവേശിച്ചുകൊണ്ട് അങ്ങനെ ദർശനം നടത്തുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട കാര്യം, അതായത് മുന്നിലൂടെ കൊടിമരച്ചൂട്ടിലെത്തുന്ന ഭക്തർക്ക് അയ്യനെ നേരിട്ട് കാണുവാൻ വേണ്ടി മുന്നിലൂടെ നടന്ന് ദർശിക്കുവാൻ വേണ്ടിയിട്ടുള്ള സൗകര്യമാണ് ഒരുക്കിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ തിരക്ക് കൂടുന്നതിനാൽ ആ വിധത്തിൽ മാത്രം ദർശനം ഒരുക്കാൻ സാധിക്കില്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ മേൽപ്പാലം വഴി കൂടുതൽ ഭക്തജനങ്ങളെ കയറ്റിവിടുന്നുണ്ട്. ഇപ്പോൾ മേൽപ്പാലത്തിലൂടെയും ഭക്തരങ്ങനെ സോപാനത്തിനരികേക്ക് എത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ പൂജാ സമയം, അതായത് നട തുറക്കുക ഇനി മുതലുള്ള എല്ലാ മാസപൂജകൾക്കും പുലർച്ചെ 5 മണിക്കാണ്. അതിനുശേഷം തന്നെ നട 1 മണി വരെ തുറന്നിരിക്കും. പിന്നീട് വൈകിട്ട് 4 മണിക്ക് തുറക്കുന്ന നട രാത്രി 10 മണിയോടെയാണ് ഹരിവരാസനം പാടി അടയ്ക്കുക. അതോടൊപ്പം തന്നെ സിവിൽ ദർശനത്തിനും മാറ്റം വരുത്തിയിട്ടുണ്ട്. നമുക്ക് ഇപ്പോൾ ദൃശ്യങ്ങളിലൊക്കെ കാണാം, ഇരുമുടിക്കെട്ടുമായി വരുന്ന ഭക്തർ അവരൊക്കെ തന്നെ ഇപ്പോൾ മുന്നിലൂടെയും ഈ ബലിക്കൽപുര വഴി ഉള്ളിലേക്ക് പ്രവേശിച്ച് ദർശനം നടത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ മേൽപ്പാലത്തിൽ കാത്തു നിൽക്കുന്നവരുമുണ്ട്. എന്നാൽ ഇരുമുടിക്കെട്ടില്ലാതെ ദർശനത്തിനായി എത്തുന്ന ഭക്തരാണ് ഈ സിവിൽ ദർശനത്തിലെത്തുന്നത്. സിവിൽ ദർശനം ഈ മാസപൂജ മുതൽ 6 മണി മുതലാണ് നൽകുക എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് 6 മണി മുതൽ നട അടയ്ക്കും വരെയും പിന്നീട് വൈകിട്ട് നട തുറന്നതിന് ശേഷം
രാത്രി 9:30 വരെ മാത്രമേ സിവിൽ ദർശനമുള്ളൂ എന്നുള്ളതാണ്. അതായത് ഇരുമുടിക്കെട്ടില്ലാതെ അങ്ങനെ നിരവധി ഭക്തർ എത്തുന്നുണ്ട് സിവിൽ ദർശനത്തിനായി. അപ്പോൾ അതിലൊരു പുതിയ സമയക്രമമാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. അങ്ങനെ സമയക്രമത്തിലും അതോടൊപ്പം തന്നെ ഈ ദർശന രീതിയിലും മാറ്റങ്ങൾ വരുത്തുന്നുണ്ട്. അതൊക്കെ തന്നെ ഒരു പരീക്ഷണാടിസ്ഥാനത്തിലാണ് ഈ മാസപൂജയ്ക്ക് ഇങ്ങനെ ചെയ്യുന്നത്. സാധാരണയായി മാസപൂജകൾക്ക് വലിയ തിരക്ക് അനുഭവപ്പെടാറില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ പരീക്ഷണങ്ങളൊക്കെ ഈ മാസപൂജയിൽ നടത്തി അത് വിജയിച്ചു കഴിഞ്ഞാൽ പിന്നീട് ഓരോ മാസപൂജയ്ക്കും അത് തുടർച്ചയായി അത് അത്തരത്തിൽ തന്നെ ദർശന ക്രമീകരണം ഏർപ്പെടുത്തുവാനും മണ്ഡല കാലത്തും കൂടെ അത്തരത്തിലുള്ള ദർശനം സാധ്യമാക്കാനുമുള്ള ഒരു തീരുമാനത്തിലേക്ക് പോയത്. എന്തായാലും ഈ മുൻവശത്ത് ഇപ്പോൾ തിരക്ക് കുറഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. ഇരുമുടിക്കെട്ടായിട്ട് ഭക്തരൊക്കെ അങ്ങനെ നിൽക്കുന്നുണ്ട്. ഇവിടെ നിന്നും കയറുന്നവർക്കാണ് നേരിട്ട് അയ്യനെ ദർശിക്കാൻ സാധിക്കുക. അതോടൊപ്പം മേൽപ്പാലത്തിൽ നിന്ന് എത്തുന്നവർക്ക് സാധാരണ നേരത്തെയുള്ള രീതിയിൽ തന്നെയാണ് വലതുവശത്ത് കൂടെ അയ്യനെ ദർശിച്ച് മുന്നോട്ട് പോകാമെന്നുള്ളതാണ്. അപ്പോൾ രണ്ട് രീതിയിലുമുള്ള ദർശനമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നിരവധിയായി ഭക്തർ അങ്ങനെ ഓരോ ദിവസവും എത്തുന്നുണ്ട് എന്നുള്ളതാണ്. നട തുറന്ന് ഇത്രയും ദിവസം പിന്നിടുമ്പോൾ ഇനി 19-ാം തീയതി അതായത് നാളെയോടുകൂടി മറ്റ് ചടങ്ങുകളൊക്കെ പൂർത്തിയാക്കി ഈ 19-ാം തീയതി രാത്രിയോടുകൂടി തന്നെയാണ് നട അടയ്ക്കുക. പിന്നീട് അടുത്ത ഉത്സവത്തിനും മറ്റ് ചടങ്ങുകൾക്കുമായി നട തുറക്കും. എന്തായാലും ഈ ഒരു ദിവസങ്ങളിലൊക്കെ എത്തുന്ന ഭക്തർ അത് വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും എത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ മലയാളികളും കൂടുതലായി മാസപൂജയ്ക്ക് ഈ ദർശനത്തിനായി എത്തുന്നുണ്ട് എന്നുള്ളതാണ്. അതായത് മണ്ഡലകാലം ഈ മകര വിളക്കൊക്കെ കഴിഞ്ഞ ശേഷം അടുത്ത മാസപൂജയ്ക്ക് നിരവധിയായി ഭക്തരെത്തി അതേ സമാന തിരക്ക് നമുക്ക് ഇപ്പോഴും അനുഭവപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ ദൃശ്യങ്ങൾ കാണുന്നത് ഈ ബലിക്കൽ പുരയിൽ ഉള്ളിലേക്ക് ഭക്തർ അങ്ങനെ കയറുന്നതാണ്. ഭക്തർ അങ്ങനെ കാത്തു നിൽക്കുകയാണ് ദർശനത്തിന് വേണ്ടി. മുന്നോട്ട് നടന്നു നീങ്ങുമ്പോഴേക്കും ആ ഒരു ദർശന പുണ്യം ലഭിക്കുമെന്നുള്ളത് തന്നെയാണ് ഈ ഒരു ക്രമീകരണത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. പക്ഷേ ആദ്യ ദിവസം ഈ മുന്നിലൂടെ മാത്രം കയറ്റി വിട്ടിരുന്നെങ്കിൽ പിന്നീട് അത് മാറ്റേണ്ടി വന്നു എന്നുള്ളതാണ്. എന്തായാലും ഇവിടെ പോലീസൊക്കെ നിയന്ത്രണത്തിന് വേണ്ടിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നിരവധിയായി ഭക്തരെത്തുമ്പോൾ അവരെ ഓരോ രീതിയിൽ ക്രമീകരിച്ച് വിടുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് മുന്നിലൂടെ മാത്രം, അതായത് തിരക്ക് കുറയുന്നതിനനുസരിച്ച് മുന്നിലൂടെ മാത്രം ദർശനം, അതോടൊപ്പം തിരക്ക് കൂടുന്നതിനനുസരിച്ച് മേൽപ്പാലം വഴിയും ദർശനം എന്നുള്ളതാണ്. അതോടൊപ്പം സമയക്രമത്തിലടക്കം മാറ്റം വരുത്തിയിട്ടുണ്ട്. ഉഷപൂജയ്ക്ക് ശേഷം ചോറൂണ് ചടങ്ങ് ഇവിടെ നടക്കും. അതിനായി കുട്ടികളൊക്കെ ഈ കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് ഇങ്ങോട്ട് ഭക്തരെത്തുന്നുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് കുഞ്ഞു മണികണ്ഠന്മാരും മാളികപ്പുറങ്ങളും ഒക്കെ അങ്ങനെ അയ്യൻ്റെ മുന്നിൽ ആദ്യ അന്നമുണ്ണുന്നത്. അത്തരത്തിൽ വളരെയധികം ഭക്തിസാന്ദ്രമായ അതോടൊപ്പം തന്നെ ഭംഗിയേറിയ കാഴ്ചകളുള്ള ഒരു അന്തരീക്ഷമാണ് ഈ സന്നിധാനം എന്ന് പറയുന്നത്. ഓരോ ദിവസവും അങ്ങനെ തന്നെയാണ്. നമ്മൾ കേൾക്കുന്നത് ആ ശരണമന്ത്രങ്ങളും അതോടൊപ്പം തന്നെ ഇവിടെ ഈ ശബരിമലയിൽ രാവിലെ മുതൽ വെക്കുന്ന ആ ഗാനവും ഒക്കെ തന്നെയാണ്. അതൊക്കെ തന്നെ ഭക്തരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും കൂടുതൽ ഈ ആത്മസംതൃപ്തി നൽകുന്ന, അനുഭൂതി നൽകുന്ന ഒന്ന് തന്നെയാണ്. അത്തരത്തിൽ ഭക്തിയോടെ അവർ ഈ വ്രതം നോറ്റുകൊണ്ട് അയ്യനെ ദർശിക്കുവാൻ വേണ്ടി ഇവിടേക്ക് എത്തുമ്പോൾ അത്തരത്തിലൊരു ആത്മനിർവൃതിയോടുകൂടി അവർക്ക് ഈ ദർശനം നടത്തി ഈ മാസപൂജകൾക്കൊക്കെ തിരികെ പോകാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. ഈ മണ്ഡലകാലത്തൊക്കെ തന്നെ വലിയ തിരക്ക് അനുഭവപ്പെടുമ്പോൾ ഭക്തർക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ മാസപൂജയ്ക്ക് വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഭക്തർക്ക് അനുഭവിക്കേണ്ടി വരുന്നില്ല എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. ഇപ്പോൾ നമുക്ക് ഈ അമ്മമാരൊക്കെ അങ്ങനെ 18-ാം പടി ചവിട്ടി കയറി വരുന്നത് കാണാൻ സാധിക്കും. അവരെ പോലീസ് അയ്യപ്പന്മാർ അങ്ങനെ സഹായിച്ച് മുന്നോട്ട് കൊണ്ടുവരുന്നുണ്ട്. അങ്ങനെ വിവിധ ഇടങ്ങളിൽ നിന്നും എത്തുന്നവരാണ്. അമ്മ എവിടെ നിന്നാണ് വരുന്നത്? തമിഴ്. എത്രാമത് പാട്ടി ഇത് ശബരിമലയിൽ? രാവിലെ മുതൽ അവരൊക്കെ ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. എന്തായാലും അയ്യനെ ദർശിക്കാൻ വന്നവരാണ്. അപ്പോൾ ഈ 18-ാം പടി കടന്നവർ ഈ ദർശനത്തിന് വേണ്ടി അവരങ്ങനെ നിൽക്കുകയാണ്. ഇനി മുന്നോട്ട് പോയി അയ്യനെ ദർശിക്കാൻ വേണ്ടി திருப்பூர் கோவை மாவட்டம், திருப்பூர் மாவட்டம், பனியன் சிட்டி. ഇപ്പോൾ തമിഴ്നാട്ടിൽ നിന്നൊക്കെ എത്തുന്ന ആളുകളാണ്. അവരൊക്കെ തന്നെ ദർശനത്തിന് വേണ്ടി ഭക്തരൊക്കെ മുന്നോട്ട് പോവുകയാണ്. അതോടൊപ്പം തന്നെ കുഞ്ഞു മാളികപ്പുറം അങ്ങനെ കാത്തു നിൽക്കുകയാണ്. ആദ്യം കയറി വന്ന കുഞ്ഞു മാളികപ്പുറമാണ്. അങ്ങനെ കാവ്യ വസ്ത്രമൊക്കെ ധരിച്ച് അങ്ങനെ നിൽക്കുന്നുണ്ട്. ഇനി കൂടെയുള്ളവരുമായി അവരൊക്കെ തന്നെ ദർശനം നടത്തി ഇവിടെ നിന്നും മടങ്ങും. അങ്ങനെ ഓരോ ദിവസവും വ്യത്യസ്തമായിട്ടുള്ള അതായത് ജില്ലകളിൽ നിന്നും സംസ്ഥാനങ്ങളിൽ നിന്നുമൊക്കെ
അവരൊക്കെ എത്തുന്നതാണ്. അവരൊക്കെ എത്തുന്ന കാഴ്ച നമ്മളിങ്ങനെ കണ്ടുകൊണ്ടേ ഇരിക്കുകയാണ്. എന്തായാലും ഇരുമുടിക്കെട്ടുമായി അങ്ങനെ ഭക്തർ ഇവിടേക്ക് എത്തുമ്പോൾ അവർക്ക് ഓരോ മാസവും ഇങ്ങോട്ടേക്ക് വരണമെന്നുള്ള ആഗ്രഹം തന്നെയാണ് അവരുടെ എല്ലാവരുടെയും മനസ്സിലുള്ളത്. ഇവിടെ എത്തുന്ന ഓരോരുത്തരും വ്യക്തമാക്കുന്നതും അത് തന്നെയാണ്. അതായത് മണ്ഡലകാലത്ത് മാത്രമല്ല, ഓരോ മാസവും ദർശനത്തിനായി എത്തണമെന്നുള്ള ആഗ്രഹം. അതോടൊപ്പം തന്നെ ഇവിടേക്ക് എത്തുമ്പോൾ ലഭിക്കുന്ന, അതായത് ഈ കാനന യാത്ര എന്നൊക്കെ പറയുമ്പോൾ തന്നെ നമുക്കിപ്പോൾ പമ്പ വഴി വരുമ്പോഴും അതോടൊപ്പം തന്നെ ഈ മണ്ഡലകാലത്ത് ഈ കാനനപാത വഴി വരുമ്പോഴൊക്കെ ഓരോ അനുഭവമാണ്. അപ്പോൾ ഈ പമ്പയിൽ നിന്നും ഈ മലയിലേക്ക് മല ചവിട്ടി കയറുമ്പോൾ അവർക്ക് ആ ശരീരത്തിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ പോലും അതിനെയൊക്കെ അവർ അതിജീവിച്ചുകൊണ്ട് തരണം ചെയ്തുകൊണ്ട് ഒറ്റ ലക്ഷ്യത്തോടു കൂടി അയ്യനെ ദർശിക്കണമെന്നുള്ള ഒരൊറ്റ ലക്ഷ്യത്തോടു കൂടിയാണ് അവർ അങ്ങനെ ശരണമന്ത്രം മുഴക്കി ഇങ്ങോട്ടേക്ക് എത്തുന്നത്. ഇവിടെയും അങ്ങനെ തന്നെയാണ്. ആ 18-ാം പടി ചവിട്ടി ഓരോ പടിയും തൊട്ട് നമസ്കരിച്ച് 18-ാം പടി കഴിഞ്ഞ് ആ കൊടിമരച്ചൂട്ടിലേക്ക് എത്തുമ്പോൾ അവരങ്ങനെ ശരണമന്ത്രം മുഴക്കി അങ്ങനെ തന്നെയാണ് അവരുടെ ഉള്ളിലൊക്കെ അയ്യപ്പൻ എന്നുള്ള ആ ദർശനം എന്നുള്ള ഒരൊറ്റ ലക്ഷ്യത്തോടു കൂടി ഇവിടെ മുന്നിലേക്ക് എത്തുമ്പോൾ തന്നെ നമുക്ക് കാണാൻ സാധിക്കും കൊടിമരച്ചുവട്ടിൽ അവിടെ തത്വമസി എന്ന ഇവിടെ ആലേഖനം ചെയ്തിട്ടുണ്ട്. ആ മുന്നിൽ തന്നെ അത്തരത്തിൽ ഇവിടേക്ക് എത്തുന്ന ഓരോ ഭക്തനും നൽകുന്ന ഒരു സന്ദേശം അതോടൊപ്പം തന്നെ ഇവിടേക്ക് എത്തുന്നവർക്കുള്ള മറ്റ് സൗകര്യങ്ങൾ ഇവിടെ ദർശിച്ച ശേഷം, അതായത് മുന്നിൽ കൂടെ വന്ന് അയ്യനെ ദർശിച്ച ശേഷം അടുത്ത ഉപദേവതകളെ ദർശിക്കാൻ പോകുന്നു. അത് കഴിഞ്ഞ ശേഷം മാളികപ്പുറത്ത് ദർശനം നടത്തുന്നു. പിന്നീട് ഈ നെയ്യഭിഷേകമൊക്കെ കഴിഞ്ഞ് ഇവിടെ വിരിവെച്ച് ആ നെയ്യൊക്കെ അയ്യന് സമർപ്പിച്ച ശേഷമാണ് അവരങ്ങനെ തിരികെ മടങ്ങുന്നത്. കൊണ്ടുവരുന്ന ഓരോ സാധനങ്ങളും ഭക്തിയോട് തന്നെ അവരിവിടെ സമർപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ്. എന്തായാലും വളരെയധികം ഭക്തിസാന്ദ്രമായിട്ടുള്ള ഒരു അന്തരീക്ഷത്തിൽ അങ്ങനെ ശരണമന്ത്ര ധ്വനികളുടെ ആ നടുവിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ആ സന്നിധാനം അങ്ങനെ തന്നെ ഓരോ ദിവസവും ഈ നട തുറന്നിരിക്കുന്ന ഓരോ ദിവസവും അങ്ങനെ തന്നെ തുടരുകയാണ്. ശേഷം സന്നിധാനം നട അടച്ചതിന് ശേഷം തുറക്കാനിരിക്കുന്നത് വിഷുക്കണിയുമായിട്ടാണ്. എന്തായാലും വലിയ തിരക്ക് അടുത്ത മാസം പ്രതീക്ഷിക്കുന്നുണ്ട് ശബരിമലയിൽ നിന്ന്. എല്ലാ പ്രാവശ്യത്തെ പോലെ ശബരിമലയിലെ തത്സമയ ദൃശ്യങ്ങൾ തിരക്കാണ് അല്ലേ അനു? മാസമായിട്ട് പോലും നല്ല തിരക്കാണ് അനുഭവപ്പെടുന്നത്. എന്തായിരുന്നാലും പരീക്ഷാ സമയമാണെന്ന് കൂടി ഓർക്കുക. എന്നിട്ട് പോലും ഇന്നലെ കണ്ടിരുന്ന ദുർഗ ഈ കുഞ്ഞു മാളികപ്പുറങ്ങളും കുഞ്ഞു അയ്യപ്പന്മാരും ഒക്കെ ചോറുകൊണ്ട് വേണ്ടിയിട്ട് അവിടെ നിൽക്കുകയാണ്. രാവിലെ ആയതുകൊണ്ട് കുറച്ചുപേർ തളർന്ന് ഉറങ്ങുന്നുണ്ട്, കുറച്ചുപേരുടെ മുഖത്തൊരു ചെറിയ കുസൃതിയൊക്കെ ഉണ്ട്. എന്തായാലും ഇനി ഒരു ദിവസം കൂടി നട തുറന്നിരിക്കും. അതിന് ശേഷം അങ്ങോട്ട് പോകാൻ പറ്റാത്തൊരു വിഷമം. അനു, രാവിലെ നമ്മൾ ഭക്തിസാന്ദ്രമായി തുടങ്ങിയെങ്കിൽ പിന്നീട് വരുന്ന വാർത്തകൾ അത്ര സുഖകരമല്ല അല്ലേ? നമ്മൾ ഇനി അടുത്തത് ആയി പോകുന്നത് നാഗ്പൂരിലേക്കാണ്. തീവ്ര ഇസ്ലാമിസ്റ്റുകളുടെ നേതൃത്വത്തിൽ നടന്ന ആക്രമണത്തെ തുടർന്ന് നാഗ്പൂരിൽ കർഫ്യൂ പ്രഖ്യാപിച്ചു. നഗരത്തിലും പരിസരത്തും കനത്ത കാവലേർപ്പെടുത്തി. അഭ്യൂഹങ്ങളിൽ വിശ്വസിക്കരുതെന്ന് മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫഡ്നാവിസ് പറഞ്ഞു. ഇന്നലെയുണ്ടായ ആക്രമണത്തിൽ നിരവധി വാഹനങ്ങൾ തകർത്തു. പോലീസിന് നേരെയുള്ള ആക്രമണം അഴിച്ചുവിട്ടു. ഔറംഗസീബിന്റെ ശവകുടീരവുമായി ബന്ധപ്പെട്ട വിവാദത്തിലാണ് സംഘർഷം. ഇപ്പോൾ വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്നും ഗൗതം ചേരുന്നു. ഗൗതം, എന്താണ് നാഗ്പൂരിലെ നിലവിലെ അവസ്ഥ? ദുർഗ, നാഗ്പൂർ പൊതുവെ സമാധാന അന്തരീക്ഷം നിലനിൽക്കുന്ന ഒരു നഗരമാണ്. പൊതുവെ ഇത്തരം സംഘർഷങ്ങളോ അല്ലെങ്കിൽ കലാപങ്ങളോ പെട്ടെന്ന് പൊട്ടിപ്പുറപ്പെടുന്ന ഒരു സ്ഥലമല്ല. അവിടെയാണ് ഇപ്പോൾ ഈ തീവ്ര ഇസ്ലാമിസ്റ്റുകൾ വളരെ ബോധപൂർവമായി പ്രശ്നമുണ്ടാക്കാൻ ശ്രമിച്ചിരിക്കുന്നത്. ഇന്നലെ രാത്രിയിൽ പ്രത്യേകിച്ച് പ്രകോപനങ്ങളൊന്നുമില്ലാതെ മുഖംമൂടി ധരിച്ചും അതോടൊപ്പം തന്നെ മാരക ആയുധങ്ങൾ കയ്യിലേന്തിക്കൊണ്ട് മുസ്ലിം ഭൂരിപക്ഷമായ ഒരു മേഖലയിൽ നിന്നും ഹാൻസ്പുരി എന്ന ഒരു നാഗ്പൂർ നഗരത്തിലെ ഒരു സ്ഥലത്തേക്ക് ഇവരെത്തുകയും പിന്നീട് കണ്ണിൽ കാണുന്നതെല്ലാം തകർക്കുകയും ചെയ്യുകയാണ് ഉണ്ടായത്. ഏതാണ്ട് 10 വാഹനങ്ങൾ തീയിട്ടു എന്നാണ് മഹാരാഷ്ട്ര പോലീസിൻ്റെ കണക്കുകൾ. ഒപ്പം നിരവധി കടകൾ അടിച്ചു തകർത്തിട്ടുണ്ട്. ഇതൊരു ഹിന്ദു ഭൂരിപക്ഷ മേഖലയിലേക്കാണ് ഈ അക്രമികൾ എത്തിയത്. വാഹനങ്ങൾ അഗ്നിക്കിരയാക്കി, ഒപ്പം പോലീസുകാരെ ആക്രമിച്ചു. സാധാരണ ജനങ്ങൾക്ക് നേരെ അക്രമമുണ്ടായി. അങ്ങനെ വലിയൊരു കലാപം ആസൂത്രണം ചെയ്തുകൊണ്ട് ഈ അക്രമകാരികൾ ഇവിടേക്ക് എത്തുകയായിരുന്നു. എന്തായാലും വളരെ ഗൗരവത്തോടു കൂടി മഹാരാഷ്ട്ര സർക്കാർ ഈ വിഷയത്തെ നോക്കിക്കണ്ടു. വളരെ പെട്ടെന്ന് തന്നെ പോലീസ് ആക്ഷനുണ്ടായി. നാഗ്പൂർ നഗരത്തിൽ കർഫ്യൂ പ്രഖ്യാപിച്ചു. കൂടുതൽ പോലീസിനെ ഈ നാഗ്പൂരിൽ ഈ സംഘർഷമുണ്ടായ സ്ഥലത്ത് മാത്രമല്ല മറ്റ് പരിസര പ്രദേശങ്ങളിലേക്ക് ഈ സംഘർഷം വ്യാപിക്കാതിരിക്കാൻ വേണ്ടിയുള്ളൊരു വലിയ ആക്ഷൻ മഹാരാഷ്ട്ര സർക്കാരിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായി. അതിനാൽ ഈ കലാപകാരികൾക്ക് അധികം സമയം അഴിഞ്ഞാടാൻ കഴിഞ്ഞില്ല. എന്നാൽ
കിട്ടിയ സമയം കൊണ്ടാണ് ഈ 10 വാഹനങ്ങളും അതോടൊപ്പം തന്നെ നിരവധി കടകളും തീയിട്ടിരിക്കുന്നത്. തീവ്ര ഇസ്ലാമിക സംഘടനകളാണ് ഈ ആക്രമണം നടത്തിയിരിക്കുന്നത്. ഇവർ ഈ ഔറംഗസേബിന് അനുകൂലമായി മുദ്രാവാക്യം വിളിക്കുന്നുണ്ടായിരുന്നു. നമുക്കറിയാം മഹാരാഷ്ട്രയിൽ ഇപ്പോഴൊരു വലിയ വിവാദം കത്തിക്കേറിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ഭാഗത്ത് ബജ്റംഗ് ദൾ ഉൾപ്പെടെയുള്ള സംഘടനകൾ ഔറംഗസേബിൻ്റെ ശവകുടീരം ഈ ഛത്രപതി ശിവാജി സാംബാജി നഗറിൽ നിന്നും മാറ്റണമെന്നാവശ്യപ്പെട്ട് നിലവിൽ രംഗത്തുണ്ട്. നമുക്കറിയാം അത് വളരെ വർഷങ്ങളായി നൂറ്റാണ്ടുകളായിട്ടുള്ള അത് ഹൈന്ദവ സമൂഹത്തിൻ്റെ ഒരു ആവശ്യമാണ്. കാരണം മുഗൾ ഭരണകാലഘട്ടത്തെപ്പറ്റി പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. ഹിന്ദു സമൂഹത്തിന് നേരെ വലിയ ആക്രമണങ്ങൾ നടത്തുകയും പ്രധാനപ്പെട്ട ഹൈന്ദവ ക്ഷേത്രങ്ങളായിട്ടുള്ള പ്രത്യേകിച്ച് ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ ജന്മസ്ഥാനമായിട്ടുള്ള മധുരയും അതോടൊപ്പം തന്നെ ഹിന്ദുക്കൾ ഏറ്റവും പവിത്രമെന്ന് കരുതുന്ന അല്ലെങ്കിൽ മോക്ഷനഗരി എന്ന് കരുതുന്ന കാശി വിശ്വനാഥ ക്ഷേത്രവും ഒക്കെ തകർത്തത് ഔറംഗസേബിൻ്റെ കാലഘട്ടത്തിലാണ്. അതായത് ഈ അധിനിവേശ ശക്തികൾ ഏതാണ്ട് 7-ാം നൂറ്റാണ്ടിലും അതിനുശേഷം പിന്നീട് 11-ാം നൂറ്റാണ്ട് മുതൽ 17-ാം നൂറ്റാണ്ട് വരെ കടന്നു വന്ന ഇസ്ലാമിക അധിനിവേശ ശക്തികൾ തുടർച്ചയായി നമ്മുടെ നാട്ടിൽ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചുവെങ്കിലും അതിൻ്റെ പരമകോടിയിൽ എത്തി നിന്നത് ഈ ഔറംഗസേബിൻ്റെ കാലത്താണ്. അതായത് വ്യാപകമായി ഹിന്ദു സ്ത്രീകൾ പീഡിപ്പിക്കപ്പെട്ടു, ഹിന്ദു ക്ഷേത്രങ്ങൾ തകർക്കപ്പെട്ടു, പ്രധാനപ്പെട്ട തീർത്ഥാടന നഗരികളെല്ലാം അടിച്ചു തകർത്തു. അതിനാൽ തന്നെ ഈ ഔറംഗസേബ് ഈ ഭാരതത്തിലെ ഹൈന്ദവ സമൂഹത്തിന് പ്രത്യേകിച്ച് ഉത്തര ഭാരതത്തിലെ ഹിന്ദു സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ പേര് കേൾക്കുന്നത് തന്നെ വലിയ ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതിനാൽ തന്നെ ഇയാളുടെ ശവകുടീരം അവിടുന്ന് മാറ്റണം, അതവിടെ അനുവദിക്കത്തില്ല എന്ന ആവശ്യം നൂറ്റാണ്ടുകളായി ഉണ്ട്. അത് ഇപ്പോൾ ബജ്റംഗ് ദളും VHPയും ഒക്കെ ഏറ്റെടുത്തു എന്നേ ഉള്ളൂ. ഇത് ഹിന്ദുക്കൾ വർഷങ്ങളായി തന്നെ അല്ലെങ്കിൽ നൂറ്റാണ്ടുകളായി തന്നെ ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതൊരു ഭാഗത്ത് ഈ വിവാദം കത്തി നിൽക്കുമ്പോൾ മറുഭാഗത്താണ് ഇപ്പോൾ ഇസ്ലാമിസ്റ്റുകൾ ഔറംഗസേബിന്റെ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് ഇന്നലെ ഈ നാഗ്പൂർ നഗരത്തിൽ അഴിഞ്ഞാടാനുള്ള ശ്രമം നടത്തിയത്. എന്തായാലും മഹാരാഷ്ട്ര പോലീസിന്റെ വലിയൊരു വിന്യാസം നാഗ്പൂർ നഗരത്തിലെങ്ങുമുണ്ട്. അതിനാൽ ഇന്നലെ രാത്രിയിൽ പിന്നീട് അനിഷ്ട സംഭവങ്ങളോ പ്രശ്നങ്ങളോ ഉണ്ടായിട്ടില്ല. എങ്കിൽ പോലും ഈ കലാപം മറ്റ് സ്ഥലങ്ങളിൽ നിന്നും പടരാതിരിക്കാനും അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാനുമുള്ള നടപടിയാണ് ഇപ്പോൾ മഹാരാഷ്ട്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായിരിക്കുന്നത്. തീർച്ചയായും വലിയ രീതിയിലുള്ള അഭ്യൂഹങ്ങൾ അവിടെ ഇന്നലെ പറഞ്ഞിരുന്നു ഗൗതം. ഈ സംഘർഷം ആസൂത്രണമായി തന്നെ ഉണ്ടാക്കിയതെന്ന് നമ്മൾ സംശയിക്കണമോ? തീർച്ചയായിട്ടും ഇത് വളരെ ബോധപൂർവം നടന്നിട്ടുള്ള ഒരു സംഘർഷമാണ്. കാരണം അവിടെ ഞാൻ നേരത്തെ അതാണ് സൂചിപ്പിച്ചത്, നാഗ്പൂരിൽ ഇപ്പോൾ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല. പൊതുവെ അതൊരു വളരെ സമാധാനമുള്ള ഒരു നഗരമാണ്. ഒരു കാലത്ത് മഹാത്മാഗാന്ധി പോലും ഭാരതത്തിൻ്റെ തലസ്ഥാനം നാഗ്പൂരിലാക്കണം എന്നൊരാഗ്രഹം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്നാണ് പല ചരിത്രകാരന്മാരും പറയുന്നത്. ഒന്ന്, ഭാരതം എന്ന ഈ വിശാലമായ ദേശത്തിൻ്റെ മധ്യഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന നഗരമാണ് നാഗ്പൂർ. ഇന്ത്യയുടെ ഏറ്റവും സെൻട്രൽ പോയിന്റ് എന്ന് പറയുന്നത് നാഗ്പൂർ നഗരമാണ്. അതിനാൽ തന്നെ വളരെ സുരക്ഷിതത്വമുള്ള, അതായത് വൈദേശികമായ ആക്രമണങ്ങൾ നമ്മുടെ ശത്രു രാഷ്ട്രങ്ങളൊക്കെ നടത്തിയാൽ പോലും വളരെ പെട്ടെന്ന് അവർക്ക് കടന്നു ചെല്ലാനൊക്കെ പറ്റാത്ത ഒരു സ്ഥലം, വളരെ ശാന്തമായ ഒരു നഗരം, നല്ല ഭൂപ്രദേശം, ഇതൊക്കെ കണക്കിലാക്കി ഒരു കാലത്ത് മഹാത്മാഗാന്ധി പോലും രാജ്യ തലസ്ഥാനമായി നാഗ്പൂരിനെ മാറ്റണമെന്ന വികാരമൊക്കെ അദ്ദേഹം മുന്നോട്ട് വെച്ച ഒരു ചരിത്രമൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ പ്രശ്നങ്ങൾ അങ്ങനെ ഉള്ള ഒരു സ്ഥലമല്ല. അവിടെയാണ് ഇപ്പോൾ ഈ വളരെ ബോധപൂർവമായ പ്രശ്നം സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നത്. എന്തായാലും ഇപ്പോൾ വലിയ പോലീസ് വിന്യാസമുണ്ട്. ഒപ്പം കർഫ്യൂ ഉൾപ്പെടെ പ്രഖ്യാപിച്ചുകൊണ്ടുള്ള നീക്കമാണ് മഹാരാഷ്ട്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ഔറംഗസേബിന് മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് മുഖംമൂടി ഉൾപ്പെടെ ധരിച്ചുള്ള സംഘമെത്തി ഈ വാഹനങ്ങൾ ഉൾപ്പെടെ അടിച്ചു തകർക്കുകയായിരുന്നു. വളരെ പെട്ടെന്ന് തന്നെ അവിടെ കൂടുതൽ പോലീസിനെ വിന്യസിച്ചു. കാരണം ഇതിന് തിരിച്ചടി ഉണ്ടാകാനുള്ള സാധ്യതയും നമുക്ക് തള്ളിക്കളയാനാവില്ല. കാരണം ബജ്റംഗ് ദളൊക്കെ പോലെയുള്ള ദേശീയ സംഘടനകൾക്ക് വലിയ സ്വാധീനം നാഗ്പൂർ പോലുള്ള സ്ഥലങ്ങളിലുണ്ട്. പ്രത്യേകിച്ച് ഈ ഔറംഗസേബിൻ്റെ ശവകുടീരം അവിടുന്ന് പൊളിച്ച് നീക്കണമെന്ന ആവശ്യവുമായി ബജ്റംഗ് ദൾ രംഗത്തുണ്ട്. ഇന്നലെ മഹാരാഷ്ട്രയിൽ വ്യാപകമായി ഇവർ പ്രതിഷേധ ദിനം ആചരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ബജ്റംഗ് ദളിൻ്റെ ആവശ്യം മഹാരാഷ്ട്ര സർക്കാർ തന്നെ ഈ ശവകുടീരം അവിടുന്ന് പൊളിച്ച് മാറ്റണം, അങ്ങനെ പൊളിക്കുന്നില്ലെങ്കിൽ തങ്ങൾ കാർ സേവ നടത്തുമെന്നാണ് ബജ്റംഗ് ദൾ ആവശ്യം മുന്നോട്ട് വെച്ചിരുന്ന നിർദ്ദേശം വരുന്നത്. അങ്ങനെ ഒരു വിവാദം ഒരു ഭാഗത്ത് കത്തിപ്പറ്റുമ്പോൾ അതൊരു വിവാദമായാണ് നിൽക്കുന്നത്. അതൊരു സംവാദമാണ്, അല്ലെങ്കിൽ ഒരു ചർച്ചയുടെ അടിസ്ഥാനത്തിലാണ് ആ പ്രശ്നം നിലവിൽ നിൽക്കുന്നത്. അല്ലാതെ അതൊരു അക്രമത്തിന്റെ പാതയിലേക്ക് എങ്ങും പോയിരുന്നില്ല. ഇന്നലെ വിശ്വ ഹിന്ദു പരിഷത്തിന്റെയും ബജ്റംഗ് ദളിന്റെയും സമരം വളരെ സമാധാനപരമായാണ് മഹാരാഷ്ട്രയിൽ നടന്നത്. അതിലൊരു ചെറിയ കല്ലേറ് പോലും ഒന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പക്ഷേ ഇന്നലെ രാത്രിയിൽ ഈ തീവ്ര ഇസ്ലാമിസ്റ്റുകൾ ചെയ്തത് വ്യാപകമായ അക്രമം ഒരു നഗരത്തിൽ നടത്തുകയായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും അതൊരു പ്രകോപനം സൃഷ്ടിക്കുകയാണ്. ഇപ്പുറത്തൊരു ഭാഗത്ത്
സമാധാനപരമായി യുവജന സംഘടന പ്രതിഷേധം നടത്തുന്നു, അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നില്ല. എന്നാൽ മറുഭാഗത്ത് ഔറംഗസേബിൻ്റെ പേരിൽ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട്, കാരണം ഔറംഗസേബ് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഈ പേര് കേൾക്കുന്നത് തന്നെ ഉത്തരേന്ത്യയിലെ ഹിന്ദു സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം വളരെ അവരെ രോഷാകുലരാക്കും. കാരണം അവരുടെ പൂർവികരെ കൊന്നു തള്ളുകയും അവരെ ഏറ്റവും പവിത്രമെന്ന് കരുതിയ മഹാക്ഷേത്രങ്ങളൊക്കെ തകർക്കുകയും ചെയ്ത ഒരു ഹിന്ദു വിരുദ്ധരായിട്ടുള്ള ഒരു ഭരണാധികാരിയാണ് ഈ ഔറംഗസേബ്. അപ്പോൾ അയാളുടെ പേരിൽ മുദ്രാവാക്യം വിളിച്ചുകൊണ്ടാണ് ഈ തീവ്രവാദികൾ ഇന്നലെ നാഗ്പൂർ നഗരത്തിൽ ഇത്തരം അക്രമം നടത്തിയിരിക്കുന്നത്. അതിനാൽ സ്വാഭാവികമായും അതിന് തിരിച്ചടി ഉണ്ടാകാനുള്ള സാധ്യത തള്ളിക്കളയുന്നില്ല മഹാരാഷ്ട്ര സർക്കാർ. അതിനാലാണ് വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ ഇപ്പോൾ നാഗ്പൂർ നഗരത്തിലെങ്ങും ഏർപ്പെടുത്തിയിരിക്കുന്നത്. അനു, ശരി ഗൗതം, എന്തായാലും അഭ്യൂഹങ്ങൾ ഒന്നും പെടരുതെന്ന് ദേവേന്ദ്ര ഫഡ്നാവിസ് മുഖ്യമന്ത്രിയുടെ വാക്കുകൾ കൃത്യമായിട്ടുണ്ടായിരുന്നു. കാരണം മനഃപൂർവ്വമായി സൃഷ്ടിച്ച ഒരു സംഘർഷം, അതേ തുടർന്ന് ഇതൊരു കലഹമാക്കി മാറ്റാൻ മനഃപൂർവ്വ ശ്രമങ്ങൾ അവിടെ ഉണ്ടായി എന്ന് വേണം അനുമാനിക്കാൻ. ഇപ്പോൾ ഗൗതം പറഞ്ഞതുപോലെ തന്നെ, കാരണം വർഷങ്ങളായി ഹിന്ദുക്കളുടെ ആവശ്യമാണ് അത് വീണ്ടും ഉന്നയിച്ച് അതിനെ ചൊല്ലി പൊടുന്നനെ ഒരു അക്രമം എന്തിനുണ്ടായി എന്നുള്ള ചോദ്യം ഉണ്ട്. എന്തായാലും മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫഡ്നാവിസിന്റെ വാക്കുകളിലേക്കാണ് നമ്മൾ ഇനി എത്തുന്നത്. नागपुर के महल इलाके में जिस प्रकार से तनाव की स्थिति निर्माण हुई, ये बहुत ही निंदनीय है। जिस प्रकार से कुछ लोगों ने पत्थरबाजी की है, पुलिस पर भी पत्थर फेंके हैं, ये बिल्कुल गलत है। मैं स्वयं इन सारी घटनाओं पर नज़र रखकर हूँ। मैंने पुलिस कमिश्नर को ये कहा है कि कानून व्यवस्था बनाने के लिए जो भी कड़े से कड़े कदम उठाने की आवश्यकता हो वो उठाए जाए और शांति को बनाया जाए। अगर कोई दंगा करता है, कोई पुलिस पर पत्थर फेंकता है, कोई समाज में तनाव निर्माण करता है, तो ऐसे सभी लोगों के ऊपर कड़ी से कड़ी कार्रवाई की जाए। और मैं सभी को अपील करता हूँ कि नागपुर एक बहुत ही शांति प्रिय इस प्रकार की नगरी है, यहाँ की शांति भंग न हो इस प्रकार से सभी लोगों ने व्यवहार और बर्ताव करना चाहिए। और कोई भी अगर इस प्रकार से तनाव निर्माण करने का प्रयास करेगा तो उसके ऊपर बहुत कड़ी कार्रवाई की जाएगी। ശരി, എന്തായാലും സമാധാനം എത്രയും വേഗം ഇവിടെ പുനഃസ്ഥാപിക്കുമെന്നത് തന്നെയാണ് വാസ്തവം. കാരണം ഗൗതം ചൂണ്ടിക്കാട്ടിയിരുന്നു, ഏറ്റവും സമാധാനമുള്ളൊരു നഗരമായി അറിയപ്പെട്ടിരുന്നിടത്താണ് മനഃപൂർവ്വമായ ശ്രമങ്ങൾ ഉണ്ടായത്. പക്ഷേ അധികം ആയുസ് ഉണ്ടാവില്ല. ഇന്നലെ രാത്രി മുതൽ അവിടെ ഏറെക്കുറെ ശാന്തമാണ്. അതേ രീതിയിൽ തന്നെ മുന്നോട്ട് പോകുമെന്ന് അവിടുത്തെ സർക്കാരിനും ഇച്ഛാശക്തിയോടുകൂടി പറയാനും കഴിഞ്ഞിട്ടുണ്ട്. ശരി, നമുക്ക് മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോകാം അല്ലേ? സംസ്ഥാനത്താണ്, അതും വടക്കേ അറ്റത്താണ്. കാരണം സംസ്ഥാനത്തിൻ്റെ വടക്കേ അറ്റത്ത് ഒരു ചെറിയ അടവുമാറ്റ വാർത്തയാണ്. കാരണം വിശ്വാസികളെ അടുപ്പിക്കാനായി കാസർഗോഡ് CPM ഒരു പുതിയ നയവുമായി എത്തിയിരിക്കുന്നു. പാർട്ടി ഗ്രാമമായ കൊടക്കാട് നിന്ന് 24ാം പാർട്ടി കോൺഗ്രസിൻ്റെ ഭാഗമായി വിപ്ലവ തീർത്ഥാടന യാത്ര സംഘടിപ്പിക്കാൻ ഒരുങ്ങുകയാണ്. എങ്ങനെയാണ് ഈ വിപ്ലവ തീർത്ഥാടന യാത്ര എന്നതിൻ്റെ വിശദാംശങ്ങളാണ് ഇനി അറിയേണ്ടത്. സമൂഹ മാധ്യമങ്ങളിൽ ഇത് ചർച്ചയായി കഴിഞ്ഞു. പഴനി ആണ്ടവനെ കാണാം, പാർട്ടി കോൺഗ്രസിലും പങ്കെടുക്കാം എന്ന ടാഗ് ലൈനോട് കൂടിയ പരസ്യം ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെ പ്രധാന ചർച്ചാ വിഷയം കൂടിയാണ്. എന്തായാലും ഈ വാർത്തയുടെ വിശദമായ റിപ്പോർട്ടിനായി അനഘ ഹർഷനെ സമീപിക്കാം. അനഘ, ഗുഡ് മോർണിംഗ്. എന്തായാലും വിപ്ലവ തീർത്ഥാടന യാത്ര എന്നത് തന്നെ ഒരു കൗതുകം നിറഞ്ഞൊരു കാര്യമാണ്. പൂർണ്ണമായും അടവ് നയം മാറ്റുകയാണോ CPM? തീർച്ചയായും അനു, ദുർഗ, കൃത്യമായി തന്നെ CPM തങ്ങൾ എക്കാലത്തും സ്വീകരിച്ചു പോന്നിരുന്ന ഒരു നയം, അതിൽ മാറ്റം വരുത്തി, പലയിടത്തും മാറ്റം വരുത്തിയിട്ടുണ്ട്. അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഈ കാസർഗോഡ് കൊടക്കാട് CPMന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ വിപ്ലവ തീർത്ഥാടന യാത്ര. അതായത് ഈ മാസം CPMന്റെ 24ാം പാർട്ടി കോൺഗ്രസ് തമിഴ്നാട്ടിലെ മധുരയിലാണ് നടക്കുന്നത്. അടുത്ത മാസം ഏപ്രിൽ ആദ്യവാരമാണ് ഈ പാർട്ടി കോൺഗ്രസ് നടക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടാണ് ഈ തീർത്ഥാടന യാത്ര, അതായത് ഈ തീർത്ഥാടന യാത്ര ഇവർ സംഘടിപ്പിച്ചിരിക്കുന്നത്. കൊടക്കാട് ബാങ്കിന്റെ നേതൃത്വത്തിൽ, CPM ഭരിക്കുന്ന കൊടക്കാട് ബാങ്കിന്റെ നേതൃത്വത്തിൽ കൂടിയാണ് ഈ തീർത്ഥാടന യാത്ര സംഘടിപ്പിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, തമിഴ്നാട്ടിലേക്ക് ഇവിടെ നിന്ന്, കൊടക്കാട് നിന്ന് യാത്ര പോകും. ഈ യാത്രയിൽ ആദ്യം ഇവർ പോസ്റ്ററിലൊക്കെ ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് പറഞ്ഞിരിക്കുന്നത് മധുര മീനാക്ഷി ക്ഷേത്രം, പഴനി, അങ്ങനെ ക്ഷേത്രങ്ങളിൽ യാത്ര പോകാം. അതിനുശേഷം ഈ ക്ഷേത്ര ദർശനമൊക്കെ കഴിഞ്ഞതിന് ശേഷം പാർട്ടി കോൺഗ്രസിലും പങ്കെടുക്കാം എന്നതാണ് ഈ കൊടക്കാട് ബാങ്കിൽ സംഘടിപ്പിച്ചിരിക്കുന്ന ഈ വിപ്ലവ തീർത്ഥയാത്രയുടെ ലക്ഷ്യം. അതായത് ഈ കൊടക്കാടിനെ സംബന്ധിച്ച് എക്കാലത്തും ഈ CPMന്റെ അവകാശവാദം അതൊരു പാർട്ടി ഗ്രാമമാണ്, അത് CPMന് വലിയ പ്രാധാന്യമുള്ള സ്ഥലമാണ് എന്നതാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലടക്കം മറ്റ് പാർട്ടിക്കാർക്കൊന്നും തന്നെ ബൂത്തിലിരിക്കാൻ പോലും ആളില്ലാത്തൊരവസ്ഥ ഉള്ളൊരു പ്രദേശം കൂടിയാണ് കാസർഗോഡ് ഈ കൊടക്കാട്. മാത്രമല്ല അവിടെ പോലും ഈ ജനങ്ങൾക്ക് പാർട്ടിയോട്
തങ്ങളോട് വല്ലാത്തൊരു അകൽച്ച ഉണ്ട് എന്നാണ് CPM-ന്റെ ബോധ്യം. അതുകൊണ്ട് തന്നെയാണ് ഈ വിശ്വാസികളെ തങ്ങളിലേക്ക് കൂടുതൽ അടുപ്പിക്കാനുള്ള ഒരു നീക്കം CPM-ന്റെ ഭാഗത്ത് നിന്ന്, കാസർഗോഡ് കൊടക്കാട്ടെ CPM-ന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഇവർ ഈ 24-ാം പാർട്ടി കോൺഗ്രസിന്റെ മറവിൽ വിപ്ലവ തീർത്ഥാടന യാത്ര സംഘടിപ്പിച്ചിരിക്കുന്നത്. 4700 രൂപയാണ് ഈ തീർത്ഥാടന ഇതുമായി ബന്ധപ്പെട്ട് ഇവർ ഈടാക്കുന്ന ചാർജ്. അങ്ങനെ ഇവർ 24-ാം പാർട്ടി കോൺഗ്രസിൽ പങ്കെടുക്കുക എന്നത് എവിടെയും ഹൈലൈറ്റ് ചെയ്ത് അല്ലെങ്കിൽ കാണിച്ച് പറയുന്നില്ല. ഇവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഈ തീർത്ഥാടന യാത്രയാണ്. അതിലേക്ക് എത്തുന്ന ആളുകളെ ഈ പാർട്ടി കോൺഗ്രസിലും പങ്കെടുപ്പിക്കുക എന്നൊരു അതായത് ഇവർ പറയാതെ പറയുന്ന ഒരു കാര്യം കൂടിയുണ്ട്. എന്തായാലും പാർട്ടിയുടെ വിശ്വാസികളെ അടുപ്പിക്കാനുള്ള ഒരു നീക്കം തന്നെയാണ് CPM-ന്റെ കാസർഗോഡ് കൊടക്കാട്ടെ CPM-ന്റെ ഭാഗത്ത് നിന്ന് എന്തായാലും ഉണ്ടാകുന്നത്. ഏപ്രിൽ ആദ്യവാരമാണ് ഈ 24-ാം പാർട്ടി കോൺഗ്രസ് തമിഴ്നാട്ടിലെ മധുരയിൽ വെച്ച് നടക്കുന്നത്. അതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ വിപ്ലവ തീർത്ഥാടന യാത്ര കൊടക്കാട് CPM-ന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. ദുർഗ, ശരിക്കും ഈ രസകരമായ, കൗതുകരമായ, ചിരിപ്പിക്കുന്ന കമന്റ്സ് ആണ് ഈ വാർത്തയ്ക്ക് താഴെ സമൂഹ മാധ്യമങ്ങളിലൊക്കെ കാണുന്നത്. ശബരിമലയൊക്കെ ഓർമ്മിപ്പിക്കുന്നുണ്ട് ആൾക്കാർ. എങ്ങനെ വിശ്വാസികളോട് ഇങ്ങനെയൊക്കെ നിലപാട് മാറ്റാമോ എന്നാണ് അത് മാത്രമല്ല, യുക്തിവാദികളായി നടന്നവരാണ് ഇപ്പൊ ഭക്തിമാർഗത്തിലേക്ക് തിരിയുന്നത്. ഒളിച്ചു ചെയ്തത് പരസ്യമായി ചെയ്യാൻ പോകുന്നു എന്നുള്ളതാണ്. അതിൽ അനക്ക പറഞ്ഞൊരു പോയിന്റ് ഉണ്ട്. കാരണം CPM പാർട്ടി കോൺഗ്രസിന് വേണ്ടിയിട്ടാണല്ലോ ഒരു യാത്ര സംഘടിപ്പിക്കുന്നത്. പാർട്ടി കോൺഗ്രസ് അവിടെ സൈഡിൽ ചെറുതായിട്ടുണ്ട്. പക്ഷെ പ്രധാനം നമുക്ക് പഴനി ആണ്ടവനെ കാണാൻ പോയി വരാം എന്നത് തന്നെയാണ്. കൊല്ലം ഉളിയങ്കോവിലെ ഫെബിനെ കൊലപ്പെടുത്തിയതിന് കാരണം സഹോദരി വിവാഹം ചെയ്ത് കൊടുക്കാത്തതിലെ രോഷം. തേജസ് യുവതിയെ ശല്യം ചെയ്യുന്നതിന് വിലക്കാണ് വൈരാഗ്യത്തിനും കൊലപാതകത്തിന് കാരണമെന്ന് പോലീസ് വ്യക്തമാക്കി. പെൺകുട്ടിയെ കൊലപ്പെടുത്തി പെട്രോൾ ഒഴിച്ച് ജീവനെടുക്കാനായിരുന്നു തേജസിന്റെ നീക്കം. വിവരങ്ങളുമായി കൊലപാതകം നടന്ന ഫെബിന്റെ വീട്ടിൽ നിന്നും മിഥുൻ മുരളി ചേരുന്നുണ്ട്. മിഥുൻ, എന്താണ് അവിടെ നിലവിലെ അവസ്ഥ? ദുർഗ, ഇന്നലെ നാടിനെ നടുക്കിയ കൊലപാതകം നടന്ന വീടിന് മുന്നിലാണ് ഞാനുള്ളത്. ഈ വീടിന്റെ ഗേറ്റ് കടന്ന് വീട്ടിലേക്ക് എത്തി വീട്ടിലുണ്ടായിരുന്ന ഫെബിനെയും ഫെബിന്റെ പിതാവ് ജോർജിനെയും കൊലപ്പെടുത്താനുള്ള ശ്രമമാണ് ഇന്നലെ നടന്നത്. അക്രമം നടത്തിയ തേജസ് രാജു ഇന്നലെ വൈകിട്ട് 6:30 ഈ വലിയൊരു അക്രമം നടത്തിയത്. വീട്ടിലേക്ക് മാരകായുധവും ഒപ്പം പെട്രോളുമായിട്ട് ഈ തേജസ് രാജു എത്തുന്നു. വീടിനുള്ളിൽ ഉണ്ടായിരുന്ന ഫെബിൻ ഇറങ്ങി വരുന്നു. ഫെബിനെ കത്തി ഉപയോഗിച്ച് കുത്തുന്നു. ഫെബിന്റെ പിതാവ് ഈ സംഭവം കണ്ടുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ അദ്ദേഹത്തിനും നേരെയും മൽപ്പിടുത്തം ഉണ്ടാവുകയും അദ്ദേഹത്തിനെയും കുത്തി പരിക്കേൽപ്പിക്കുകയും ചെയ്യുന്നു. ഫെബിൻ ഈ കുത്തേറ്റ് നെഞ്ചിന് ആഴത്തിലുള്ള മുറിവ് സംഭവിച്ച് വീടിന് പുറത്തേക്ക് പ്രാണരക്ഷാർത്ഥം ഇറങ്ങി ഓടുന്നു. വീടിന് 20 മീറ്റർ മാത്രം അകലെയുള്ള റോഡിന് സമീപത്ത് വെച്ച് ഫെബിൻ കുഴഞ്ഞു വീഴുന്നു. പിന്നീട് നാട്ടുകാർ ഓടിയെത്തി ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നതിനിടയിൽ മരണം സംഭവിക്കുകയുമായിരുന്നു. വീടിനുള്ളിൽ ഫെബിന്റെ പിതാവ് ജോർജും മാരകമായിട്ടുള്ള മുറിവേറ്റ് ആശുപത്രിയിലേക്ക് എത്തിക്കുന്നു. ആശുപത്രിയിൽ അദ്ദേഹം ഇപ്പോൾ ചികിത്സയിലാണ്. ശസ്ത്രക്രിയ ഉൾപ്പെടെയുള്ള ചികിത്സയ്ക്ക് അദ്ദേഹം വിധേയനായിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഇന്നലെ രാത്രി മുതൽ നാട്ടിലും നാട്ടുകാർക്കും പോലീസിനും ഇടയിൽ സംശയം ഉണ്ടായിരുന്നത് ഇതിൻ്റെ കാരണം എന്താണ് എന്നുള്ളതാണ്. ആ കാരണം സംബന്ധിച്ചിട്ടുള്ള ഒരു വ്യക്തതയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. പോലീസിന്റെ അന്വേഷണത്തിൽ നിന്നും പ്രാഥമിക അന്വേഷണത്തിൽ നിന്നും ഇന്നലെ രാത്രി തന്നെ ഇത് സംബന്ധിച്ചിട്ടുള്ള ചില സൂചനകൾ പോലീസിന് ലഭിച്ചിരുന്നു. ഇപ്പോൾ അത് സ്ഥിരീകരിക്കുന്ന തരത്തിലേക്കുള്ള വിവരങ്ങൾ പോലീസിന് ലഭ്യമായിട്ടുണ്ടെന്നാണ് നിലവിൽ അറിയാൻ കഴിയുന്നത്. അത് ഇങ്ങനെയാണ്. ഈ ഫെബിന്റെ സഹോദരിയും ഈ അക്രമം നടത്തിയ ആളും നേരത്തെ പരിചയത്തിൽ ഉണ്ടായിരുന്ന ആളുകളായിരുന്നു. നേരത്തെ അവർ സൗഹൃദത്തിലായിരുന്നു, ഒരുമിച്ച് പഠിച്ചതാണ്. ഈ സൗഹൃദം ചെറിയ അടുപ്പത്തിലേക്ക് പോവുകയും അത് വീട്ടിൽ അറിയിക്കുകയും പ്രണയം ഒരു ഘട്ടത്തിൽ ഉണ്ടാവുകയും അത് വീട്ടിൽ അറിയിക്കുകയും വീട്ടുകാർ ഇടപെട്ട വിവാഹത്തിലേക്ക് കടക്കാം എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തുകയും വിവാഹം ഉറപ്പിക്കുന്ന ഘട്ടത്തിലേക്കൊക്കെ കാര്യങ്ങൾ പോവുകയും ചെയ്തു. രണ്ട് വീട്ടുകാരും തമ്മിൽ സംസാരിച്ച് വിവാഹത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. പക്ഷേ അതിനുശേഷം ഈ ഫെബിൻ്റെ സഹോദരി യുവതി ഈ വിവാഹത്തിൽ നിന്നും പിന്മാറുകയായിരുന്നു. ഈ തേജസ് രാജുവുമായിട്ടുള്ള വിവാഹബന്ധത്തിന് താല്പര്യമില്ല എന്ന് ഫെബിൻ്റെ സഹോദരി വീട്ടുകാരെ അറിയിക്കുന്നു, തേജസിൻ്റെ വീട്ടുകാരെ അറിയിക്കുന്നു, തേജസിനെ അറിയിക്കുന്നു. പക്ഷേ ഈ വിവാഹത്തിൽ നിന്നും പിന്മാറാൻ തേജസ് തയ്യാറാകുന്നില്ല. വിവാഹവുമായി മുന്നോട്ട് പോകണമെന്നുള്ള ആവശ്യവുമായിട്ട് നിരന്തരം ഈ ഫെബിൻ്റെ വീട്ടുകാരെയും യുവതിയെയും സമീപിക്കുകയും നിരന്തരം ശല്യപ്പെടുത്തുകയും ചെയ്യുകയായിരുന്നു. ഈ ഫെബിൻ്റെ സഹോദരിയുടെ യുവതിയുടെ വീട്ടുകാർ ഇടപെട്ട് നിരവധി തവണ തേജസ് രാജിനോട് അഭ്യർത്ഥിക്കുന്നുണ്ട് ഈ വിവാഹത്തിൽ നിന്നും പിന്മാറണം, തങ്ങളുടെ മകൾക്ക് താല്പര്യമില്ലാത്ത വിവാഹവുമായി മുന്നോട്ട്
മുന്നോട്ട് പോകാൻ താല്പര്യമില്ല എന്ന് അവർ നിരവധി തവണ തേജസ് രാജുവിനെയും ഒപ്പം തേജസിൻ്റെ വീട്ടുകാരെയും വിവരം അറിയിക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ ചില പ്രശ്നങ്ങൾ ഈ തേജസ് നേരത്തെയും ഇവിടെ എത്തി സൃഷ്ടിച്ചിരുന്നു. വഴക്കുകൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഈ വീട്ടിലേക്കടക്കം തേജസ് എത്തിയിരുന്നു എന്നാണ് പോലീസിൻ്റെ അന്വേഷണത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെ പ്രശ്നങ്ങൾ ശമിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നതിനിടയിലാണ് ഇപ്പോൾ ഇങ്ങനെയൊരു കൊലപാതകം നടന്നിരിക്കുന്നത്. ഈ വിവാഹത്തിൽ നിന്നും ഈ തേജസിനെ പിന്തിരിപ്പിച്ചതിലുള്ള പക, ഒരു വൈരാഗ്യം, ഈ പെൺകുട്ടിയോടും ഒപ്പം തന്നെ ഈ കുടുംബത്തോടുമുള്ള വൈരാഗ്യമാണ് കൊലപാതകത്തിൽ കലാശിച്ചത് എന്നുള്ളതാണ് പോലീസിൻ്റെ പ്രാഥമിക നിഗമനത്തിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ കുടുംബത്തെ അടക്കം ഉന്മൂലനം ചെയ്യുക, ഇവരോടുള്ള വൈരാഗ്യം തീർക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയായിരുന്നു ഇന്ധനം, കയ്യിൽ മാരകായുധവും ഒപ്പം പെട്രോളുമായിട്ട് ഈ കുടുംബത്തിലേക്ക് എത്തുന്നത്. ഈ പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തി ഇവിടെ വലിയ ഒരു അക്രമം നടത്താനുള്ള ശ്രമം ഇയാൾ നടത്തിയിട്ടുണ്ടോ എന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. അങ്ങനെ ഒരു സംശയമുണ്ട്. ഈ വീടിനുള്ളിലേക്കും ഇവരുടെ ദേഹത്തേക്കും അടക്കം പെട്രോൾ ഒഴിക്കുന്നതിനുള്ള നീക്കങ്ങളും ഇവരുടെ ഭാഗത്തുനിന്ന്, ഈ അക്രമിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നു. മൽപ്പിടുത്തത്തിനിടയിൽ അങ്ങനെ പെട്രോൾ ഒഴിച്ച് വലിയ അക്രമത്തിലേക്ക് പോകാൻ സാധിക്കാതിരുന്നത് കൊണ്ടാകാം അയാൾ ഇറങ്ങി ഓടിയതെന്നാണ് പോലീസ് ഇപ്പോൾ ഒരു അന്വേഷണ ഘട്ടത്തിൽ മനസ്സിലാക്കിയിരിക്കുന്ന വിലയിരുത്തലുകൾ ഉള്ളത്. ഈ വീട്ടിൽ നിന്നും ആണ് ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ വീടിന് മുൻപിൽ നിന്നും രക്തം തളം കെട്ടിയ, രക്തപ്പാടുകൾ പുരണ്ട ഒരു ഭാഗമായിട്ട് മാറിയിരിക്കുകയാണ് ഈ വീടും പരിസരവും സമീപത്തെ റോഡുമെല്ലാം. ഈ ഭാഗത്തു നിന്നുമാണ് ഫെബിൻ പ്രാണരക്ഷാർത്ഥം കുത്തുകൊണ്ടതിന് ശേഷം നെഞ്ചിൽ 3 തവണ ആഴത്തിലുള്ള മുറിവ് സംഭവിച്ചതിന് ശേഷം ഇവിടെ നിന്നും ഇറങ്ങി ഓടുന്നത്. സമീപത്തുള്ള റോഡിലേക്കാണ് പ്രാണരക്ഷാർത്ഥം ഫെബിൻ ഇറങ്ങി ഓടുന്നത്. 20 മീറ്റർ മാത്രം അകലെയുള്ള റോഡിൻ്റെ ഭാഗത്തേക്ക് എത്തുമ്പോൾ ഫെബിൻ കുഴഞ്ഞു വീഴുന്നു. അവിടെ സമീപത്ത് നാട്ടുകാർ ഉള്ള സമയമായിരുന്നു. അതുകൊണ്ട് തന്നെ ധാരാളം ആളുകൾ ഇവിടേക്ക് എത്തുകയും അദ്ദേഹത്തെ ഫെബിനെ ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നിട്ടുള്ള ശ്രമങ്ങൾ നടത്തുകയും ഒക്കെ ചെയ്യുന്നു. ഇപ്പോൾ പരിസരവാസികളടക്കം ഇന്നലെ എന്ന പോലെ തന്നെ ഇന്നും ഇവിടെ ഉണ്ട്. ആ നടുക്കത്തിൽ നിന്നും വിട്ടുമാറിയിട്ടില്ല. ഇന്നലെ ഈ സമയത്ത് ഈ സംഭവം അറിഞ്ഞ് എപ്പോഴാണ്? മനോരമയുടെ സംഭവം അറിഞ്ഞതിന് ശേഷമാണോ നിങ്ങളൊക്കെ ഇങ്ങോട്ടേക്ക് വരുന്നത്? ഇങ്ങോട്ട് വരുന്നത്. എങ്ങനെയാണ് ഈ കുടുംബമായിട്ടുള്ള എന്താ ബന്ധമില്ല, പക്ഷെ ആരെയും പരിചയമില്ല. 4 പേരെ എനിക്ക് പരിചയമില്ല. പക്ഷെ ഞങ്ങളിവിടെ വരുന്നതെന്ന് പറഞ്ഞാൽ പബ്ലിക്കിൻ്റെ ബന്ധവും വേറെ ഉണ്ട്. വോട്ട് പിടിക്കാൻ, പാർട്ടിക്കാരുടെ വോട്ട് പിടിക്കാനാണ് ഞങ്ങൾ വരുന്നത്. ഞങ്ങൾ ഇവിടുത്തെ കോൺഗ്രസിൻ്റെ പ്രവർത്തകരല്ല. വലിയ നാട്ടുകാരുമായിട്ടൊന്നും അടുപ്പില്ലാത്തൊരു കുടുംബമാണോ? എങ്ങനെയാണ് ഫെബിൻ്റെ കുടുംബം? അവർക്ക് അതിനുള്ള സമയമില്ല. പക്ഷെ പ്രശ്നക്കാർ അങ്ങനെ വലിയ മറ്റു വഴക്കുകളോ പ്രശ്നങ്ങളോ ഒന്നും നേരത്തെ ഉണ്ടായിട്ടില്ല. ആളുകളെ ഞാൻ കണ്ടിട്ടില്ല. ഇന്നലെ ആ കുത്തുകൊണ്ട് ഓടുന്ന രംഗം സമാധാനപരമായി ജീവിക്കുന്ന ആളുകൾ വളരെ ശുദ്ധരാ, ഫെബിൻ ഉൾപ്പെടെ എല്ലാവരും മിടുക്കം കുഞ്ഞുങ്ങളുമാണ്. മിടുക്ക് അച്ഛനും അമ്മയൊക്കെ എന്ന് പറഞ്ഞാൽ ആരുമായിട്ട് ഉച്ചിപ്പോന്ന് സംസാരിക്കുന്ന ആളുകളല്ല. പിന്നെ ഇപ്പോൾ ഒരു 20 വർഷം ആയിട്ടുള്ള ഇവിടെ വീട് വെച്ചിട്ട്. അതിനു മുമ്പ് എവിടെയാണ് താമസിക്കാമെന്ന് ചോദിച്ചാൽ നമുക്കറിയത്തില്ല. അതേപോലെ ഈ പയ്യൻ നീണ്ടകരയുള്ളതെന്നാണ് വാർത്ത. എനിക്ക് അവരെ അറിഞ്ഞുകൂടാ. ഈ പയ്യനൊന്നും നേരത്തെ ഇവിടെ വന്ന് പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് കണ്ടിട്ടില്ല. ഈ ഫെബിനെ പറ്റി നാട്ടുകാർക്കെല്ലാം നല്ല അഭിപ്രായമാണ്. യാതൊരുവിധ പ്രശ്നങ്ങൾക്കോ വഴക്കുകൾക്കോ ഒന്നും പോകാത്ത ഒരു കുടുംബം, മാന്യമായിട്ട് ജീവിക്കുന്ന ഒരു കുടുംബം. ആ കുടുംബത്തിലേക്കാണ് ഇങ്ങനെ ഒരു അക്രമ സംഭവം ഉണ്ടാകുന്നത്. അത് നാട്ടുകാർക്ക് ഉൾക്കൊള്ളാനും സാധിക്കുന്നില്ല. നേരത്തെ അങ്ങനെയുള്ള പ്രശ്നങ്ങളോ വഴക്കുകളോ ഒന്നും ഉണ്ടാകാത്ത ഒരു സാഹചര്യമാണ് എന്നാണ് നാട്ടുകാരെല്ലാം, ദൃക്സാക്ഷികളെല്ലാം, ഇവിടെ അടുത്ത് താമസിക്കുന്ന ആളുകളെല്ലാം പറയുകയും ചെയ്യുന്നത്. എന്തായാലും ഇന്നലെ രാത്രിയോടുകൂടി 6:30 ഫെബിൻ തേജസ് ആദ്യ സമയത്ത് ഇവിടെ എത്തുന്നുണ്ട്. ഇവിടെ ആളുകൾ ഉണ്ടോ, വീട്ടിൽ ആരൊക്കെയാണ് ഉള്ളത് എന്നുള്ള കാര്യങ്ങളൊക്കെ നിരീക്ഷിക്കുന്നതിന് വേണ്ടി അക്രമം നടത്തിയ തേജസ് രാജ് ഈ പരിസരത്തേക്ക് എത്തുന്നുണ്ട്. അതിനുശേഷം തേജസ് തിരികെ മടങ്ങിപ്പോകുന്നു. 6:45 വീണ്ടും രണ്ടാമത് എത്തുന്നു. പർദ്ദ അണിഞ്ഞുകൊണ്ട് മുഖമടക്കം മറച്ചുകൊണ്ടാണ് വീട്ടിലേക്ക് എത്തുന്നത്. വാഗനർ കാറിലാണ്, വെള്ള കാറിലാണ് ഈ വീടിന് പരിസരത്തേക്ക് എത്തുന്നത്. 6:45 വീടിന്റെ ഗേറ്റ് തുറന്ന് അകത്തേക്ക് വരുന്നു. കോളിംഗ് ബെൽ അടിക്കുന്നു. കോളിംഗ് ബെൽ അടിക്കുമ്പോൾ ആദ്യം ഫെബിൻ ഇറങ്ങി വരുന്നു. ഫെബിന്റെ നെഞ്ചിലേക്ക് കത്തിക്കൊണ്ട് കൊത്തുന്നു. പുറത്തേക്ക് വരുന്ന ഫെബിന്റെ പിതാവ് ജോർജിനെയും കത്തിക്കൊണ്ട് കുത്തി പരിക്കേൽപ്പിക്കുന്നു. ജോർജിന്റെ കൈക്കാണ് മാരകമായിട്ടുള്ള മുറിവേറ്റത്. തുടർന്ന് 2 പേരെയും ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നതിനിടയിലാണ് ഫെബിന്റെ മരണം സംഭവിക്കുന്നത്. ഇപ്പോഴും ജോർജ് കൊല്ലത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. 2 പേരുടെ മൃതദേഹങ്ങൾ സൂക്ഷിച്ചിരിക്കുന്നത് ഈ മരണപ്പെട്ട ഫെബിന്റെയും അക്രമം നടത്തി ട്രെയിനിന് മുന്നിൽ ചാടി മരിച്ച ആളുടെയും മൃതദേഹം
മൃതദേഹങ്ങൾ സൂക്ഷിച്ചിരിക്കുന്നത് കൊല്ലത്തെ സ്വകാര്യ ആശുപത്രിയിലാണ്. 2 മൃതദേഹങ്ങളും ഇന്ന് പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകും. അവിടെ വെച്ചാണ് പോസ്റ്റ്മോർട്ടം ഇൻക്വസ്റ്റ് മറ്റു നടപടികളെല്ലാം പൂർത്തിയാക്കാനുള്ളത്. ഇന്നലെ ഇവിടെ നിന്ന് അക്രമം നടത്തി തൊട്ടു പുറകെ തന്നെ കാറിൽ, ഇവിടെ പാർക്ക് ചെയ്തിരുന്ന കാറിൽ രക്ഷപ്പെടാൻ ശ്രമിക്കുകയായിരുന്നു ഈ അക്രമം നടത്തിയ വ്യക്തി. തൊട്ടടുത്ത സമയത്ത് തന്നെ ഇവിടെ നിന്ന് 20 മീറ്റർ മാറി നമ്മൾക്ക് നേരത്തെ ദൃശ്യങ്ങളിൽ കണ്ട ആ ഭാഗത്ത് കുഴഞ്ഞു വീഴുകയാണ് ഫിബിൻ കുഴഞ്ഞു വീഴുന്നതിന് ശേഷം തന്നെ ഇയാൾ കാർ എടുത്ത് ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. ഇവിടുത്തെ ഒരു വൈദ്യുത തൂണിൽ ഈ കാർ ഇടിക്കുന്നുണ്ട്. തൊട്ടടുത്ത് തന്നെയുള്ള കടപ്പാക്കട ഭാഗത്തേക്കാണ് ഇയാൾ കാറിൽ പോകുന്നത്. കടപ്പാക്കട ഭാഗത്തെ റെയിൽവേ പാളത്തിലേക്ക് ഇയാൾ ഇറങ്ങുന്നു. റെയിൽവേ പാളത്തിൽ 7:30 ട്രെയിനിന് മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്യുകയായിരുന്നു. ശരീരം ഛിന്ന ഭിന്നമായി പോയ ആളിനെ തിരിച്ചറിയാൻ പോലും പറ്റാത്ത രീതിയിലാണ് തേജസിന്റെ മൃതശരീരം അവിടെ റെയിൽവേ ട്രാക്കിൽ പിന്നീട് കണ്ടത്. ഇത് തേജസ് തന്നെയാണോ എന്ന് സ്ഥിരീകരിക്കുന്നതിനുള്ള ശ്രമത്തിലായിരുന്നു പിന്നീട് പോലീസ്. ഈ വാഹനം, ഇവിടെ കൊലപാതകം നടത്തിയ വാഹനവും ഒപ്പം ഈ റെയിൽവേ ട്രാക്കിന് സമീപത്ത് കണ്ട വാഹനവും ഒന്നാണ് എന്ന് പോലീസ് സ്ഥിരീകരിക്കുന്നു. ഈ വാഹനത്തിൽ നിന്നും തേജസിന്റെ പിതാവിന്റെ കൊല്ലം DCRBയിലെ ഗ്രേഡ് SI ആയിട്ടുള്ള രാജു എന്ന ആളുടെ മകനാണ് ഈ ആക്രമണം നടത്തിയ തേജസ് രാജ്. അദ്ദേഹത്തിന്റെ ഈ SIയുടെ ഫോൺ വിവരങ്ങളും മേൽവിലാസം അടക്കമുള്ള കാര്യങ്ങൾ ഈ കാറിൽ നിന്ന്. കൊല്ലത്തെ വിദ്യാർത്ഥിയുടെ കൊലപാതകത്തിൽ കൂടുതൽ വിവരങ്ങൾ ഓരോന്നായിട്ട് പുറത്തു വരികയാണ്. സഹോദരിയെ വിവാഹം ചെയ്യാൻ കഴിയാത്തതിൽ നിരാശ അത് വൈരാഗ്യമായി മാറുന്നു. അതിനുശേഷമാണ് പ്രതിയായ തേജസ് ഇവിടേക്ക് വരുന്നതും ഫെബിൻ്റെ വീട്ടിലേക്ക് എത്തുന്നതും ഫെബിനെ കൊലപ്പെടുത്തുന്നതും പിതാവിന് നേരെ ആക്രമണം അഴിച്ചുവിടുന്നതും. പിതാവിനും പരിക്കേറ്റിട്ടുണ്ട്, അദ്ദേഹത്തിനും കുത്തേറ്റിട്ടുണ്ട്. ശസ്ത്രക്രിയയൊക്കെ കഴിഞ്ഞ് ആശുപത്രിയിൽ തുടരുകയാണ്. ട്രെയിനിന് മുന്നിലേക്ക് ചാടി മരിക്കുകയാണ്. അതെ. എന്തായാലും വീണ്ടും നമുക്ക് മഹാരാഷ്ട്രയിലേക്ക് തന്നെ പോകേണ്ടതുണ്ട്. കാരണം മുഗൾ ഭരണാധികാരി ഔറംഗസേബിനെ വാഴ്ത്തിപ്പാടുന്നത് അനുവദിക്കില്ലെന്ന് മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് പറഞ്ഞിട്ടുണ്ട്. താനെയിൽ ഛത്രപതി ശിവാജി ക്ഷേത്രം നാടിന് സമർപ്പിക്കുന്ന ചടങ്ങിലായിരുന്നു അദ്ദേഹത്തിന്റെ ഈ നിർണായക പ്രസ്താവന. ഔറംഗസേബിന്റെ ശവകുടീരത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നതായി മുഖ്യമന്ത്രി പ്രതികരിച്ചു. കൂടുതൽ വിവരങ്ങൾ ഗൗതം നൽകും. ഗൗതം, ഫട്നാവിസിന്റെ വാക്കുകളിലേക്ക് എത്താം അല്ലേ? അനു, ഈ മഹാരാഷ്ട്രയിൽ നിലവിൽ ഔറംഗസേബുമായി ബന്ധപ്പെട്ടുള്ള വിവാദം നിൽക്കുന്ന ഘട്ടത്തിലാണ് മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് വളരെ സുപ്രധാനമായൊരു പ്രസ്താവന നടത്തിയത്. അദ്ദേഹം മഹാരാഷ്ട്രയിലെ തന്നെ താനെയിൽ ഛത്രപതി ശിവാജി മഹാരാജിൻ്റെ ഒരു ക്ഷേത്രം നാടിന് സമർപ്പിക്കുന്ന ഘട്ടത്തിലാണ് ഔറംഗസേബിനെ പറ്റിയുള്ള വാഴ്ത്തുപാട്ടുകൾ താൻ അധികാരത്തിലിരിക്കുന്ന സംസ്ഥാനത്ത് അനുവദിക്കില്ല എന്ന കൃത്യമായ സന്ദേശം നൽകിയത്. നമുക്കറിയാം, ഒരു ഭാഗത്ത് മഹാരാഷ്ട്രയിൽ ഇപ്പോൾ ദേശീയ പ്രസ്ഥാനങ്ങൾ ഈ ഔറംഗസേബിൻ്റെ ശവകുടീരം അവിടുന്ന് പൊളിച്ചു മാറ്റണം എന്നാവശ്യപ്പെട്ട് പ്രക്ഷോഭത്തിൻ്റെ പാതയിലാണ്. ഇന്നലത്തെ ദിവസം മഹാരാഷ്ട്രയിൽ വ്യാപകമായി വിശ്വ ഹിന്ദു പരിഷത്തും BHPയുടെ യുവജന സംഘടനയായ ബജ്രംഗ് ദളും ഈ ശവകുടീരം പൊളിച്ചു മാറ്റണമില്ലെങ്കിൽ കാർ സേവ നടത്തുമെന്ന ആഹ്വാനത്തോടു കൂടിയുള്ള വ്യാപകമായ പ്രതിഷേധം മഹാരാഷ്ട്രയിൽ നടത്തിയിരുന്നു. ഇതേ സന്ദർഭത്തിൽ തന്നെയാണ് മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസും ഔറംഗസേബിനെ വാഴ്ത്തിപ്പാടുന്ന പരിപാടി താൻ അനുവദിക്കില്ല, അല്ലെങ്കിൽ തൻ്റെ സർക്കാർ അനുവദിക്കില്ല എന്ന കൃത്യമായ പ്രസ്താവന നടത്തുന്നത്. അതും ശിവാജി മഹാരാജിൻ്റെ ക്ഷേത്രം നാടിന് സമർപ്പിക്കുമ്പോൾ അതിന് ചരിത്രപരമായ പ്രാധാന്യം കൂടിയുണ്ട്. നമുക്കറിയാം, മറാഠയിൽ ഹിന്ദു സാമ്രാജ്യം സ്ഥാപിച്ച ഛത്രപതി ശിവാജി മഹാരാജാണ് ഔറംഗസേബിനെ യുദ്ധത്തിൽ പരാജയപ്പെടുത്തുകയും പിന്നീട് ഇസ്ലാമിക ഭരണാധികാരികളിൽ നിന്നും ഭാരതത്തിൻ്റെ ഭൂപ്രദേശങ്ങളെ തിരിച്ചു പിടിച്ചുകൊണ്ട് ഒരു ഹിന്ദു സാമ്രാജ്യം സ്ഥാപിച്ചത് ശിവാജിയാണ്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ക്ഷേത്രം സമർപ്പിക്കുന്ന ഘട്ടത്തിൽ തന്നെയാണ് ഔറംഗസേബിൻ്റെ വാഴ്ത്തുപാട്ടുകൾ മഹാരാഷ്ട്രയിൽ അനുവദിക്കത്തില്ല എന്ന സന്ദേശം ദേവേന്ദ്ര ഫട്നാവിസ് നൽകുന്നത്. എന്തായാലും ഇത് ദേശീയ സംഘടനകൾക്ക്, പ്രത്യേകിച്ച് മഹാരാഷ്ട്രയിൽ ഈ ഔറംഗസേബിനെതിരെ ഇപ്പോൾ പ്രതിഷേധിക്കുന്ന സംഘടനകൾക്ക് വലിയ ആത്മവിശ്വാസം നൽകുന്ന ഒരു പ്രതികരണം തന്നെയാണ് മഹാരാഷ്ട്ര മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. അനു, ഹിന്ദു സമൂഹത്തെ കാലങ്ങൾ അടിച്ചമർത്തിയ ഒരു മുഗൾ ഭരണാധികാരി, ഒരു പക്ഷേ ആ സമയത്ത് ഏറ്റവും കൂടുതൽ വിമർശനം നേരിട്ടിരുന്ന, ഇപ്പോഴും ചരിത്രം പോലും രചിക്കപ്പെടുമ്പോൾ ഏറ്റവും കൂടുതൽ വിമർശനം ഉയരുന്ന ഒരു ആളുടെ ശവകുടീരം പൊളിക്കണമെന്നുള്ള ആവശ്യം അത് ഹിന്ദു സമൂഹം ന്യായമായും ഉന്നയിക്കുമ്പോൾ അതിന് നേരെയുള്ള അസഹിഷ്ണുതയാണ് നമ്മൾ നാഗ്പൂരിൽ ഇന്നലെ കണ്ടത്. ഇനി നമുക്ക് ആശമാരുടെ വാർത്തയിലേക്ക് കടക്കാം അല്ലേ? അവർ ഇന്നലെ തന്നെ നമ്മൾ കണ്ട് മഴയും വെയിലും ഒക്കെ
മറികടന്ന് അവർ സമരം ചെയ്യുന്ന ആശ കൈവിട്ടതോടെ സമരം ശക്തമാക്കി ആശാ വർക്കർമാർ. സെക്രട്ടേറിയറ്റ് ഉപരോധത്തിന് പിന്നാലെ ഇന്ന് മുതൽ സമരം ശക്തമാകും. വ്യാഴാഴ്ച മുതൽ നിരാഹാര സമരം ആരംഭിക്കാനാണ് കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷന്റെ തീരുമാനം. സമരം ഇന്ന് 37ാം ദിവസത്തിലേക്ക് കടക്കും. വിവരങ്ങളുമായി പ്രശാന്ത് ശങ്കരമംഗലത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിന്നും ചേരുന്നു. പ്രശാന്ത്, നിലവിൽ ആശമാരുടെ ആശകളിൽ ഒന്ന് മാത്രമാണ് ഇന്നലെ അംഗീകരിച്ചത്. ഇത്രയധികം ദിവസമായി ആശമാർ അവിടെ സമരവുമായി രംഗത്തുണ്ട്. ശാന്തമായ സമരമായിരുന്നു. ഇന്നലെ മാത്രമാണ് ഒന്ന് നിയമലംഘനത്തിലേക്ക് അവരെ തള്ളി വിടുകയായിരുന്നു എന്ന് തന്നെ പറയണം. എന്നിട്ട് പോലും ഇവരോട് ഒരു ഒത്തുതീർപ്പ് ചർച്ചയ്ക്ക് ഇതുവരെ തയ്യാറായിട്ടുള്ള സർക്കാർ എന്നത് ശ്രദ്ധേയം. ആവശ്യങ്ങളിൽ ഒന്ന് മാത്രമാണ് അംഗീകരിച്ചത്. പ്രശാന്ത്, തീർച്ചയായും സമരം 37ാം ദിവസത്തിലേക്കാണ് ഇന്ന് കടക്കുന്നത്. ഈ 37-36 ദിവസങ്ങൾ പിന്നിടുമ്പോഴും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും യാതൊരുവിധ നടപടികളോ അല്ലെങ്കിൽ സമരസമിതി ഉന്നയിച്ച ആവശ്യങ്ങളോടൊരു അനുകൂലമായ പ്രതികരണമോ ഉണ്ടായില്ല എന്നതാണ് വീണ്ടും സമരം തുടരാനുള്ള കാരണമായി തുടരുന്നത്. കഴിഞ്ഞ ദിവസം അതിശക്തമായ രീതിയിലൊരു പ്രതിഷേധം തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ചിരുന്നു. സെക്രട്ടേറിയറ്റ് ഉപരോധം MG റോഡിനെ പൂർണ്ണമായും നിശ്ചലമാക്കിക്കൊണ്ട് ആശാ വർക്കർമാരുടെ ശക്തി തെളിയിച്ചുകൊണ്ട് ആയിരക്കണക്കിന് ആശാപ്രവർത്തകർ വിവിധ ജില്ലകളിൽ നിന്നടക്കമുള്ളവർ ഈ തലസ്ഥാനത്തേക്ക് എത്തുകയും MG റോഡിലേക്ക് എത്തുകയും സെക്രട്ടേറിയറ്റിന് മുന്നിൽ പ്രതിഷേധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിശക്തമായ ഒരു പ്രതിഷേധമാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായത്. തുടർന്നും ആ പ്രതിഷേധത്തിലാണ് സത്യാഗ്രഹമടക്കമുള്ള കൂടുതൽ ശക്തമായ സമരത്തിലേക്ക് പോകുന്ന പ്രഖ്യാപനവും ഉണ്ടായത്. ഇപ്പോൾ 36 ദിവസങ്ങൾ പിന്നിടുകയാണ്. ഇന്ന് 37ാം ദിവസം എത്തി നിൽക്കുകയാണ്. ഇപ്പോൾ ഈ സമരസമിതിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് കൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ആശാ ഹെൽത്ത് വർക്കർ അസോസിയേഷൻ്റെ യസ്മിനി, ഈ സമരം വീണ്ടും തുടരുകയാണ്. നമ്മൾ കഴിഞ്ഞ ദിവസവും സംസാരിച്ചിരുന്നു. ഈ 36 ദിവസങ്ങൾ പിന്നിടുമ്പോഴും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള അനുകൂല നടപടികളൊന്നും ഉണ്ടാകുന്നില്ല എന്നതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. ഇനി തുടർന്ന് നിരാഹാര സമരത്തിലേക്ക് കടക്കുകയാണല്ലേ? ഞങ്ങൾ അനിശ്ചിതകാല നിരാഹാര സമരത്തിലേക്ക് കടക്കുകയാണ്. കാരണം കേരളത്തിൻ്റെ പൊതുസമൂഹം തീരുമാനിക്കട്ടെ. കഴിഞ്ഞ 37 ദിവസം ഇവിടെ ഈ പൊരിവെയിലത്തും പെരുമഴയത്തും കിടക്കുന്ന ആശാവർക്കർമാർ മിനിമം കൂലി ആവശ്യപ്പെട്ട് സമരത്തിന് വരുമ്പോൾ ഇങ്ങനെ ആക്ഷേപിച്ചും പരിഹസിച്ചും അല്ലെങ്കിൽ സമരങ്ങളെ പൊളിക്കാനുള്ള സർക്കാർ തല സംവിധാനങ്ങൾ മുഴുവൻ ഉപയോഗപ്പെടുത്തുകയൊക്കെ ചെയ്തിട്ടും കൂലി വർധനവ് എന്ന് പറയുന്നത് അവരുടെ അജണ്ടയിലില്ല എന്നുള്ളത് പൊതുസമൂഹം തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് ആശാവർക്കർമാർ ഇവിടെ ഇനി നിരാഹാര സമരത്തിലേക്ക് പോവുകയാണ്, അനിശ്ചിതകാല സമരത്തിലേക്ക്. പൊതുസമൂഹം തീരുമാനിക്കട്ടെ, അതാണ് ഞങ്ങളുടെ അഭിപ്രായം. ഈ സമരത്തിലേക്ക് കൊണ്ടുചെന്ന് എത്തിച്ചത് സർക്കാരിൻ്റെ ആ സമീപനമാണ്. എന്നാൽ ഈ തൊഴിലാളി വർഗ പാർട്ടി എന്നൊക്കെ അവകാശപ്പെടുന്ന CPM തന്നെയാണ് ഈ നിങ്ങളുടെ ആശമാരുടെ സമരത്തോട് ഈ ഒരു അനീതി കാട്ടുന്നത്. ഇവരേത് കാലത്താണ് തൊഴിലാളികളോടൊപ്പം നിന്നതെന്ന് ഇപ്പോൾ സംശയമുണ്ട്. വളരെ പണ്ട് കാലത്ത് ഉണ്ടായിരുന്നിരിക്കാം, പക്ഷേ അത് കഴിഞ്ഞ് വളരെയധികം മാറ്റം സംഭവിച്ചിരിക്കുന്നു. ഇന്ന് തൊഴിലാളി ഇത് കേൾക്കുന്നത് തന്നെ അവർക്ക് അലർജി ആയിരിക്കുന്നു. കാരണം അല്ലെങ്കിൽ ഇങ്ങനെ ആശാവർക്കർമാർ, പ്രത്യേകിച്ച് സ്ത്രീകളെങ്ങനെ പരിഹസിക്കുകയോ ആക്ഷേപിക്കുകയൊക്കെ ചെയ്യൂ, അല്ലെങ്കിൽ അങ്ങനെ ആക്ഷേപിക്കുന്നവരെ ശാസിക്കില്ലേ, അവരെ തിരുത്തില്ലേ? അപ്പോൾ അതൊന്നും നടക്കുന്നില്ല. എല്ലാ ദിവസവും തന്നെയാണ്. ഇതിന് മാധ്യമങ്ങളുടെ മുന്നിൽ വന്നിരുന്ന ഈ ലക്ഷക്കണക്കിന് ആളുകൾ കാണുന്നിടത്ത് പോലും വന്നിരുന്ന് കള്ളം പറയാനും അധിക്ഷേപിക്കാനും മറ്റ് മോശപ്പെട്ട പദങ്ങൾ ഉപയോഗിക്കുന്നതിന് ഇവർക്കൊരു മടിയില്ല. ഇവരിപ്പോഴും ആരോടാണ് യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നത്? ഈ കേരളത്തിലെ ജനങ്ങളോടാണ്. ഇപ്പോൾ ആശാവർക്കർമാരോടെന്നുള്ളത് മാറി. ഈ കേരളത്തിലെ സാധാരണ ജനങ്ങളോടാണ് യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നത്. അത് തിരുത്തേണ്ടി വരും. ഞങ്ങളുടെ അഭിപ്രായത്തിൽ അത് തിരുത്തേണ്ടി വരും. ജനങ്ങളല്ലെങ്കിൽ അത് തിരുത്തിക്കും. അത് തന്നെയാണ്. സമരം ശക്തമായി തന്നെ മുന്നേറുകയാണ്. എന്നാൽ സർക്കാർ സ്വീകരിക്കുന്ന സമീപനങ്ങൾ സമീപനങ്ങളൊരു വേദനാജനകമായി ഇവരുടെ മുന്നിൽ നിൽക്കുകയും ചെയ്യുന്നുണ്ട്. ഇത്രയും ദിവസം പിന്നിടുമ്പോഴും അത്തരം നടപടികളൊന്നും ഉണ്ടാകുന്നില്ല എന്നതാണ് ഏറ്റവും ദൗർഭാഗ്യകരം. കഴിഞ്ഞ ദിവസത്തെ ഒരു സമരം കൂടി കഴിഞ്ഞിരുന്നു. നിങ്ങൾ വീണ്ടും ഈ രാപ്പകൽ സമരവുമായി മുന്നോട്ട് പോവുകയാണ്. ഞങ്ങൾ രാപ്പകൽ സമരമായി മുന്നോട്ട് പോകുന്നു. അടുത്ത അനിശ്ചിതകാല നിരാഹാര സത്യാഗ്രഹം കിടക്കാൻ പോകുന്നു. എന്ത് വന്നിരുന്നാലും ഞങ്ങളുടെ അവകാശങ്ങൾ ഞങ്ങൾക്ക് കിട്ടിയതിന് ശേഷം മാത്രമേ ഞങ്ങളിവിടെ നിന്ന് പിരിഞ്ഞു പോവുകയുള്ളൂ. ഇന്നലത്തെ മഴയിലും വെയിലിലും ഞങ്ങൾ വാടി തളരാതെ ഇതെല്ലാം അവഗണിച്ചുകൊണ്ട്, എന്നിട്ട് ആരോഗ്യമന്ത്രിയുടെയും മുഖ്യമന്ത്രിയുടെയും കണ്ണ് തുറക്കുന്നില്ല. കാര്യം എന്താണെന്ന് അറിയില്ല. അതുകൊണ്ട് ഞങ്ങൾ എന്ത് വന്നിരുന്നാലും, രക്തസാക്ഷിത്വം വഹിക്കേണ്ടി വന്നിരുന്നാലും ഈ മണ്ണിൽ നിന്ന് ഞങ്ങളുടെ അവകാശങ്ങൾ നേടിയെടുക്കാതെ ഞങ്ങൾ ഇവിടെ നിന്ന് മാറില്ല. ചേച്ചി, ഒട്ടേറെ ആക്ഷേപങ്ങളാണ് ഈ സമരസമിതിയെ അല്ലെങ്കിൽ സമരക്കാർക്കെതിരെ സർക്കാർ പറയുന്നത്. അതായത് നിങ്ങൾ ഈ ആശാവർക്കർമാരല്ല എന്നതടക്കമുള്ള ആക്ഷേപങ്ങൾ. എങ്ങനെയാണ് ഇതിനെല്ലാം പ്രതികരിക്കുന്നത്? ഈ 37 ദിവസം പിന്നിടുമ്പോഴും അതൊക്കെ എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? പ്രതികരിക്കാൻ ഞങ്ങളെ ശരിക്കും പറഞ്ഞാൽ ഇവർ രാഷ്ട്രീയം എന്ന് പറയുന്നത്
പക്ഷേ ഞങ്ങളുടെ രാഷ്ട്രീയം ഇവിടെ ഇരിക്കുന്ന 3/4 ആശമാരും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരാണ്. എന്നാൽ ഞങ്ങളുടെ ഈ സമരത്തിലെത്താത്ത ആൾക്കാർ വരെ ആൾക്കാർ വരാത്തതിന് കാരണം അവർ വരെ നമ്മളെ സപ്പോർട്ടാണ്. കാരണം അവർ ഭീഷണിയുടെ പുറത്ത് അവർക്കിവിടെ വരാൻ കഴിയാതെ നിൽക്കുന്നത്. എന്ത് വന്നാലും ഞങ്ങളെ അവകാശം നേടിയിട്ട് ഇവിടെ നിന്നും പോകാൻ തയ്യാറാകുന്നുള്ളൂ. ഞങ്ങളുടെ യഥാർത്ഥ ആശമാരല്ല എന്ന് പറയുന്നു. അതിൻ്റെ തെളിവിതായിരിക്കുന്നു. ഇതിലപ്പുറം തെളിവ് എന്താണ് വേണ്ടത്? ആശമാരാണോ അല്ലേ എന്നുള്ളത് ഞങ്ങളുടെ ID കാർഡാണ്. അതുതന്നെയാണ് അനു, വിമർശനങ്ങൾക്കുള്ള മറുപടിയാണ്. ID കാർഡ് ഉയർത്തിക്കാട്ടിക്കൊണ്ട് തന്നെയാണ് സമരവേദിയിലിരിക്കുന്ന ഈ അമ്മമാർ പ്രതികരിക്കുന്നത്. അവരുടെ ഈ ആശാപ്രവർത്തകരല്ല, അല്ലെങ്കിൽ എവിടുന്ന് എന്തെങ്കിലും കെട്ടിക്കൊണ്ടുവന്ന അല്ലെങ്കിൽ ചമച്ചുകൊണ്ടുവന്ന ചമച്ചുകൊണ്ടുവന്ന ആളുകളാണ് എന്നതടക്കമുള്ള CPM-ൻ്റെയും സർക്കാരിൻ്റെയും വിമർശനങ്ങൾക്കുള്ളൊരു മറുപടി കൂടിയാണ് ഈ ഐഡന്റിറ്റി കാർഡ് ഉയർത്തിക്കാട്ടിക്കൊണ്ട് അവർ പ്രതിഷേധിക്കുന്നത്. സമരം 37 ദിവസങ്ങളാണ് ഇന്നേക്ക് പിന്നിടുന്നത്. 37ാമത്തെ ദിവസത്തിലേക്കാണ് ഇന്ന് കടക്കുന്നത്. ഇത്രയും ദിവസം ഒരു സ്ത്രീ സമൂഹം ശക്തമായി സമരം ചെയ്യുന്നത് ഈ അടുത്ത കാലത്ത് കേരള സമൂഹം കണ്ടിട്ടില്ല. കാരണം സ്ത്രീകളുടെ നേതൃത്വത്തിൽ ഒരു സമരം ഈ 37 ദിവസം പിന്നിടുന്നു. ആ 37 ദിവസം പിന്നിടുമ്പോഴും ഈ അതിശക്തമായ രീതിയിൽ സമരം മുന്നേറുന്നതും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇനി മാർച്ച് മാസം 20-ാം തീയതി നിരാഹാര സമരത്തിലേക്ക് കടക്കും. 3 പേർ അടങ്ങുന്ന ഒരു സംഘമായിരിക്കും നിരാഹാരം ഇരിക്കുക. അതിനുശേഷം പിന്നീട് അത് മാറിക്കൊണ്ടേയിരിക്കും. അങ്ങനെയാണ് ഇപ്പോൾ നിലവിൽ അറിയാൻ കഴിയുന്നത്. അങ്ങനെ ശക്തമായ രീതിയിൽ സമരവും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഒരു 3-ാം ഘട്ടം എന്ന നിലയിൽ, അതായത് ഈ രാപ്പകൽ സമരത്തിൻ്റെ ഒരു 3-ാം ഘട്ടം എന്ന നിലയിലാണ് ഈ നിലവിൽ സത്യാഗ്രഹ സമരത്തിലേക്ക് കടക്കുന്നത്. എന്തായാലും സമരം ശക്തമായി തന്നെ മുന്നേറുന്നു. അതോടൊപ്പം തീർച്ചയായും പ്രശാന്ത് ചൂണ്ടിക്കാട്ടിയതുപോലെ തന്നെ ഇത്രയധികം സ്ത്രീകൾ ഇങ്ങനെ ഒരുമിച്ച് 37 ദിവസം ഒക്കെ കേരള ചരിത്രത്തിൽ തന്നെ ഇങ്ങനെ ഒരു സമരം എന്ത് ദയനീയമായ അവസ്ഥയാണല്ലേ അനു. സംസ്ഥാന സർക്കാർ ഇപ്പോഴും അവർക്ക് നേരെ കണ്ണു തുറക്കാത്തത് വലിയ തരത്തിലുള്ള സങ്കടം ഉണർത്തുന്നു. കാരണം അവരത്രയും കഷ്ടപ്പെട്ട്, നമുക്കറിയാം കോവിഡ് സമയത്ത് അവർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവർക്ക് നേരെയാണ് മുഖം തിരിക്കുന്നത്. ഇന്ന് നമ്മളോട് പ്രതികരിച്ചവർ പറഞ്ഞതെല്ലാം ശ്രദ്ധിച്ചിരുന്നു. അത് മാത്രം മതിയാകും ഒരുപക്ഷെ ഈ സംസ്ഥാന സർക്കാരിൻ്റെ ഇവരോട് ഉള്ള നിലപാടും ഇരട്ടത്താപ്പും തിരിച്ചറിയാൻ. കാരണം സമരം ചെയ്യുന്നവരിൽ ഒട്ടുമിക്കവരും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോട് അനുഭവമുള്ളവർ എന്ന് പറയുന്നു. ഒരിക്കലും അവർ ഈ സർക്കാരിൽ വിശ്വാസമില്ല എന്ന് പറഞ്ഞിട്ടില്ല. ഈ 37 ദിവസവും തങ്ങളുടെ നേരെ സർക്കാർ കണ്ണു തുറക്കുമെന്ന് പറയുന്നുണ്ട്. ഇവരെ അധിക്ഷേപിച്ച് CPM നേതാക്കൾ, LDF കൺവീനർ ഉൾപ്പെടെയുള്ളവർ നിരന്തരം രംഗത്തെത്തിയിട്ട് പോലും ഇവർ സംയമനം പാലിച്ചാണ് തിരികെ പ്രതികരിക്കുന്നതൊക്കെ. അവർ സമരം ചെയ്യുന്നത് അവരുടെ അതിജീവനത്തിനാണ്. മാത്രമല്ല ഈ തൊഴിലാളി പാർട്ടി എന്ന ലേബലിലുള്ള ഭരണ പാർട്ടി ഇപ്പോൾ തൊഴിലാളികളോടൊപ്പമാണോ എന്നുള്ള ആത്മപരിശോധന നടത്തണമെന്ന് അവർ പറയുന്നുണ്ട് ആവർത്തിച്ച്. അത് ഈ ഒരു സമരത്തിൽ കൂടെ ഒരുപക്ഷെ കേരളം ഒന്നാകെ ചോദിക്കേണ്ടി വരും എന്നതുകൂടിയാണ്. നമുക്ക് മറ്റൊരു വാർത്തയിലേക്ക് കൂടി എത്താം. ഈ ലഹരി വേട്ട സംസ്ഥാനത്ത് വ്യാപകമായി നടക്കുന്നുണ്ട്. ലഹരി കേസുകൾ വർദ്ധിക്കുന്നുണ്ട്. ലഹരി വേട്ട എന്നതിലുപരി ലഹരി കേസുകൾ വർദ്ധിക്കുന്നുണ്ട്. അത് ആശങ്ക ജനിപ്പിക്കുന്നതാണ്. ക്യാമ്പസുകൾ കേന്ദ്രീകരിച്ചും അല്ലാതെയും ഒക്കെ. അതിനിടയിലാണ് മുൻ മന്ത്രി KT ജലീലിൻ്റെ ഒരു പ്രസ്താവന വന്നത്. കാരണം ലഹരിയിൽ പിടിക്കപ്പെടുന്ന 99% മുസ്ലിങ്ങളും മതപഠനം അല്ലെങ്കിൽ മദ്രസ വിദ്യാഭ്യാസം പൂർത്തീകരിച്ചവരാണ് എന്നത്. പക്ഷേ ഈ KT ജലീലിൻ്റെ പ്രതികരണത്തിനെതിരെ സമസ്ത രംഗത്തെത്തിയിരുന്നു. ഇപ്പോൾ ഇത് CPM-ന് അതൃപ്തി ഉണ്ട് എന്നാണ് കേൾക്കുന്നത്. എന്തായാലും ആ വാർത്തയിലേക്കാണ് ഇനി എത്തുന്നതും. ജലീൽ അനാവശ്യമായി ഇത്തരത്തിൽ ഒരു വിവാദ പ്രസ്താവന നടത്തുകയാണ്, വിവാദം ഉണ്ടാക്കുകയാണ് എന്നൊക്കെയാണ് CPM-ന്റെ നിലപാട്. ജലീലിന്റെ വിമർശനം പാർട്ടിക്കും മുന്നണിക്കും ദോഷമുണ്ടാക്കി എന്നൊക്കെ പാർട്ടി വിലയിരുത്തുന്നുണ്ട്. അത് എപ്രകാരമാണെന്നാണ് അറിയേണ്ടത്. അതേസമയം അഭിപ്രായം വ്യക്തിപരമെന്ന് ജലീൽ പറയുന്നുണ്ട്. പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന് അദ്ദേഹം ഇന്നലെ ഫേസ്ബുക്കിലൂടെ ഒരിക്കൽ കൂടി വ്യക്തമാക്കിയിട്ടുമുണ്ട്. അരുൺ കൊടുങ്ങൂർ വിവരങ്ങളുമായി ചേരുന്നു. അരുൺ, എന്തുകൊണ്ടാണ് CPM-ന് ഇത്ര ആശങ്ക? തീർച്ചയായും നമുക്കറിയാം ഈ മുസ്ലിം വിഭാഗത്തിനെതിരെ അല്ലെങ്കിൽ ഈ മത തീവ്രവാദ പ്രശ്നങ്ങളിലൊക്കെ തന്നെ CPM എടുക്കുന്ന ഒരു അല്ലെങ്കിൽ അവരുടെ ഒരു കൃത്യമായ ഒരു അജണ്ട നമുക്ക് നേരത്തെ തന്നെ അറിയാവുന്നതാണ്. ഏറ്റവും ഒടുവിൽ മെക്സവന്റെ വിഷയത്തിലും CPM എടുത്ത ഒരു നിലപാട് നമുക്ക് കൃത്യമായിട്ട് അറിയാം. CPM-ന്റെ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി തന്നെ മെക്സവൻ വിഷയത്തിൽ കൃത്യമായ നിലപാട് പറഞ്ഞു എങ്കിൽ പോലും അദ്ദേഹത്തെ കൊണ്ട് തിരുത്തിക്കുന്ന ഒരു ഇടപെടലായിരുന്നു ഉണ്ടായിരുന്നത്. അതിന് പിന്നാലെയാണ് ഈ KT ജലീലിന്റെ ഒരു വലിയ വിവാദം വന്നിരുന്നത്.
പറയുന്നത്. മദ്രസ വിദ്യാഭ്യാസത്തിനെതിരെയായിരുന്നു അദ്ദേഹം അതിൻ്റെ തെറ്റുകൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ടായിരുന്നു രംഗത്ത് വന്നിരുന്നത്. ഈ മദ്രസ വിദ്യാഭ്യാസം പൂർത്തിയാക്കി പുറത്തിറങ്ങുന്ന ആളുകൾ എങ്ങനെയാണ് ഈ ലഹരി കേസുകളിലൊക്കെ ഇങ്ങനെ പിടിയിലാകുന്നത് എന്നുള്ള ഒരു സ്വാഭാവികമായുള്ള ഒരു ചോദ്യമാണ് അദ്ദേഹം മുസ്ലിം മത പണ്ഡിതന്മാരിരുന്ന വേദിയിൽ ഉന്നയിച്ചത്. മലപ്പുറത്തെ ഇഫ്താർ സംഗമത്തിലായിരുന്നു അദ്ദേഹം ഈ കാര്യങ്ങൾ പറഞ്ഞത്. ഈ മദ്രസ വിദ്യാഭ്യാസത്തിൻ്റെ ന്യൂനതകൾ, അതോടൊപ്പം തന്നെ ഇനി വരുത്തേണ്ട മാറ്റങ്ങളെക്കുറിച്ചൊക്കെ തന്നെ വിശദമായി അദ്ദേഹം സംസാരിക്കുകയും ചെയ്തിരുന്നു. ഇത് വലിയ വിവാദമായ പശ്ചാത്തലത്തിലാണ് ഈ സമസ്ത ആണ് ആദ്യം ഈ ജലീലിനെതിരെ രംഗത്തെത്തിയിരുന്നത്. ഈ വിവരമുള്ള ആളുകളൊക്കെയും തെറ്റ് ചെയ്യില്ല എന്ന് പറയാൻ പാടില്ല എന്നുള്ളൊരു വിചിത്രമായ ഒരു മറുപടിയായിരുന്നു സമസ്തയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നത്. വലിയ ചർച്ചയായി, പ്രത്യേകിച്ച് മലബാർ മേഖലകളിൽ കൃത്യമായി ചർച്ചയായ ഒരു സാഹചര്യത്തിലാണ് ഈ CPM ഈ വിഷയത്തിൽ ഒന്ന് ഇടപെടുന്നത്. അതിലേറ്റവും പ്രധാനമായി പറയുന്നത് അനവസരത്തിലായിരുന്നു KT ജലീലിൻ്റെ ഈ ഒരു പ്രസംഗമെന്നാണ് CPM നേതാക്കൾ രഹസ്യമായി പറയുന്നത്. അത് ഒരു കാരണവശാലും അനുവദിച്ചു കൊടുക്കാനാകില്ല. ഇത്തരത്തിലുള്ള ഒരു പ്രസ്താവന അത് പാർട്ടിക്കും മുന്നണിക്കും വലിയ രീതിയിലുള്ള ദോഷം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി ഇത്തരം പ്രസ്താവനകൾ നടത്തുമ്പോൾ ശ്രദ്ധിക്കണമെന്നുള്ള ഒരു കാര്യമാണ് ജലീലിനെ പാർട്ടി ഓർമ്മിപ്പിച്ചിരിക്കുന്നത്. എന്തായാലും ഇതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് KT ജലീൽ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നു, താൻ പറഞ്ഞത് തനിക്ക് പൂർണ്ണമായും അറിവുള്ള കാര്യമാണ്, താൻ അന്വേഷിച്ച് മനസ്സിലാക്കിയ ഒരു കാര്യമാണ്, അതിൽ തൻ്റെ വ്യക്തിപരമായ ഒരു അഭിപ്രായമാണ് താൻ പറഞ്ഞിരുന്നത്. അതിൽ ഈ പാർട്ടിക്കോ അതോടൊപ്പം തന്നെ മുന്നണിക്കോ യാതൊരു തരത്തിലുള്ള ബന്ധവുമില്ല, വ്യക്തിപരമായ അഭിപ്രായമെന്ന് ആവർത്തിച്ചുറപ്പിച്ച് KT ജലീൽ പറയേണ്ടി വന്നിരിക്കുന്നു. എന്തായാലും ഈ വിവാദം വലിയ രീതിയിലേക്ക് കത്തി മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അത് ജലീൽ പറഞ്ഞ ചില കാര്യങ്ങൾ തന്നെയാണ് ഏറ്റവും പ്രസക്തമായുള്ളത്, സമൂഹം ചർച്ച ചെയ്യുന്ന ഒരു കാര്യം കൂടി ഉള്ളത്. അതായത് ഈ ലഹരി കേസുകളിൽ പിടിക്കുന്ന 99% ആളുകളും മുസ്ലിം നാമധാരികളായുള്ള ആളുകളും മദ്രസ വിദ്യാഭ്യാസം പൂർത്തീകരിച്ചിട്ടുള്ളതാണ്. എന്തുകൊണ്ടാണ് ഇവർക്ക് ഇങ്ങനെ ഒരു മൂല്യച്യുതി ഉണ്ടായിരിക്കുന്നത്? ധാർമ്മിക ബോധത്തെ പറ്റി ഏറ്റവും തുടക്കത്തിൽ തന്നെ അവർക്ക് കൃത്യമായ ബോധം നൽകുന്നു. മദ്രസയിൽ കൃത്യമായ നിർബന്ധമായി മദ്രസ വിദ്യാഭ്യാസം നടത്തുന്നു. പക്ഷേ എന്തുകൊണ്ട് അവർക്ക് നേർവഴിക്ക് പോകേണ്ട ഇവർ ഇത്തരത്തിൽ ഈ അസാൻമാർഗ രീതിയിലേക്ക് പോകുന്നു? പണമാണ് ഇതിനൊരു പ്രധാന കാരണമായി, ഈ പണത്തോടുള്ള ആർത്തിയാണ് ഇതിനൊരു പ്രധാന കാരണമായി അദ്ദേഹം ചൂണ്ടിക്കാട്ടുകയും ചെയ്തത്. എന്തായാലും മുസ്ലിം സമൂഹത്തിനിടയിൽ ഇത് വലിയ ചർച്ചയായിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഈ KT ജലീലിനെതിരെ അല്ലെങ്കിൽ ആ KT ജലീലിനെ വിമർശിച്ചുകൊണ്ട് CPM കൂടി രംഗത്തെത്തുന്നത്. എന്തായാലും മുന്നണിക്ക് പാർട്ടിക്കും അതൊരു വലിയ ദോഷം ഉണ്ടാക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനമായി ഇവർ നോക്കിക്കാണുന്നത്. കാരണം ഇനി തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് ഒക്കെ വരികയാണ്. ഈ ഒരു തെരഞ്ഞെടുപ്പിന് പാർട്ടി ഒരുങ്ങുന്ന ഒരു സമയത്ത് കൂടിയാണ് ഇത്തരത്തിലൊരു പ്രസ്താവന വന്നിരിക്കുന്നത്. പ്രത്യേകിച്ച് ഈ നോമ്പുകാലത്ത് ഇത്തരത്തിലൊരു തുറന്നു പറച്ചിൽ അത് വലിയ രീതിയിലുള്ള ദോഷം ഉണ്ടാക്കുമെന്നുള്ള ഒരു വിലയിരുത്തൽ തന്നെയാണ് CPM-ഉം LDF-ഉം ഒക്കെ തന്നെ ഉള്ളത്. രജനി, വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതക കേസിൽ പ്രതി അഫാനുമായി പോലീസിന്റെ 3ാം ഘട്ട തെളിവെടുപ്പ് ഇന്ന് നടക്കും. പെൺസുഹൃത്ത് ഫർസാനെയും അനുജൻ ഹഫ്സാനെയും കൊലപ്പെടുത്തിയ കേസിലാണ് തെളിവെടുപ്പ്. 3 ദിവസത്തെ കസ്റ്റഡിയിൽ വാങ്ങിയ അഫാനെ വെഞ്ഞാറമൂട് പോലീസ് ചോദ്യം ചെയ്തു വരികയാണ്. വിവരങ്ങളുമായി ടിൻഡു ചേരുന്നു. ടിൻഡു, കഴിഞ്ഞ ദിവസങ്ങളിൽ ഉമ്മുമ്മയെയും അതുപോലെ തന്നെ മാമനെയൊക്കെ കൊലപ്പെടുത്തിയ അവിടെ എത്തിയപ്പോഴും ഈ അഫാന് ഒരു തരത്തിലുള്ള കൂസലും ഇല്ലാതെയാണ് പ്രതികരിച്ചത്. എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? ദുർഗ, വെഞ്ഞാറമൂട് പോലീസാണ് ഇന്ന് അഫാനെ തെളിവെടുപ്പിനായിട്ട് കസ്റ്റഡിയിൽ വാങ്ങിയിട്ടുള്ളത്. ആദ്യമായിട്ട് കൊലപാതകം നടത്തുന്നത് അഫാൻ വെഞ്ഞാറമൂട് വീട്ടിലാണ്. സ്വന്തം അനിയനെയും പെൺസുഹൃത്തായ ഫർസാനെയും കൊലപ്പെടുത്തിയത് ഈ വീട്ടിൽ വെച്ചാണ്. സ്വന്തം ഉമ്മ ഷെമിയെ കൊലപ്പെടുത്താൻ ശ്രമിക്കുന്നതും ഈ വീട്ടിൽ വെച്ചാണ്. എല്ലാ കൊലപാതകങ്ങളുടെ ഇന്റൻഷൻ നടക്കുന്നത് വെഞ്ഞാറമൂട്ടിലുള്ള ഈ വീട്ടിലാണ്. അതുകൊണ്ട് തന്നെ കിളിമാനൂർ പോലീസ് ചുള്ളാളത്തെ അഫാന്റെ വല്യുപ്പാനെയും വല്യമ്മാനെയും കൊലപ്പെടുത്തിയ കേസിൽ കിളിമാനൂർ പോലീസും അതോടൊപ്പം തന്നെ അഫാന്റെ ഉമ്മുമായ കൊലപ്പെടുത്തിയ കേസിൽ പാങ്ങോട് പോലീസും കേസെടുത്തിട്ടുണ്ട്. ഈ 2 കേസുകളിലും തെളിവെടുപ്പ് പൂർത്തിയായതിനു ശേഷമാണ് വെഞ്ഞാറമൂട് പോലീസ് അഫാനെ തെളിവെടുപ്പിനായിട്ട് കസ്റ്റഡിയിൽ വാങ്ങിയിട്ടുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അഫാന്റെ വാപ്പ റഹീം കഴിഞ്ഞ ദിവസങ്ങളിൽ മാധ്യമങ്ങളോട് ഉൾപ്പെടെ പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു. അഫാനെ ഒരു തരത്തിലും കാണേണ്ട ആവശ്യമില്ല, അഫാൻ തന്റെ എല്ലാം നഷ്ടപ്പെടുത്തിയ ഒരാളാണ്, ജീവിതം എങ്ങോട്ട് മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് അറിയാത്ത ഘട്ടത്തിലാണ് എന്നുള്ളൊരു വൈകാരികമായിട്ടുള്ള പ്രതികരണമാണ് നടത്തിയത്. അപ്പോൾ അഫാനെ ഇന്ന് വെഞ്ഞാറമൂട്ട് വീട്ടിലേക്ക് തെളിവെടുപ്പിനായി കൊണ്ടുവരുമ്പോൾ റഹീമിന്റെ പ്രതികരണമാണ് ഇന്ന് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഉമ്മ ഷെമി ഇതുവരെ അഫാനെതിരെ ഒരു മൊഴി പോലും നൽകിയിട്ടില്ല.
ഉമ്മ ഇപ്പോഴും പോലീസിനും അതോടൊപ്പം തന്നെ മജിസ്ട്രേറ്റിനും മുന്നിൽ നൽകിയിട്ടുള്ള മൊഴി എന്ന് പറയുന്നത് തലയിടിച്ച് തറയിൽ വീണ, കട്ടിലിൽ തലയിടിച്ച് വീണാണ് ഈ മുറിവ് സംഭവിച്ചത്. അഫാൻ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ കഴിയില്ല എന്നാണ് ആ മൊഴി നൽകിയിട്ടുള്ളത്. ഷെമിയുടെ മൊഴിയാണ് ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർണായകമായിട്ടുള്ളത്. കാരണം സ്വന്തം മകനെതിരെ മൊഴി കൊടുക്കാനായിട്ട് ഷെമി തയ്യാറായിട്ടില്ല. അങ്ങനെ തയ്യാറാവുകയാണെങ്കിൽ ഒരുപക്ഷെ ഈ കേസിൽ കുറച്ചും കൂടി തെളിവും സാക്ഷിമൊഴികളും ഉൾപ്പെടും. ഞാൻ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം ഒരു സാക്ഷികൾ പോലും ഇല്ലാത്ത കേസാണ്. 5 കൊലപാതകവും ചെയ്തിരിക്കുന്നത് അഫാനാണെന്ന് കുറ്റസമ്മതം മാത്രമേ പ്രതി നടത്തിയിട്ടുള്ളൂ. അതിനപ്പുറത്തേക്ക് ശാസ്ത്രീയമായിട്ടുള്ള തെളിവുകളോ അല്ലെങ്കിൽ അതിനപ്പുറത്തേക്കുള്ള സാക്ഷിമൊഴികളോ ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം സഹായകരമായിട്ട് ഉണ്ടാക്കുന്നില്ല. അത് തന്നെയാണ് ഈ 3 പോലീസ് സ്റ്റേഷനുകളെയും പോലീസിന്റെയും ഒരു പ്രതിസന്ധി എന്ന് പറയുന്നത്. ഷെമി ഒരു ഘട്ടത്തിലെങ്കിലും മൊഴി തിരുത്തി പറയുകയാണെങ്കിൽ അതൊരു പക്ഷേ ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം മുന്നോട്ട് പോകാൻ സഹായകമാകും. ശരി ടിൻഡു. നമ്മൾ നേരത്തെ തിരുവനന്തപുരത്തെ സമര കാഴ്ചകൾ കണ്ടു, അതിൽ ആശമാരുടെ സമരം കണ്ടു. ഇതുപോലെ ഒരു പക്ഷേ ഇതിനേക്കാളും ഡ്യൂറേഷനിൽ കൂടുതലായിട്ട് ഒരു ജനത എമ്പാടും ഒന്നടങ്കം ഒരുമിച്ച് തങ്ങളുടെ പാർപ്പിട സംരക്ഷണത്തിനായി സമരത്തിലാണ്. ഈ സമരവും സർക്കാർ കണ്ടില്ലെന്ന് നടിക്കുന്നുണ്ട്. ഇരട്ടത്താപ്പാണ് എന്ന് ഒരു ജനത മുഴുവനും വിളിച്ചു പറഞ്ഞു വരുന്നത് മുനമ്പത്തെക്കുറിച്ചാണ്. സംസ്ഥാന സർക്കാരിൻ്റെ രാഷ്ട്രീയ നാടകങ്ങൾക്ക് മുനമ്പം ജുഡീഷ്യൽ കമ്മീഷൻ നിയമനത്തിലെ ഹൈക്കോടതി വിധി തിരിച്ചടിയായിട്ടുണ്ട് എന്നത് വസ്തുതയും. മുനമ്പം കമ്മീഷൻ നിയമനം തന്നെ മുനമ്പം ജനതയോടുള്ള വഞ്ചനയായിരുന്നു എന്ന് അത് ചൂണ്ടിക്കാണിക്കുന്നുമുണ്ട്. വഖഫ് ഭേദഗതി ബിൽ ശാശ്വത പരിഹാരമായി മുന്നിലുള്ളപ്പോൾ ജനങ്ങളെ കബളിപ്പിക്കാൻ ഇടത് വലത് മുന്നണികൾ കൈകോർക്കുകയായിരുന്നു എന്ന വിമർശനം ഉയരുന്നത് അത് സാധൂകരിക്കുന്നതിൻ്റെ തെളിവായി ഒരുപക്ഷെ കേരള നിയമസഭ പാസാക്കിയ ബില്ല് സഹിതം നമുക്ക് ചൂണ്ടിക്കാണിക്കാം. അഖിൽ പാലോട്ടുമടം വിവരങ്ങളുമായി ചേരുന്നു. അഖിൽ, ഇന്നലെ ഈ ഹൈക്കോടതി വിധി വന്നതിന് ശേഷം നമ്മളോട് പ്രതികരിച്ച മുനമ്പം സമരസമിതി നേതാക്കളൊക്കെ പറഞ്ഞത് സംസ്ഥാന സർക്കാർ തങ്ങളെ കബളിപ്പിക്കുന്നു, ഇപ്പോഴും കബളിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു എന്നതിൽ തർക്കമില്ല, സംശയമില്ല എന്നത് തന്നെയാണ്. അനു, ഗുഡ് മോർണിംഗ്. മുനമ്പത്തെ സമരം ഏകദേശം 160 ദിവസത്തോളം പിന്നിടുന്നുണ്ട്. അതായത് ഏകദേശം ഒരു 4-5 മാസത്തോളമായിട്ടുണ്ട് സ്വന്തം അവകാശ ഭൂമിയിലേക്ക് വേണ്ടിയിട്ടുള്ള, സ്വന്തം ജനിച്ച മണ്ണിലേക്ക് വേണ്ടിയിട്ടുള്ള ഒരു നാടിൻ്റെ മുഴുവൻ സമരം ആരംഭിച്ചിട്ട് അത് ഏകദേശം മാസങ്ങൾ പിന്നിട്ട് മുന്നോട്ട് പോവുകയാണ്. ആ സമരത്തിൽ നിന്നും അവർ വിജയം കാണാതെ പിന്നോട്ട് പോകില്ല എന്ന ഒരേ സ്വരത്തിൽ അവർ പറയുന്നുമുണ്ട്. അതിനിടയിലാണ് സർക്കാർ ഒരു ജുഡീഷ്യൽ കമ്മീഷനെ നിയമിക്കുന്നത്. ആ കമ്മീഷന് സാധൂകരണമില്ല എന്നതാണ് കഴിഞ്ഞ ദിവസം ഹൈക്കോടതി ബെഞ്ച് ഉത്തരവിൽ പറയുന്നത്. കാരണം ഒരു വിഷയം നടക്കുമ്പോൾ, ഒരു ലാൻഡ് റവന്യൂ വിഷയം നടക്കുന്ന സമയത്ത് അതൊരു ജുഡീഷ്യൽ കമ്മീഷൻ വെച്ച് മുന്നോട്ട് അന്വേഷണം കൊണ്ടുപോകാൻ സാധിക്കില്ല എന്ന വഖഫ് സംരക്ഷണ സമിതിയുടെ ഹർജിയിന്മേലാണ് ഹൈക്കോടതി അത്തരത്തിലൊരു തീരുമാനം എടുത്തിരിക്കുന്നത്. അതായത് സർക്കാർ നിയോഗിച്ച കമ്മീഷൻ, റിട്ടയർഡ് ജഡ്ജി ജസ്റ്റിസ് രാമചന്ദ്രൻ നായരുടെ നേതൃത്വത്തിലുള്ള കമ്മീഷന് അംഗീകാരമില്ല എന്നുള്ള തരത്തിൽ ഒരു പ്രതികരണം ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന്. പക്ഷേ സർക്കാരിൻ്റെ ഭാഗത്തിൽ ഇതിൽ 3 തരത്തിലാണ് ഇതിനെ പ്രതിരോധിക്കാൻ സാധിക്കുന്നത്. ഒന്ന്, ഇതിൽ അപ്പീൽ പോവുക, അതായത് സിംഗിൾ ബെഞ്ചിൽ ഉത്തരവിന് പ്രകാരം ഡിവിഷൻ ബെഞ്ചിലോ അല്ലെങ്കിൽ മേൽക്കോടതിയിലോ ഒക്കെ തന്നെ അപ്പീൽ പോവുക എന്നതാണ് സർക്കാരിന് മുമ്പിലുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു തീരുമാനമായി ഉള്ളത്. ആ തീരുമാനം അല്ലെങ്കിൽ അപ്പീലിന് പോകുമെന്ന് തന്നെ ഇന്നലെ സംസ്ഥാനത്തെ നിയമമന്ത്രിയും എറണാകുളത്ത് നിന്നുള്ള മന്ത്രിയുമായ പി രാജീവ് അത് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. നിയമസഭയിൽ അത് പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. രണ്ടാമത്തെ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് സർക്കാർ ഒരു പ്രത്യേക ഉത്തരവിലൂടെ അത് ആ ഭൂമി മുനമ്പത്തെ ജനതയ്ക്ക് വിട്ടുകൊടുക്കുക. അതായത് അവർ ഇത്രയും നാൾ കരമടയ്ക്കുകയും അതിൽ ക്രയവിക്രയം ചെയ്യുകയും ചെയ്ത അവരുടെ റവന്യൂ ഭൂമി പ്രത്യേക ഒരു ഉത്തരവിറക്കി, റവന്യൂ വകുപ്പ് ഒരു ഉത്തരവിറക്കി സർക്കാരിൻ്റെ പ്രത്യേക അനുമതിയോടുകൂടി അത് ആ മുനമ്പത്തെ ജനതയ്ക്ക് വിട്ടുകൊടുക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ ഒരു ഓപ്ഷനായി നമുക്ക് ഇതിനു മുമ്പിലുള്ളത്. മൂന്നാമത്തെ ഒരു ഓപ്ഷൻ, വഖഫ് ഭേദഗതി ബില്ലിൽ കേന്ദ്ര സർക്കാർ പാർലമെന്റിൽ അതിനൊരു ഭേദഗതി വരുത്തുന്നുണ്ട്. ഇപ്പം അടുത്ത് നടക്കുന്ന പാർലമെന്റ് സമ്മേളനത്തോടു കൂടി അതിൻ്റെ JCP ഒക്കെ അതിൻ്റെ കരട് നിയമം അത് മുന്നോട്ട് വച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട ആ ഭേദഗതി സഭാ സമ്മേളനത്തിൽ പാസ്സായി നിയമമായി അത് രാഷ്ട്രപതി ഒപ്പിടുന്നതോടുകൂടി അത് നിയമമായി പുറത്തേക്ക് വരും. അങ്ങനെ നിയമമായി ആ ഭേദഗതി നിയമമായി വരുന്നത് വരെ സർക്കാർ കാത്തിരിക്കും. ഇങ്ങനെ 3 തരത്തിലാണ് ഈ മുനമ്പം ജനതയോടുള്ള ഒരു സമീപനത്തിന് സർക്കാർ മുമ്പിലുള്ളത്. പക്ഷേ ഈ കാര്യത്തിൽ രാഷ്ട്രീയമായി എങ്ങനെ നേരിടുമെന്നുള്ളതാണ് ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം. കാരണം ഇന്നലെ നമ്മളോട് സംസാരിക്കുന്ന സമരസമിതിയുടെ നേതാക്കൾ തന്നെ പറഞ്ഞത്, സർക്കാർ ആവർത്തിച്ചു പറഞ്ഞത്, ഈ
സേട്ടുവിന് ഈ ഫറൂഖ് കോളേജിലേക്ക് വേണ്ടി ഈ ഭൂമികൾ എല്ലാം തന്നെ പതിച്ചു കൊടുക്കുന്ന സമയത്ത് ഈ പ്രശ്നം നടക്കുന്നതെല്ലാം ഒരു കമ്മീഷൻ മുഖേനയായിരുന്നു. അതുകൊണ്ടൊരു കമ്മീഷൻ മുഖേന തന്നെ ഇതിനെല്ലാം പരിഹാരം കാണട്ടെ എന്ന ആ നിലപാടിൻ്റെ അടിസ്ഥാനത്തിലാണ് ആദ്യഘട്ടത്തിൽ തന്നെ ഇങ്ങനെ ഒരു തീരുമാനമെടുക്കാൻ സർക്കാർ തയ്യാറായത്. പക്ഷേ ഇത് അങ്ങനെ ഒരു കമ്മീഷൻ വെച്ച് തീരുമാനമെടുക്കേണ്ടതാണോ എന്നതാണ് ആ സമരം ചെയ്യുന്ന ആൾക്കാർ ചോദിക്കുന്നത്. ഇത്രയും കടുത്ത ചൂടാണ്. എറണാകുളത്തെ സംബന്ധിച്ചിടത്തോളം വലിയ ചൂടാണ് അനുഭവപ്പെടുന്നത്. അതും തീരദേശമാണ്, കടപ്പുറത്താണ് അവർ സമരം ചെയ്യുന്നത്. എല്ലാ ദിവസവും ഏകദേശം 10-15 ആൾക്കാർ നിരാഹാരം അനുഷ്ഠിച്ചാണ് സമരം നടന്നു പോകുന്നത്. അപ്പോൾ അത്രയും ബുദ്ധിമുട്ട് അനുഭവിച്ചൊരു ജനത സമരം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന വൈകാരികമായ വികാര പ്രകടനങ്ങളൊക്കെ തന്നെ ഇന്നലെ അവരുടെ ഭാഗത്ത് നിന്ന് ഈ കമ്മീഷനെ ഹൈക്കോടതി റദ്ദ് ചെയ്യുമ്പോൾ അതിൽ അപ്പീൽ പോകുമെന്ന് സർക്കാർ പറയുമ്പോഴൊക്കെ തന്നെ അവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ഇതിൽ രാഷ്ട്രീയമായി എന്ത് നിലപാട് സ്വീകരിക്കുമെന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ഞാൻ നേരത്തെ ആദ്യം സൂചിപ്പിച്ചതുപോലെ സർക്കാരിന് മുമ്പിൽ 3 വഴികളുണ്ട് എങ്കിൽ പോലും അതിൽ രാഷ്ട്രീയമായി ഏത് വഴി സ്വീകരിക്കുമെന്നുള്ളതാണ് നമുക്ക് കണ്ടറിഞ്ഞ് സാധിക്കേണ്ടത്. മുനമ്പത്തെ ജനത പറയുന്നത് പോലെ തന്നെ അനു നേരത്തെ സൂചിപ്പിച്ചതുപോലെയൊക്കെ തന്നെ സർക്കാർ ഒരു ഇരട്ടത്താപ്പ് ഈ കാര്യത്തിൽ കാണിക്കുന്നുണ്ട് എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. കാരണം അനു നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഈ സർക്കാർ അവരെ പറ്റിക്കുന്നുണ്ടായിരുന്നു, അവരെ കബളിപ്പിക്കുന്നുണ്ടായിരുന്നു. ആ തരത്തിൽ നമുക്ക് പറയേണ്ടി വരും. കാരണം അവരോട് ചില കാര്യങ്ങൾ പറയുകയും പക്ഷേ അതിന് വിരുദ്ധമായി വിഭിന്നമായി ചില തീരുമാനങ്ങൾ എടുക്കുകയുമാണ് ഈ ഘട്ടത്തിൽ ചെയ്യുന്നത്. കാരണം അതുകൊണ്ടാണ് വീണ്ടും അപ്പീലിന് പോകുമെന്നുള്ള നിയമമന്ത്രിയുടെ, അതും എറണാകുളത്ത് നിന്നുള്ളൊരു മന്ത്രിയാണ്, ഈ സമരം നടക്കുന്ന പ്രദേശത്ത് സന്ദർശിക്കുകയും സമരസമിതി ആൾക്കാരുമായി മുഖ്യമന്ത്രിയും മന്ത്രിമാരുമൊക്കെ തന്നെ പലതവണ ചർച്ച നടത്തുമ്പോഴൊക്കെ അതിൻ്റെ ഭാഗമായി നിന്നിട്ടുള്ള ഒരാളാണ് പി രാജീവ് എന്ന് പറയുന്ന ആൾ. സംസ്ഥാനത്തിൻ്റെ നിയമവകുപ്പ് മന്ത്രി കൂടിയാണ്. അപ്പോൾ വീണ്ടും അപ്പീലിന് പോവുക എന്ന് പറയുന്നത് ഇതിലൊരു തീരുമാനമുണ്ടാക്കണം എന്നുള്ള കാര്യത്തിൽ സർക്കാരിനും താല്പര്യമില്ല എന്നുള്ളത് അത് തന്നെയാണ് മുനമ്പം വാസികളും ചൂണ്ടിക്കാട്ടുന്നത്. പ്രശ്നം ഇങ്ങനെ നീളട്ടെ, പ്രശ്ന പരിഹാരം ഉടൻ വേണ്ട എന്നുള്ളതാണോ സർക്കാരിന്റെ നിലപാടെന്ന് അവരും ചോദിക്കുന്നുണ്ട്. വിശദമായ വാർത്തകളിലേക്ക് എത്താം. കാരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ മാസം 30-ന് നാഗ്പൂർ സന്ദർശിക്കാൻ ഇരിക്കുകയാണ്. നാഗ്പൂരിൽ നടക്കുന്ന വർഷപ്രതിപദ പരിപാടിയിൽ അദ്ദേഹം പങ്കെടുക്കും. മാധവ് നേത്രാലയത്തിൻ്റെ ഉദ്ഘാടനവും ഇതോടനുബന്ധിച്ച് തന്നെ നടക്കും. RSS ആസ്ഥാനത്ത് സന്ദർശനം നടത്തുന്ന പ്രധാനമന്ത്രി ഹെഡ്ഗേവാർ സ്മൃതി മന്ദിരവും സന്ദർശിക്കും. ഗൗതം അനന്തനാരായൺ വിവരങ്ങളുമായി ചേരുന്നു. ഗൗതം, വിശദാംശങ്ങൾ. അനു, ഈ മാസം 30-ാം തീയതിയാണ് ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാഗ്പൂരിലേക്ക് എത്തുകയാണ്. വളരെ ചരിത്ര പ്രാധാന്യമുള്ള രാജ്യം ഉറ്റുനോക്കുന്ന ഒരു യാത്രയാകും അത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം നാഗ്പൂർ നമുക്കറിയാം രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൻ്റെ കേന്ദ്ര കാര്യാലയം നിലനിൽക്കുന്നത്, അല്ലെങ്കിൽ സംഘം രൂപപ്പെട്ട സ്ഥലമാണ് നാഗ്പൂർ എന്നുള്ളത്. നരേന്ദ്രമോദിയെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ ജീവിതയാത്രയിൽ ഏറ്റവും സുപ്രധാനമായത്, ഇന്ന് അദ്ദേഹം ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രി എന്ന വളരെ നിർണായകമായ ഒരു പദവിയിൽ എത്തി നിൽക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അടിസ്ഥാനപരമായ കാരണം RSS ആണെന്നും RSSൻ്റെ ശാഖകളിലൂടെയാണ് താൻ രൂപപ്പെട്ടത് എന്ന് പ്രധാനമന്ത്രി തന്നെ പറയുന്നുണ്ട്. 2 ദിവസങ്ങൾക്ക് മുൻപ് അദ്ദേഹം നൽകിയ ഒരു അഭിമുഖത്തിനകത്തും RSS ആണ് തന്നെ ഒരു ദേശീയ പുരുഷനായി രൂപപ്പെടുത്തിയത് എന്ന കാര്യം ഒരിക്കൽ കൂടി അദ്ദേഹം അടിവരയിട്ട് പറയുന്നുണ്ടായിരുന്നു. മാത്രമല്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദി RSSൻ്റെ പ്രചാരകനാണ്. നമുക്കറിയാം അദ്ദേഹം പൊതുപ്രവർത്തന രംഗങ്ങളിലേക്ക് കടക്കുന്നത് തന്നെ വളരെ ചെറുപ്രായത്തിൽ തന്നെ RSSൻ്റെ ബാലശാഖയിലെത്തുകയും അതിനുശേഷം പിന്നീട് RSSൻ്റെ മുഴുവൻ സമയ പ്രചാരകമായി മാറുകയും ഒക്കെ ചെയ്ത ചരിത്രം നമുക്ക് അറിയാവുന്നതാണ്. സംഭാഗ് പ്രചാരകയും വഡോദര വിഭാഗ് പ്രചാരകയും ഒക്കെ അദ്ദേഹം 1987-ൽ BJPയുടെ ചുമതലയിലേക്ക് എത്തുന്നതിന് മുൻപ് വരെ അദ്ദേഹം RSSൻ്റെ പ്രചാരകമായി നമ്മുടെ രാഷ്ട്രത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ സന്ദർശിക്കുകയും മുഴുവൻ സമയം സംഘത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും ചെയ്ത വ്യക്തിയാണ്. അങ്ങനെയുള്ള RSSൻ്റെ പ്രചാരകമായിട്ടുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് നാഗ്പൂരിലേക്ക് എത്താൻ പോകുന്നത്. അവിടെ RSS സർസംഘചാലക് ഡോക്ടർ മോഹൻ ഭാഗവതുമായി അദ്ദേഹം മണിക്കൂറുകളോളം വേദി പങ്കിടും. ഒരു പൊതുപരിപാടിയുടെ ഉദ്ഘാടനമുണ്ട്. അതുകൂടാതെ RSSൻ്റെ കാര്യാലയത്തിൽ എത്തുകയും സംഘത്തിൻ്റെ സ്ഥാപകനായ ഡോക്ടർ കേശവ് ബൽറാം ഹെഡ്ഗേവാറിൻ്റെ സ്മൃതി മന്ദിരം സന്ദർശിക്കുകയും അവിടെ പുഷ്പാർച്ചന നടത്തുകയും ചെയ്യും. മാത്രമല്ല മറ്റ് പരിപാടികൾ, അതായത് വർഷപ്രതിപദയിൽ പ്രധാനമന്ത്രി പങ്കെടുക്കുന്നു എന്നതാണ് ഇതിൽ ഏറ്റവും ശ്രദ്ധേയമാകുന്നത്. കാരണം വർഷപ്രതിപദ എന്നത് രാഷ്ട്രീയ സ്വയംസേവക സംഘം അതിൻ്റെ സ്ഥാപകനായ ഡോക്ടർ കേശവ് ബൽറാം ഹെഡ്ഗേവാറിൻ്റെ ജന്മദിനം എന്ന നിലയ്ക്കാണ് ശാഖയിൽ
ആഘോഷിക്കുന്നത്. മാത്രമല്ല വർഷപ്രതിപദ RSSനെ സംബന്ധിച്ചിടത്തോളം സംഘത്തിൻ്റെ പ്രധാനപ്പെട്ട 6 ഉത്സവങ്ങളിൽ ഒന്നാണ്. അതായത് ഒരു വർഷത്തിൽ വർഷപ്രതിപദ, അതോടൊപ്പം തന്നെ ഹിന്ദു സാമ്രാജ്യ ദിനം, ഗുരുദക്ഷിണ, അതുപോലെ തന്നെ രക്ഷാബന്ധൻ, വിജയദശമി, മകരസംക്രാന്തി, അങ്ങനെ 6 ഉത്സവങ്ങളാണ് പൊതുവെ RSSന്റെ ലക്ഷക്കണക്കിന് ശാഖകളിൽ ആചരിക്കുന്നത്. അതിലേറ്റവും സുപ്രധാനമായ ഒരു ഉത്സവമാണ് ഈ വർഷപ്രതിപദ. അങ്ങനെയുള്ള വർഷപ്രതിപദയിൽ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കുന്നു എന്നതാണ് വളരെ സുപ്രധാനമാകുന്നത്. അതിനാൽ ഈ മാസം 30-ാം തീയതി ഭാരതത്തിൻ്റെ പ്രധാന സേവകൻ നാഗ്പൂരിലേക്ക് നടത്തുന്ന ഈ യാത്ര, അദ്ദേഹത്തിൻ്റെ RSS കാര്യാലയത്തിൽ അദ്ദേഹം ചെലവഴിക്കുന്ന സമയങ്ങൾ, RSSന്റെ സർസംഘചാലക് ഡോക്ടർ മോഹൻ ഭാഗവതുമായി നടത്തുന്ന ചർച്ചകൾ, ഇതെല്ലാം ലോകം ഉറ്റുനോക്കും, രാഷ്ട്രം ഉറ്റുനോക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. അതിനാൽ വളരെ ചരിത്ര പ്രാധാന്യമുള്ള ഒരു ദിനമായി മാർച്ച് 30 നമ്മുടെ രാജ്യത്ത് അടയാളപ്പെടുത്തും എന്ന് വേണം വിശേഷിപ്പിക്കാൻ. അനു. ശരി ഗൗതം, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസത്തെ വിശേഷങ്ങളാണ് ഗൗതം നൽകിയത്. ഇനി നമുക്ക് മറ്റു ചില വാർത്തകളിലേക്ക് കൂടി എത്താം അല്ലേ? അതെ. 1000 കോടിയുടെ ടാസ്മിക് മദ്യ അഴിമതിക്കെതിരെയുള്ള പ്രതിഷേധം പോലീസിനെ ഉപയോഗിച്ച് സർക്കാർ അടിച്ചമർത്താൻ ശ്രമിക്കുന്നുവെന്ന് BJP തമിഴ്നാട് അധ്യക്ഷൻ K. അണ്ണാമലൈ. തമിഴിസൈ സൗന്ദര്യരാജൻ ഉൾപ്പെടെയുള്ള നേതാക്കളെ കസ്റ്റഡിയിലെടുത്തതിന് പിന്നാലെയാണ് അണ്ണാമലയുടെ പരാമർശം. അറസ്റ്റുകളിലൂടെ പിന്തിരിപ്പിക്കാനാകില്ലെന്ന് അണ്ണാമലൈ മുന്നറിയിപ്പ് നൽകി. സ്റ്റാലിൻ സർക്കാരിന്റെ മുഴുവൻ അഴിമതിയും പുറത്തു കൊണ്ടുവരുമെന്നും അണ്ണാമലൈ പറഞ്ഞു. வேலையா கிட்டத்தட்ட தமிழ்நாடு முழுவதுமே ஒரு 6000-7000 பேர் டிப்ளாய் பண்ணி ஒரு இடத்துலையும் செய்யறாங்க. அதனால இன்னைக்கு தடுக்கட்டும். அடுத்த ஆர்ப்பாட்டம் தேதி சொல்லாம நடக்கும். அது 22ஆம் தேதி நடக்கலாம், எப்ப வேணாலும் நடக்கலாம். எதை வேண்டுமானாலும் முற்றுகை செய்வோம். அது முதலமைச்சருடைய வீடாக இருக்கலாம், டாஸ்மார்க் அலுவலகம். எங்களை பொறுத்தவரை முதலமைச்சர் சம்பந்தப்பட்டிருக்கிறாங்க, அவரும் இதுல குற்றவாளி தான். டாஸ்மார்க் வழக்குல முதல் குற்றவாளியாக MK ஸ்டாலின், MK ஸ்டாலின் அக்யூஸ் நம்பர் 1 டாஸ்மார்க்ல இருக்கு. ഗാസയിൽ ശക്തമായ ആക്രമണം നടത്തി ഇസ്രായേൽ. ഹമാസ് ശക്തി കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തിയെന്ന് ഇസ്രായേൽ പ്രതിരോധ സേന തന്നെ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ബന്ദികളുടെ മോചനം വൈകുന്നതാണ് ആക്രമണത്തിന് പ്രധാന കാരണവും. ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് ഐസൻ ജോസഫ് വിവരങ്ങളുമായി ചേരുന്നു. ഐസൻ, ഗാസ സമാധാനത്തിലേക്ക് എന്ന ഹമാസിന്റെ വാക്കുകൾ ഇനിയും വിശ്വസിച്ചിരിക്കണമോ എന്നതാണല്ലേ ഇസ്രായേലിന്റെ ചോദ്യം? തീർച്ചയായും മനു, ശക്തമായ ഒരു ആക്രമണം ഇതേ പ്രശ്നത്തിൽ തന്നെയാണ് നടന്നിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അല്പസമയം മുമ്പാണ് ഈ ആക്രമണം നടന്നതായി ഇസ്രായേൽ പ്രതിരോധ സേന ഔദ്യോഗികമായി അറിയിക്കുകയും ചെയ്തത്. ഈ അറിയിപ്പിൽ പറയുന്നത് ഹമാസിൻ്റെ റീഓർഗനൈസ്ഡായ ചില ശക്തി കേന്ദ്രങ്ങളിൽ ശക്തമായ ആക്രമണം നടത്തിയെന്നാണ്. ലെബനനിലും നേരിയ തോതിലൊരു ആക്രമണം, അതായത് അവിടെ ഇതേ സമാനമായ ഹിസ്ബുള്ളയുടെ നീക്കങ്ങൾ നടത്തുന്ന ഒരു സാഹചര്യത്തിൽ അവിടെയും ആക്രമണം നടത്തിയിരുന്നു. അതായത് കഴിഞ്ഞ 6 മണിക്കൂറിനുള്ളിൽ ഹിസ്ബുള്ളയുടെ ശക്തി കേന്ദ്രങ്ങളിലും അതുപോലെ തന്നെ ഹമാസിൻ്റെ ഗാസയിലെ ശക്തി കേന്ദ്രങ്ങളിലും ആക്രമണം നടന്നു എന്നാണ് ഇസ്രായേൽ പ്രതിരോധ സേന അറിയിച്ചിരിക്കുന്നത്. നമുക്കറിയാവുന്നതാണ്, ജനുവരി 19 ഈ സമാധാന ധാരണ നിലവിൽ വന്നതിന് ശേഷം നടക്കുന്ന അതിശക്തമായ ആക്രമണമാണ് എന്ന് ഇസ്രായേൽ പ്രതിരോധ സേന തന്നെ വളരെ കൃത്യമായി അറിയിക്കുകയും ചെയ്യുന്നുണ്ട്. നമുക്കറിയാം, നേരത്തെ 52ഓളം ബന്ദികൾ ഇപ്പോൾ ഹമാസിൻ്റെ കസ്റ്റഡിയിൽ കഴിയുന്നുണ്ട്. അതിൽ പലരും 2023 നടന്ന ഈ ഒക്ടോബർ 7 നടന്ന ആക്രമണവുമായി ബന്ധപ്പെട്ട് ബന്ദികളായവരാണ്. അതുപോലെ തന്നെ 2014 മുതൽ ബന്ദികളായി കഴിയുന്നവരും അക്കൂട്ടത്തിലുണ്ട്. ഇവരിൽ 52 പേരുണ്ട് എന്ന കണക്കുകൾ പുറത്തു വരുന്നുണ്ട്. അതിൽ കൂടുതലുണ്ടെന്നുള്ള കണക്കുകളും ചില സോഴ്സുകളിൽ നിന്ന് പുറത്തു വരുന്നുണ്ട്. എങ്കിൽ കൂടി ഔദ്യോഗികമായി 52 പേർ എന്ന ഒരു അന്തിമ കണക്കാണ് അംഗീകരിക്കാവുന്ന രീതിയിൽ പുറത്തു വരുന്നത്. അത്തരത്തിൽ വരുന്ന ആ ബന്ദികളുടെ എണ്ണത്തിൽ പോലും വലിയ കുറവുണ്ടായിട്ടുണ്ട്, മരണപ്പെട്ടിട്ടുണ്ട്. 30ഓളം പേരോ 40ഓളം പേരോ മാത്രമേ ജീവിച്ചിരിക്കുന്നുള്ളൂ എന്ന ഒരു യാഥാർത്ഥ്യം കൂടി നിലനിൽക്കുന്നുവെന്നും ഇസ്രായേൽ അറിയിക്കുന്നുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് വീണ്ടും ഈ ബന്ദികളുടെ മോചനം സാധ്യമാകാത്തൊരു പശ്ചാത്തലത്തിൽ ശക്തമായ പ്രതിഷേധം ഇസ്രായേൽ ജനതയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിലാണ് വെടിനിർത്തൽ 2ാം ഘട്ടത്തിലേക്ക് പോകുന്നത് നീട്ടിവെക്കണം, ആദ്യഘട്ടത്തിൽ തന്നെയുള്ള ധാരണകൾ പൂർത്തിയാക്കണമെന്ന നിലപാട് കഴിഞ്ഞ തവണ ഹമാസ് അംഗീകരിച്ചിരുന്നുവെങ്കിൽ കൂടി നിലവിലെ സാഹചര്യത്തിൽ ബന്ദികളുടെ മോചനം ഒന്നുമാകാത്തൊരു നിലപാടാണ് ഹമാസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. അതായത് 2ാം ഘട്ട വെടിനിർത്തലിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് 1ാം ഘട്ട വെടിനിർത്തൽ കാലാവധിയിൽ പാലിക്കേണ്ട കാര്യങ്ങളൊന്നും പാലിക്കാത്തതിനെ തുടർന്ന് ഇസ്രായേൽ കുറെ കൂടി ശക്തമായ നിലപാട് സ്വീകരിക്കുകയും ഹമാസ് അത് അനുകൂലിക്കുകയും 1ാം ഘട്ട വെടിനിർത്തലായി അംഗീകരിക്കുകയും ചെയ്തിരുന്നുവെങ്കിലും ബന്ദികളുടെ മോചനം സംബന്ധിച്ച് നിലവിലെ അവിടെയുള്ള ബന്ദികളുടെ ആരോഗ്യസ്ഥിതി സംബന്ധിച്ചുള്ള വിഷയങ്ങളിലും പല കാര്യങ്ങളിലും ഒന്നും തന്നെ ഒരു അനങ്ങാപ്പാറ നയം ഹമാസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായതാണ് ഈ അതിശക്തമായ ഒരു ആക്രമണത്തിലേക്ക് നീങ്ങാൻ കാരണമെന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ വലിയ തോതിലൊരു ആക്രമണമാണ് നടന്നത്. 30-ലേറെ പേർ മരിച്ചു 34 പേർ മരിച്ചു എന്ന ഔദ്യോഗിക കണക്കുകളാണ് വരുന്നത്. എങ്കിൽ കൂടി അതിനേക്കാൾ കൂടുതൽ
മരണം ഉണ്ടായിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ 70-ലേറെ പേർക്ക് പരിക്കേറ്റുവെന്നും വിവരങ്ങൾ വരുന്നുണ്ട്. എങ്കിലും ഇതെല്ലാം തന്നെ കുറേ കൂടി നിയന്ത്രിതമായി പുറത്തു വരുന്ന കണക്കുകളാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമുക്കറിയാം ഇസ്രായേലിൻ്റെയൊക്കെ അതിശക്തമായ വ്യോമാക്രമണം ഉണ്ടാകുമ്പോൾ വൻതോതിലുള്ള കാഷ്വാലിറ്റീസ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. നിരവധി കെട്ടിടങ്ങൾ തകർന്നു എന്ന റിപ്പോർട്ടുകൾ വരുമ്പോൾ തന്നെ ഈ കെട്ടിടങ്ങൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഹമാസിൻ്റെ ഭീകരന്മാരുടെ ഒരു വലിയൊരു അളവിൽ അവരുടെ മരണവും സംഭവിച്ചിരിക്കാമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ വിഷയത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുന്നതും വന്നുകൊണ്ടിരിക്കുകയാണ്. നിലവിലെ സാഹചര്യത്തിൽ ആക്രമണം നടന്നുവെന്ന് ഇസ്രായേൽ പ്രതിരോധ സേന അംഗീകരിക്കുകയും ചെയ്യുന്നുണ്ട്. അനു. ശരി. മലപ്പുറം കുറ്റിപ്പുറം നടുവട്ടത്ത് ഫോണിലൂടെ തലാക്ക് ചൊല്ലിയതായി 21-കാരിയുടെ പരാതി. പീഡനം സഹിക്കവയ്യാതെ സ്വന്തം വീട്ടിലേക്ക് തിരിച്ചുപോയതിന് പിന്നാലെയാണ് തലാക്ക് ചൊല്ലിയതെന്നാണ് യുവതിയുടെ പരാതി. സംഭവത്തിൽ കൽപ്പകഞ്ചേരി പോലീസ് ഭർത്താവിനെതിരെ കേസെടുത്തു. 3 വർഷം മുൻപായിരുന്നു യുവതിയുടെയും ഇടക്കുളം സ്വദേശി ഷാഹുൽ ഹമീദിന്റെ വിവാഹം. വിവരങ്ങളുമായി മലപ്പുറത്ത് നിന്നും ശിവദാസ് ചേരുന്നു. ശിവദാസ്, യുവതി ഇപ്പോഴും പരാതിയുമായി മുന്നോട്ട് പോകാൻ തന്നെയാണോ തീരുമാനം? തീർച്ചയായും മലപ്പുറം കുറ്റിപ്പുറം നടുവട്ടത്താണ് ഇത്തരത്തിൽ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. യുവതിയെ ഫോണിൽ വിളിച്ച് തലാക്ക് ചൊല്ലി എന്നതാണ് പ്രധാന ആരോപണം. ഇതുമായി ബന്ധപ്പെട്ട് കൽപ്പകഞ്ചേരി പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. കൽപ്പകഞ്ചേരി പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ഈ കഴിഞ്ഞ മാസം ഫെബ്രുവരി 1-ാം തീയതിയാണ് ഇതുമായി ബന്ധപ്പെട്ട ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. അന്ന് യുവതിയെ ഫോണിൽ വിളിച്ച് തലാക്ക് ചൊല്ലി യുവതിയുടെ ഭർത്താവിൻ്റെ ഉമ്മയോടൊപ്പം കൂടെ ചേർന്ന് ഫോണിൽ വിളിച്ച് തലാക്ക് ചൊല്ലി എന്നതാണ് പ്രധാനമായും പോലീസിൽ നൽകിയ പരാതിയിൽ പറയുന്നത്. കഴിഞ്ഞ മാസം ഫെബ്രുവരി 1-ാം തീയതിയാണ് ഈ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. അതായത് 2021 അവസാനത്തിലാണ് ഈ യുവതിയുടെയും എടക്കുളം സ്വദേശിയായ ഷാഹുൽ അഹമ്മദിന്റെയും വിവാഹം നടന്നത്. അതിനുശേഷം 1 വർഷം വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല. 1 വർഷത്തിന് ശേഷമാണ് യുവതിയെ മാനസികമായും അതോടൊപ്പം തന്നെ ശാരീരികമായും ഭർത്താവിന്റെ വീട്ടുകാരും പീഡിപ്പിച്ചത് എന്നാണ് പ്രധാനപ്പെട്ട ആരോപണം. അതോടൊപ്പം തന്നെ യുവതിക്ക് സമ്മാനമായി നൽകിയ 15 പവൻ സ്വർണവും 1.5 ലക്ഷം രൂപയും ഭർത്താവിന്റെ വീട്ടുകാരും കൈക്കലാക്കി എന്നും പരാതിയിൽ പറയുന്നുണ്ട്. ഈ 2 വർഷത്തിനുള്ളിലാണ് ഇത്തരത്തിലുള്ള വ്യാപകമായ രീതിയിലുള്ള ഒരു മാനസികമായ പീഡനവും അതോടൊപ്പം തന്നെ ശാരീരിക പീഡനവും ഉണ്ടായതായി യുവതി പരാതിയിൽ പറയുന്നത്. പലപ്പോഴും കട്ടിലിൽ നിന്നും തള്ളി ഇടുക, അതോടൊപ്പം തന്നെ ചുമരിൽ നിർത്തി കഴുത്തിഞ്ഞിരിക്കുക, ഇത്തരത്തിലുള്ള പീഡനം ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ യുവാവ് വിദേശത്ത് പോയ സമയത്ത് ഫോണിൽ വിളിച്ച് തെറ്റായ രീതിയിൽ മോശമായി തന്നെ കുറിച്ച് പറയുക, അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഈ പരാതിയിൽ പറയുന്നുണ്ട്. അതിനുശേഷം ഭർത്താവ് നാട്ടിൽ വന്ന ശേഷവും പീഡനം തുടർന്നു. പിന്നീട് ഈ പീഡനം സഹിക്കാതെയാണ് വീട്ടിൽ പോയതെന്ന് യുവതി പറയുന്നുണ്ട്. വീട്ടിൽ എത്തിയ ശേഷമാണ് ഈ യുവതിയെ ഫോണിൽ വിളിച്ച് തലാക്ക് ചൊല്ലിയതായി പറയപ്പെടുന്നത്. യുവാവിന്റെ ഉമ്മയുടെ സാന്നിധ്യത്തിലാണ് ഈ തലാക്ക് ചൊല്ലിയത്. അതിനുശേഷമാണ് യുവതി ഇതുമായി ബന്ധപ്പെട്ട് പോലീസിൽ പരാതി നൽകിയിരിക്കുന്നത്. പോലീസ് ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണത്തിലാണ് ഉള്ളത്. എന്നാൽ താൻ ഇത്തരത്തിൽ തലാക്ക് ചൊല്ലിയിട്ടില്ല എന്നാണ് യുവാവ് പറയുന്നത്. യുവതി തന്നോട് ചോദിക്കാതെ വീട്ടിൽ പോയ സാഹചര്യം കണക്കിലെടുത്ത് ഇനി ഇങ്ങോട്ട് വരേണ്ട എന്ന് മാത്രമാണ് പറഞ്ഞത്. പക്ഷേ ഫോണിൽ വിളിച്ച് തലാക്ക് ചൊല്ലിയിട്ടില്ല എന്നാണ് ഷാഹുൽ ഹമീദ് പറയുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള കേസ് പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, FIR ഇട്ടിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം നടക്കുന്നുണ്ട്. 2 പേരെയും പോലീസ് ചോദ്യം ചെയ്തിട്ടുണ്ട്. മറ്റു തുടർ നടപടികളിലേക്ക് പോലീസ് കടക്കുകയാണ്. അനു, ദുർഗ. ശരി ശിവദാസ്. ഈ മുത്തലാഖുമായി ബന്ധപ്പെട്ട നിരവധി വാർത്തകളാണ് അല്ലേ? അതെ, വാട്സപ്പ് മുത്തലാഖ് നമ്മൾ കാസർഗോഡ് കണ്ടു കഴിഞ്ഞു. ഇത് നിയമസാധുത ഇല്ലെങ്കിൽ കൂടിയും ഇത് എന്തുകൊണ്ട് ആവർത്തിക്കുന്നു എന്നത് തന്നെയാണ് വരുന്ന ചോദ്യം. ഇപ്പോൾ മലപ്പുറത്ത് നിന്ന് ഫോണിൽ കൂടി തലാക്ക്. നമുക്ക് മറ്റൊരു വാർത്തയിലേക്ക് എടുക്കാം. കരുവന്നൂർ കള്ളപ്പണ കേസിൽ കൂടുതൽ CPM നേതാക്കൾ കുടുങ്ങും എന്നത് ഇന്നലെ നൽകിയ വാർത്തയായിരുന്നു. അതിൽ കുറ്റപത്രത്തിൽ കൂടുതൽ CPM നേതാക്കൾ പ്രതികളായിട്ടുണ്ട്. തൃശ്ശൂർ ജില്ലയിൽ നിന്ന് തന്നെ നിരവധി നേതാക്കൾ, അത് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിമാർ, മുൻപുള്ള പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിമാർ ഉൾപ്പെടെ ഉള്ളവർ കുടുങ്ങും. ഇനി നമുക്കറിയാം MP, MLA, മന്ത്രിമാർ, അങ്ങനെ ലിസ്റ്റ് ഉണ്ട്. എന്തായാലും ഈ കേസിൽ കൂടുതൽ അറസ്റ്റുകൾ ഇല്ല എന്ന് തന്നെയാണ് തൽക്കാലം അറിയുന്നത്. കേസിലെ മുഖ്യ ആസൂത്രകർ അറസ്റ്റിലാണ്. അതുകൊണ്ട് തന്നെ 2ാം ഘട്ടത്തിൽ ED കൂടുതൽ അറസ്റ്റിലേക്ക് കടക്കാൻ സാധ്യതയില്ല എന്നാണ് റിപ്പോർട്ടുകൾ. 50 പേരുടെ പ്രതിപട്ടിക 2ാം ഘട്ട കുറ്റപത്രത്തിൽ ഉണ്ടാകും. ഇതിൽ 10ഓളം പേർ CPMന്റെ പ്രാദേശിക നേതാക്കൾ മാത്രമാണ്. അഖിലിലേക്ക് വീണ്ടും എത്തുന്നു. അഖിൽ, ഈ കരുവന്നൂർ വീണ്ടും CPMനെ കൊടുക്കുകയാണോ?
അനു, CPM-നെ സംബന്ധിച്ചിടത്തോളം വലിയ കരുനിഴൽ തന്നെയാണ് കരുവന്നൂർ എന്ന് പറയുന്നത്. കാരണം CPM-ന്റെ പ്രാദേശിക നേതാക്കൾ മുതൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ വരെ, അല്ലെങ്കിൽ ജനാധിപത്യ സംവിധാനത്തിൽ നോക്കിയാൽ, പാർലമെന്ററി രംഗത്ത് നോക്കിയാൽ, പഞ്ചായത്ത് മുതൽ പാർലമെന്റിൽ വരെ പ്രവർത്തിക്കുന്ന CPM-ന്റെ ജനപ്രതിനിധികളൊക്കെ തന്നെ ഇതിൽ പ്രതിപട്ടികയിൽ അംഗങ്ങളായിക്കൊണ്ടിരിക്കുകയാണ്. CPM-ന്റെ സംസ്ഥാന കമ്മിറ്റിയിൽ അംഗമാകുന്നത് പോലെയാണ് കരുവന്നൂർ തട്ടിപ്പിൽ CPM നേതാക്കൾ അംഗമായിക്കൊണ്ടിരിക്കുന്നത്. P. സതീഷ് കുമാർ, P. കിരൺകുമാർ, PR അരവിന്ദാക്ഷൻ, CR ജെൽസൺ എന്നിവരാണ് കേസിൽ അറസ്റ്റിലായിരുന്നത്. 5 സ്ഥാപനങ്ങളിലടക്കം 55 പ്രതികളാണ് കേസിൽ ഇതുവരെ പിടിക്കപ്പെട്ടിട്ടുള്ളത്. തട്ടിപ്പിൽ നേരിട്ട് പങ്കാളിയാകുകയോ ആസൂത്രണം നടത്തുകയോ ചെയ്തവരാണ് ഇതുവരെ അറസ്റ്റ് ചെയ്യപ്പെട്ടതെങ്കിൽ P. സതീഷ് കുമാർ ആയിരുന്നു ഇതിൻ്റെ ബുദ്ധി കേന്ദ്രമായി പ്രവർത്തിച്ചത്. അതോടൊപ്പം തന്നെ P. സതീഷ് കുമാറിൻ്റെ നോമിനിയായിട്ടാണ് കൗൺസിലറായിരുന്ന PR അരവിന്ദാക്ഷൻ ഈ തട്ടിപ്പിൽ പ്രവർത്തിക്കുകയും ചെയ്തത്. തട്ടിപ്പിൽ 14ാം പ്രതിയാണ് സതീഷ് കുമാർ. 2023 സെപ്റ്റംബറിലായിരുന്നു സതീഷ് കുമാറിൻ്റെ അറസ്റ്റ് ഉണ്ടാകുന്നത്. അതായത് കിരൺകുമാർ, സതീഷ് കുമാർ എന്നിവരെ 14-15 പ്രതികൾ ചേർത്തായിരുന്നു അന്ന് ED അറസ്റ്റ് ചെയ്യുകയും പിന്നീട് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്ത് CPM നേതാക്കളുമായി ഇവർക്കൊക്കെ ഉള്ള ബന്ധം, അതായത് CPM-ന്റെ തൃശ്ശൂർ ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ, ജില്ലാ സെക്രട്ടറി ആയിരുന്ന ഇന്ന് ആലത്തൂർ MP ആയിരിക്കുന്ന K. രാധാകൃഷ്ണൻ അടക്കമുള്ള, അതിനുശേഷം ഈ രാധാകൃഷ്ണന് മുമ്പ് MP ആയിരുന്ന PK ബിജു അടക്കമുള്ള എല്ലാ CPM നേതാക്കൾക്കും എല്ലാം തന്നെ ഇതിൽ പങ്കുണ്ട് എന്ന തരത്തിൽ തന്നെയാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഇതിൽ കൂടുതൽ ആൾക്കാരെ അറസ്റ്റ് ചെയ്യാനുള്ള സാധ്യത മുൻ മന്ത്രിയായിട്ടുള്ള AC മൊയ്തീൻ, അതുപോലെ തന്നെ CPM-ന്റെ മുൻ ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള MM വർഗീസ്, സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം മുൻ MP-യും കൂടിയായിട്ടുള്ള PK ബിജു എന്നിവരായിരിക്കും കൂടുതലായി പ്രതിപട്ടികയിലേക്ക് വരികയും പ്രതി ചേർത്ത, ഇപ്പോൾ നിലവിൽ അവരുടെ മേലൊരു അന്വേഷണം മാത്രമാണ് നടക്കുന്നത്. കൂടുതലായി അവർ പ്രതി ചേർക്കപ്പെട്ട് അറസ്റ്റ് ചെയ്യപ്പെട്ട് അന്വേഷണത്തിന് വിധേയമായി മുന്നോട്ട് പോകാനുള്ള സാധ്യത ഈ 3 CPM നേതാക്കൾക്കുമാണ്. അതോടൊപ്പം തന്നെയാണ് മുൻ ജില്ലാ സെക്രട്ടറിയും അതുപോലെ തന്നെ കേന്ദ്ര കമ്മിറ്റി അംഗവും നിലവിൽ ആലത്തൂർ MP-യുമായ K. രാധാകൃഷ്ണനും കൂടി ഇതിൽ ഭാഗമായി തീരാനുള്ള സാധ്യതയും നിലനിൽക്കുന്നത്. അനു, ശരി അഖിൽ. എറണാകുളം ജനറൽ ആശുപത്രിയിൽ ICU-വിൽ ഒരാഴ്ചയായി AC-കൾ പ്രവർത്തനരഹിതമായിട്ട്. MICU-വിൽ അടക്കം AC-കൾ പ്രവർത്തിക്കാതിരിക്കുന്നത് കടുത്ത വേനൽ ചൂടിൽ രോഗികളും നഴ്സുമാരും വലയുകയാണ്. അതേസമയം പുതിയ AC-കൾ ഉടൻ സ്ഥാപിക്കുമെന്ന് ആശുപത്രി സൂപ്രണ്ട് അറിയിച്ചു. വിവരങ്ങളുമായി അഖിൽ ചേരുന്നു. അഖിൽ, ഈ ആശുപത്രിയിൽ, അതായത് MICU-വിലാണ് AC-കൾ പ്രവർത്തനരഹിതമായിരിക്കുന്നത്. എന്താണ് പുതിയ വിവരങ്ങൾ? ദുർഗ, കേരളത്തിലെ ആരോഗ്യമേഖല സുശബ്ദമായ സംഘടിതവുമായ വലിയ ശക്തിയായി മുന്നോട്ട് പോവുകയും ആരോഗ്യ കേരളം വലിയ മുൻതൂക്കം നേടുകയ ഒരു സംസ്ഥാനമായതുകൊണ്ട്, രാജ്യത്ത് വലിയ മുൻതൂക്കം നേടിയ സംസ്ഥാനവും ആയതുകൊണ്ട് തന്നെയാണ് സംസ്ഥാനത്തെ ആശുപത്രികളൊക്കെ തന്നെ വലിയ മികച്ച രീതിയിലുള്ള പ്രവർത്തനം ഇതുപോലെ കാഴ്ചവെക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിനകത്ത് നിന്ന് സാമ്പിളിന് കൊടുത്ത അവയവഭാഗങ്ങളൊക്കെ തന്നെ മോഷണം പോവുകയാണ് എന്നുണ്ടെങ്കിൽ ആശുപത്രിയിൽ ICU-യിലേക്ക് ചികിത്സയ്ക്കെത്തുന്ന രോഗികൾ വലയുന്ന കാഴ്ചയാണ് എറണാകുളം ജനറൽ ആശുപത്രിയിൽ നിന്ന് നമുക്ക് പങ്കുവെക്കാൻ സാധിക്കുന്നത്. അതായത് ഒരാഴ്ചയായിട്ടാണ് ICU പ്രവർത്തിക്കുക എന്ന് പറയുന്നത്. അവിടെ തീവ്രമായ പ്രചരണം, രോഗ വ്യാപനമൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ തീവ്രമായ പ്രചരണം ഇത് കൊടുക്കേണ്ട ഒരു സ്ഥലം കൂടിയാണ് MICU-യും RICU എന്നൊക്കെ പറയുന്നത്. അത്തരത്തിലെത്തുന്ന രോഗികൾ എത്തുന്നിടത്താണ് ഒരാഴ്ചയിലധികമായി ജനറൽ ആശുപത്രിയിൽ, ജില്ലാ ആശുപത്രിയിൽ തന്നെ ഇത്തരത്തിൽ AC പ്രവർത്തനരഹിതമായി മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. പകരം സംവിധാനം ഒരുക്കാൻ വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങളൊക്കെ തന്നെ ആരംഭിച്ചു എന്ന് സൂപ്രണ്ട് ആവർത്തിച്ചു പറയുമ്പോഴും ഒരാഴ്ചയായി കേടായ ഈ AC റിപ്പയർ ചെയ്യാനുള്ള സാങ്കേതിക സംവിധാനം ഇല്ലാത്തൊരു വിദ്യയാണ് നമ്മുടെ നാട്ടിലുള്ളത് എന്നത് നമുക്ക് പറയാതിരിക്കാൻ സാധിക്കില്ല. കാരണം അതിന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാരണം, ഓഫ് ദ റെക്കോർഡായിട്ടാണെങ്കിലും സൂപ്രണ്ട് പറയുന്നത്, അതിനുവേണ്ടി AC നന്നാക്കാൻ വേണ്ടിയിട്ടുള്ള പണം അനുവദിച്ച് കിട്ടേണ്ടത് അത് ഈ DDM ഓഫീസിൽ നിന്നാണ്, ജില്ലാ മെഡിക്കൽ ഓഫീസറുടെ കാര്യാലയത്തിൽ നിന്നാണ് അത്തരത്തിൽ പണം അനുവദിച്ച് ലഭിക്കേണ്ടത്. അതിന് അവിടെ പണം ലഭിക്കണമെങ്കിൽ അത് സംസ്ഥാനത്ത് ആരോഗ്യ വകുപ്പ് പണം അനുവദിച്ച് നൽകണം. അങ്ങനെ കുറേ നൂലാമാലകളുണ്ട്. ആ നൂലാമാലകളൊക്കെ തന്നെ കഴിഞ്ഞ് ഈ പണം അനുവദിച്ചു വരുമ്പോഴേക്കും ഈ ആശുപത്രിയിൽ ചികിത്സയ്ക്കെത്തുന്ന രോഗി ചിലപ്പോൾ ചികിത്സ കഴിഞ്ഞ് ജീവനോടെയോ അല്ലാതെയോ ഒക്കെ തന്നെ പുറത്തു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. എന്തായാലും എറണാകുളം ജില്ലാ ആശുപത്രിയെ സംബന്ധിച്ചിടത്തോളം ഒരാഴ്ചയായി AC പ്രവർത്തിക്കാതെ രോഗികൾ, അതുപോലെ തന്നെ അവിടെ ചികിത്സയ്ക്ക് എത്തുന്നവരും ചികിത്സ നടത്തുന്നവരും ഒക്കെ തന്നെ ബുദ്ധിമുട്ടുണ്ട് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഇപ്പോൾ വലിയ ചൂട് അനുഭവപ്പെടുന്നുണ്ട്. ഇപ്പോൾ ഓഫീസുകളിലായാൽ പോലും കൃത്യമായി ഫാനോ AC-യോ ഒന്നും ഇല്ലാതെ തന്നെ ജോലി ചെയ്യുക എന്ന് പറയുന്നത് അത് അത്രയും വലിയ ബുദ്ധിമുട്ടാണ്. അത് ചിലപ്പോൾ AC-യിൽ ഇരിക്കുന്ന ചിലപ്പോൾ മേലുദ്യോഗസ്ഥർ
മറ്റുള്ളവർക്കൊക്കെ തന്നെ അത് മനസ്സിലാകണമെന്നില്ല. പക്ഷേ അതിന് അത്തരത്തിൽ അനുഭവിക്കുന്നവർക്ക് മാത്രമേ ആ ബുദ്ധിമുട്ട് മനസ്സിലാക്കാൻ സാധിക്കൂ എന്നുള്ളതാണ് ഏറ്റവും യാഥാർത്ഥ്യകരമായ കാര്യം. കാരണം അത്ര വേനൽ ചൂടാണ്. സംസ്ഥാനത്തിൻ്റെ വിവിധ ജില്ലകളിൽ പല ഭാഗങ്ങളിലുമൊക്കെ തന്നെ ആശ്വാസ മഴ പെയ്യുന്നുണ്ടെങ്കിൽ പോലും അത്തരത്തിലൊരു മഴ പോലും ഇല്ലാത്ത സ്ഥലങ്ങളിൽ വലിയ പ്രതിസന്ധിയാണ് ഇത്തരത്തിൽ ജോലി ചെയ്യുന്നവർ അനുഭവിക്കുന്നത് എന്നത് അധികാരികൾ തന്നെ മനസ്സിലാക്കേണ്ടതാണ്. അവർക്ക് അതിനുള്ള സാഹചര്യവും അതിനുള്ള ഫെസിലിറ്റീസും ഒരുക്കി നൽകേണ്ടത് അവരുടെ ആ ഉന്നത അധികാരികളാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കാതെ പോകരുത് എന്നതാണ് നമുക്ക് പറയാൻ സാധിക്കുക. ദുർഗ, അഖിൽ എന്തൊക്കെയാണ് ഈ കേൾക്കുന്നത് എന്നതാണ്. അഖിൽ തന്നെ പണ്ട് തിരുവനന്തപുരത്ത് വെച്ച് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഒന്നിലധികം പ്രാവശ്യം തിരുവനന്തപുരത്തെ സർക്കാർ ആശുപത്രികളുടെ അവസ്ഥ, അത് മെഡിക്കൽ കോളേജ് ഉൾപ്പെടെ. ഈ കഴിഞ്ഞ ആഴ്ച സംഭവിച്ചൊരു കാര്യം അഖിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു, ചെറിയൊരു ചിരിയോടുകൂടി. ശരിക്കും പറഞ്ഞാൽ അത് വലിയ ഗൗരവത്തോടെ എടുക്കേണ്ട ഒരു വിഷയം തന്നെയാണ്. അത് ആലോചിക്കുമ്പോൾ അതിശയവുമാണ്. ഇനി ഈ ജനറൽ ആശുപത്രിയിൽ, അതും ICUലും CICUലും ഈ AC പ്രവർത്തനരഹിതമാവുക, അത് ഒരാഴ്ചയോളമായി. എന്നിട്ടും ഈ അധികൃതർ എന്തുകൊണ്ട് ഇതിലെന്തെങ്കിലും ഒരു നടപടി എടുക്കാനായി താമസിച്ചോ എന്നൊരു ചോദ്യം കൂടെയില്ലേ? അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. നമ്മുടെ നാട്ടിലെ ആരോഗ്യ കേരളം അതത്ര സുന്ദരമാണ് എന്നത് മന്ത്രിയുടെ വാക്കുകൾക്ക് അപ്പുറത്താണ് എന്നുള്ളതിൻ്റെ തെളിവാണ് ഈ കാണുന്നത്. സംസ്ഥാനത്തെ സർക്കാർ ആശുപത്രികളിൽ കാണുന്നത് നേർക്കാഴ്ച. നമ്മൾ ഏതെങ്കിലും ഒരു സ്വകാര്യ ആശുപത്രിയിലാണ് ചികിത്സയ്ക്ക് പോകുന്നത് എന്നുണ്ടെങ്കിൽ നമ്മളൊരു റൂം എടുക്കുന്നു. ആ റൂം എടുത്താൽ ചിലപ്പോൾ നമ്മൾ AC റൂം എടുക്കാം, അല്ലെങ്കിൽ നോൺ AC റൂം എടുത്തേക്കാം. അവിടുത്തെ നോൺ AC റൂമിലാണെങ്കിൽ ഫാൻ കേടായി നമ്മൾ വിളിച്ചു പറഞ്ഞാൽ ഒരു 5 മിനിറ്റിനകം അല്ലെങ്കിൽ ഒരു 10 മിനിറ്റിനകം അവർ വന്ന് നന്നാക്കും. കാരണം ഞങ്ങൾ കയ്യിലെ കാശ് കൊടുത്ത് അവിടെ റൂം എടുത്ത് കഴിയുന്നതാണ്. പക്ഷേ സർക്കാർ ആശുപത്രിയിലേക്ക് വരുമ്പോൾ അവിടെ റൂം എടുക്കേണ്ട, അവിടെ പുറത്തിരിക്കേണ്ട, ICUവിൽ ചികിത്സയിലേക്ക് എത്തുന്ന സ്ഥലത്തേക്കാണ്. ഒരു പ്രധാനപ്പെട്ട ചികിത്സ നടത്തേണ്ട ഒരു ഭാഗമാണ് ഈ MICU എന്ന് പറയുന്നതും RICU എന്ന് പറയുന്നതും. അവിടെയാണ് ഇത്തരത്തിൽ ചൂടനുഭവിച്ച് എത്ര നേരമായിരിക്കും അവിടെ രോഗികൾ ആ ചൂടനുഭവിച്ച് കിടക്കുക. ഏതെല്ലാം അസുഖവുമായിട്ടുള്ള ആൾക്കാരായിരിക്കും അതിനകത്തേക്ക് വരിക. അവരെല്ലാം ചികിത്സിക്കുന്ന അവിടുത്തെ നേഴ്സുമാരുടെ അവസ്ഥ, അവിടുത്തെ ഡോക്ടർമാരുടെ അവസ്ഥ, രോഗികൾ മാത്രമല്ല ആ ചികിത്സ നടത്തുന്ന ഡോക്ടർമാരെയും നേഴ്സുമാരെയും ഒക്കെ നമുക്ക് ചേർത്ത് പറയേണ്ടതാണ്, അവരുടെയൊക്കെ തന്നെ അവസ്ഥ. ഞാൻ ചിരിയോടെ പറഞ്ഞ് എങ്കിൽ പോലും ഞാനൊരു അസുഖവുമായി ആശുപത്രിയിൽ പോകുന്നു. എൻ്റെ അസുഖം എന്താണ് എന്നുള്ളത് കണ്ടെത്താൻ വേണ്ടി ഞാനൊരു സാമ്പിൾ ആശുപത്രിയിലേക്ക് കൊടുക്കുന്നു. ആ സാമ്പിൾ ആശുപത്രിയിലേക്ക് കൊടുക്കുമ്പോൾ ആ സാമ്പിൾ കാണാനില്ല എന്നതാണ് മറുപടി. എൻ്റെ രോഗം എന്താണ് എന്നുള്ളതല്ല ആശുപത്രിയിൽ നിന്നും ലഭിക്കുന്ന മറുപടി. ആ സാമ്പിൾ കാണാനില്ല. സാമ്പിൾ എവിടെയെന്ന് ഞാൻ വീണ്ടും ചോദിക്കുമ്പോൾ ആക്രിക്കാരൻ മോഷ്ടിച്ചിട്ട് പോയി എന്നതാണ് അവിടുത്തെ അധികൃതരുടെ മറുപടിയായി ലഭിക്കുന്നത്. ഇത് കേരളത്തിൽ നടക്കുന്നതാണോ എന്നതാണ്. അനു ചോദിച്ചതുപോലെ ഇത് കേരളത്തിലാണോ നടക്കുന്നത് എന്നതാണ്. പക്ഷെ ആവർത്തിച്ച് മന്ത്രി പറയുന്നത് കേരളത്തിലെ ആരോഗ്യ മേഖല സുശക്തമാണ്, സുരക്ഷിതമാണ്, ആരോഗ്യ കേരളത്തിൽ ഇന്ത്യയിൽ തന്നെ മാതൃകയാണ്, 1ാം സ്ഥാനത്താണ് എന്ന് പറയുന്നുണ്ട്. ഏതെങ്കിലും മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ തന്നെ ആശുപത്രിയിൽ ചികിത്സയ്ക്കെത്തുന്ന രോഗികൾക്ക് ഡോക്ടർമാരുടെ പിഴവ് സംഭവിച്ച അപകടങ്ങൾ സംഭവിക്കുന്ന ആരോഗ്യമന്ത്രിയെ കാത്ത ഒരു കൂട്ടം സ്ത്രീകൾ സെക്രട്ടേറിയറ്റ് മുമ്പിലുണ്ട്. ആശമാർ. അതെ, ആശമാർ ആശ വറ്റിയ സാഹചര്യത്തിലാണ്. അവർ ആശങ്കയിൽ മാത്രമാണ് മുന്നോട്ട് പോകുന്നത്. അത് മന്ത്രിയുടെ സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ നമ്മൾ കണ്ടതുമാണ്. കാരണം മന്ത്രിയെ സംബന്ധിച്ചിടത്തോളം മന്ത്രി കഴിഞ്ഞ നിയമസഭാ സമ്മേളനത്തിൽ കഴിഞ്ഞ ആശാവർക്കർമാരുടെ അടിയന്തര പ്രമേയം പ്രതിപക്ഷം ഉന്നയിക്കുമ്പോഴും അതോടൊപ്പം തന്നെ ചോദ്യോത്തരവേളയിൽ ഇന്നലെ ചോദ്യോത്തരവേളയിൽ മുൻ പ്രതിപക്ഷ നേതാവ് ഈ രമേശ് ചെന്നിത്തല ഈ വിഷയം ഉന്നയിക്കുമ്പോഴും ഒക്കെ തന്നെ വലിയ തോതിൽ പറയുന്നത് കേന്ദ്ര സർക്കാർ പണം നൽകാനുണ്ട് എന്നതാണ്. അതുകൊണ്ടാണ് ഇന്നലെ BJP സംസ്ഥാന അധ്യക്ഷൻ ഈ സമരപ്പന്തലിലെത്തുമ്പോൾ, ആശാവർക്കർമാരുടെ സമരപ്പന്തലിലെത്തുമ്പോൾ BJP സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞു, എന്തുകൊണ്ട് മുഖ്യമന്ത്രി കേന്ദ്ര ധനകാര്യമന്ത്രിയെ കാണാൻ പോകുന്ന സമയത്ത് എന്തുകൊണ്ട് ചോദിക്കുന്നില്ല, ഞങ്ങൾക്ക് ഇവിടെ ആശാവർക്കർമാർ സമരത്തിലാണ്, അവർക്ക് പൈസ കൊടുക്കാനുണ്ട്, പൈസ തരാനുള്ളത് നിങ്ങളാണ്, നിങ്ങൾ ആ പൈസ തന്നാൽ, തരേണ്ടത് ധനമന്ത്രിയാണല്ലോ, കേന്ദ്ര ധനമന്ത്രിയാണല്ലോ, എന്തുകൊണ്ട് ചോദിച്ചില്ല എന്നതാണ് BJP സംസ്ഥാന അധ്യക്ഷൻ ചോദിക്കുന്നത്. ഇതെല്ലാം ഒരു മുഖംമൂടിയെ വെച്ചുകൊണ്ടുള്ള കളികളാണ്, കബളിപ്പിക്കലാണ്, വഞ്ചനയാണ് എന്ന് പറയാതിരിക്കാൻ സാധിക്കാത്ത അവസ്ഥയാണ് കേരളത്തിലുള്ളത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എറണാകുളം ജില്ലാ ആശുപത്രിയെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു RICU MICU ഈ 2 പ്രധാനപ്പെട്ട സ്ഥലത്തുമാണ് ഒരാഴ്ചയായിട്ട് AC പ്രവർത്തനരഹിതമായിരിക്കുന്നത്. പുതിയ പ്രവർത്തനത്തിലേക്കുള്ള AC എത്തിക്കാനുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചു എന്ന് സൂപ്രണ്ട് പറയുമ്പോഴും നിലവിലുള്ള സാധനങ്ങൾ എന്തുകൊണ്ട് കേടായാൽ ഒരു സാധനം നമ്മൾ അത് റിപ്പയർ ചെയ്യാൻ സാധിക്കും, അല്ലെങ്കിൽ അത് തീരെ കേടായാലാണ് മാറ്റി പുതിയത് വാങ്ങുന്നതിലേക്ക് വേണ്ടി നമ്മളായാൽ പോലും നമ്മളെ വീട്ടിൽ അത് അങ്ങനെയാകും. അപ്പോൾ സർക്കാർ ഓഫീസുകളിൽ എന്തുകൊണ്ട് അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നില്ല എന്ന ചോദ്യവും അവശേഷിക്കുന്നുണ്ട്. എന്തായാലും രോഗികൾ മാത്രമല്ല, അവിടെ ഈ രോഗികളെ പരിപാലിക്കാൻ എത്തുന്നവരും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു എന്നുള്ളത് നേർക്കാഴ്ചയായി തന്നെ മുമ്പിൽ നിൽക്കുന്ന കാര്യമാണ്. അനു, ദുർഗ. തീർച്ചയായിട്ടും അഖിൽ,
ഇത് എറണാകുളം ജില്ലാ ജനറൽ ആശുപത്രിയുടെ കാര്യമാണെങ്കിൽ കോഴിക്കോട് നിന്നൊരു വാർത്ത വരുന്നുണ്ട്. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ PG ഡോക്ടർമാർ ഇന്ന് സമരത്തിലാണ്. കാരണം സ്റ്റൈപ്പൻഡ് ലഭിച്ചിട്ടില്ല എന്നതാണ് അവരുടെ പരാതി. ഇത് ലഭിക്കാത്തതിൽ പ്രതിഷേധം ഉന്നയിക്കുകയാണ്. OP ഉൾപ്പെടെ ബഹിഷ്കരിച്ചാണ് അവരുടെ ഇന്നത്തെ സമരം എന്നത് കൂടി ശ്രദ്ധിക്കുക. അവിടേക്ക് എത്തുന്ന ആരോഗ്യ മേഖല നമ്പർ 1 ആണെന്ന് മന്ത്രി വാദിക്കുമ്പോൾ ഇതൊന്നും മന്ത്രി കാണുന്നില്ലെന്നാണ് തോന്നുന്നത്. അനു, അതുതന്നെയാണ് ആശമാരും ചോദിക്കുന്നത്. ആരോഗ്യമന്ത്രി കാണുന്നില്ലേ ഒന്നും. മറ്റു വിശേഷങ്ങൾ കൂടി കണ്ടുവരാം. ലോക ബാസ്കറ്റ്ബോൾ സംഘടന ഫിബയുടെ കോച്ച് ലെവൽ 1-ൽ വിജയം കരസ്ഥമാക്കി മലയാളി താരം. മുൻ ഇന്ത്യൻ ടീം ക്യാപ്റ്റനും റെയിൽവേ ഉദ്യോഗസ്ഥയുമായ സ്മൃതി രാധാകൃഷ്ണനാണ് അഭിമാനമായ നേട്ടം കൈവരിച്ചത്. പരീക്ഷയിൽ വിജയം കരസ്ഥമാക്കിയതിലും രാജ്യത്തിന് വേണ്ടി കളിക്കാൻ സാധിച്ചതിലും സന്തോഷമെന്ന സ്മൃതി രാധാകൃഷ്ണൻ ജനം TVയോട് പറഞ്ഞു. ഭാരതത്തിൻ്റെ കായിക മേഖലയിൽ എപ്പോഴും മലയാളത്തിൻ്റെ തിളക്കമുണ്ടാകാറുണ്ട്. മുൻ ബാസ്കറ്റ്ബോൾ ഭാരതത്തിൻ്റെ ക്യാപ്റ്റനായിരുന്ന സ്മൃതി രാധാകൃഷ്ണൻ ഇപ്പോൾ ലോക ബാസ്കറ്റ്ബോളിൻ്റെ ഭാഗമായിരിക്കുകയാണ്. സ്മൃതി ജനം TVയോടൊപ്പം ചേരുകയാണ്. എല്ലാവിധ അഭിനന്ദനങ്ങളും ഞങ്ങൾ നേരുകയാണ്. എങ്ങനെ തോന്നുന്നുണ്ട് ആ സന്തോഷവും അഭിമാനവും എല്ലാം? വളരെയധികം സന്തോഷമുണ്ട്. ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയതും ആ ലെവലിൽ പാസ്സാവാൻ പറ്റിയതും വേൾഡ് തലത്തിൽ തന്നെ ഇങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ് അപ്രൂവലിനകത്ത് യോഗ്യത നേടാൻ പറ്റിയ വളരെയധികം സന്തോഷമാണ്. എങ്ങനെ പ്രകടിപ്പിക്കണമെന്ന് അറിയാത്ത വിധത്തിലുള്ളൊരു സന്തോഷത്തിൽ നിൽക്കുകയാണ് ഇപ്പോഴും. ഈ കുട്ടിക്കാലം മുതൽ ബാസ്കറ്റ്ബോളിനോടുള്ള ഒരു പാഷനും ഇഷ്ടവും ഒക്കെയാണോ ഇന്ന് ലോകമറിയുന്ന ബാസ്കറ്റ്ബോൾ താരമായി മാറുന്നു എന്ന ആ നിലയിലേക്ക് എത്തിച്ചത്? തീർച്ചയായും ബാസ്കറ്റ്ബോൾ എന്നൊരു പാഷൻ തന്നെയാണ് ഇപ്പോഴും ഈ ലെവലിൽ എത്താൻ കാരണം. കുട്ടിക്കാലത്ത് ഒരു പ്ലെയറായിട്ട് കേരളത്തിന് വേണ്ടി കളിക്കണം എന്നുള്ളൊരു ആഗ്രഹമായിരുന്നു. കളിച്ചു വന്നപ്പോൾ മനസ്സിലായി സ്വന്തം ഇന്ത്യ എന്ന് പറയുന്ന ഒരു കിറ്റിട്ട് കളിക്കുമ്പോൾ ഉള്ളൊരു ഫീൽ എന്താണ്, അത് അനുഭവിക്കണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു മനസ്സിൽ. അതുവേണ്ടി അധ്വാനിച്ചു. അങ്ങനെ ഇന്ത്യക്ക് വേണ്ടി കളിക്കാൻ പറ്റി. 2014 ഏഷ്യൻ ഗെയിംസിന്റെ ക്യാപ്റ്റൻ ആവാനും പറ്റി. അതിനുശേഷം പിന്നീട് മനസ്സിലായി, കാരണം ഞങ്ങളൊക്കെ കളിച്ചു വളരുന്ന സമയത്തുള്ള അധ്യാപകർ എങ്ങനെയാണോ ഞങ്ങളെ പഠിപ്പിച്ചത് അതേപോലെ ഇനി വരുന്ന തലമുറയ്ക്കും ഇതൊക്കെ പറഞ്ഞു കൊടുക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു മനസ്സിൽ. അതിനുവേണ്ടി എന്തൊക്കെ ചെയ്യാം എന്നുള്ള ആഗ്രഹിച്ചു. അങ്ങനെയാണ് ഇങ്ങനെ ഒരു അവസരം ഉണ്ടെന്ന് അറിയുന്നതും ഇതിന് അപ്ലൈ ചെയ്യുന്നതും അങ്ങനെ ഇതിനുള്ള യോഗ്യത നേടാൻ സാധിച്ചതും. ഈ പാഷനൊപ്പം തന്നെ ഒരു ജോലിയുമുണ്ട്. ഇന്ത്യൻ റെയിൽവേ എന്ന് പറയുന്ന വലിയ ഭാരിച്ച ഉത്തരവാദിത്വത്തിലാണ് ജോലി അനുഷ്ഠിക്കുന്നത്. ഈ ജോലിക്കിടയിൽ എങ്ങനെയാണ് ഇതിന്റെ പരിശീലനവും അതിന്റെ ഈ കളിക്കാനൊക്കെ പോകാൻ കണ്ടെത്തുന്ന സമയം എങ്ങനെയാണ്? ഇന്ത്യൻ റെയിൽവേസ് എന്ന് പറയുന്നത് ഒരു സംരംഭം ഞങ്ങൾക്ക് വളരെയധികം സപ്പോർട്ട് ചെയ്യുന്ന, സ്പോർട്സിന് വളരെയധികം സപ്പോർട്ട് ചെയ്യുന്ന ഒരു മേഖല തന്നെയാണ്. കാരണം കായിക താരങ്ങൾക്ക് എത്രയോ അധികം കായിക താരങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ട് ഇന്ത്യൻ റെയിൽവേസിൽ. കറണ്ട് കളിക്കുന്ന പ്ലേയേഴ്സിന് വേണ്ടിയിട്ട് 11 to 3 മണി വരെ വർക്ക് ചെയ്താൽ മതി എന്നുള്ള ഒരു ടൈമിംഗ് കൂടെ റെയിൽവേസ് തരുന്നുണ്ട്. അതിന് രാവിലെ പ്രാക്ടീസ് ചെയ്യാൻ സമയം കിട്ടുന്നുണ്ട്, വൈകുന്നേരം ചെയ്യാൻ ചെയ്യുന്നുണ്ട്. ഇനി അഥവാ ടൈം കിട്ടിയില്ലെങ്കിൽ പോലും ബാസ്കറ്റ്ബോൾ എന്ന് പറഞ്ഞൊരു പാഷനാണ്. അത് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ എങ്ങനെയെങ്കിലും സമയം കണ്ടെത്തി ഇനി വരുന്ന തലമുറയെ എങ്ങനെയെങ്കിലും ഭാവി തലമുറയെ ഇന്ത്യൻ ബാസ്കറ്റ്ബോളിനെ പരിശീലിപ്പിച്ച് അവരെ ഒരു തലത്തിൽ കളിപ്പിച്ച് കൊണ്ടുവരണം എന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. ഈ വേറൊരു കാര്യം കൂടി ചോദിച്ചാൽ, ഈ കുടുംബത്തിൽ നിന്നാണ് ഇപ്പോൾ നമ്മുടെ പെൺകുട്ടികളൊക്കെ ഈ ലോകത്തും രാജ്യത്തും ഒക്കെ വലിയ അഭിമാനമായ നിമിഷമുണ്ട്. കുട്ടിക്കാലം മുതൽ ഇപ്പോൾ ബാസ്കറ്റ്ബോൾ കളിക്കാൻ പോകുക എന്ന് പറഞ്ഞാൽ അത് ചാടിക്കളിക്കേണ്ട ഒരു കളിയാണ്. അത് കുടുംബത്തിൽ നിന്നുള്ള എങ്ങനെയാണ് അതിൻ്റെ ഒരു പിന്തുണയൊക്കെ? കുട്ടിക്കാലം മുതലേ എൻ്റെ അച്ഛനാണ് എന്നെ സ്പോർട്സ് എന്ന് പറഞ്ഞ ഒരു മേഖലയിലോട്ട് കൊണ്ടുവരുന്നത് തന്നെ. എൻ്റെ കുടുംബം വളരെയധികം സപ്പോർട്ടായിരുന്നു. ഒരു കാര്യത്തിന് ഇന്നേ വരെയായിട്ടും വേണ്ട എന്നുള്ളൊരു അഭിപ്രായം എനിക്ക് കിട്ടിയിട്ടില്ല. അതുപോലെ തന്നെ കുടുംബം എന്ന് പറയുമ്പോൾ ഞാനിപ്പോൾ വിവാഹിതയാണ്, എനിക്കൊരു മകനുണ്ട്. എൻ്റെ ഹസ്ബൻഡും അതേപോലെ തന്നെ സപ്പോർട്ട് ചെയ്തിട്ടുള്ളൊരു ഹസ്ബൻഡിനെയാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. ഇന്നേ വരെ, അതായത് കളിച്ചു മുതൽ ഈ സർട്ടിഫിക്കറ്റ് കിട്ടുന്ന ഇന്നേ നിമിഷം വരെ എനിക്കൊരു ആഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒപ്പം കൂടെ നിൽക്കുമായിരുന്നു എൻ്റെ അച്ഛനാണ്. എൻ്റെ കുടുംബം, അച്ഛൻ, അമ്മ, അനിയത്തി, ചേച്ചി, ഹസ്ബൻഡിൻ്റെ ഫാമിലി എല്ലാവരും, അച്ഛൻ, അമ്മ, അനിയത്തി എല്ലാവരും കൂടെ ഒപ്പം നിന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാനിപ്പോൾ ഇവിടെ നിൽക്കാൻ എന്നെ കൊണ്ട് സാധിക്കുന്നത്. ഹസ്ബൻഡിനെ കുറിച്ച് പറഞ്ഞു, ഹസ്ബൻഡിന്റെ സപ്പോർട്ടിനെ പറ്റി. ഹസ്ബൻഡ് ഇൻഡിഗോയിലെ പൈലറ്റാണ്. അപ്പം അദ്ദേഹത്തിന്റെ ജോലി തിരക്കുകളിൽ ചില സമയത്ത് കൂടെ വരാനൊക്കെ സാധിക്കുന്നുണ്ടാവുന്നില്ലായിരിക്കാം. പക്ഷെ എങ്ങനെയുണ്ട് ആ ഒരു സപ്പോർട്ടാണ്? വളരെയധികം സപ്പോർട്ടാണ്. കുറച്ച് മുമ്പ് വരെ സംസാരിച്ച് വെച്ചതേ ഉണ്ടായിരുന്നുള്ളൂ. എപ്പം ഒരാവശ്യം ഉണ്ടെങ്കിലും ഞാൻ വിളിക്കാറുണ്ട്. ഇതിനെ എത്രമാത്രം സപ്പോർട്ട് ചെയ്യാൻ പറ്റുമോ അത്രമാത്രം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എല്ലാ കാര്യത്തിലും എല്ലാ രീതിയിലുള്ള സപ്പോർട്ടുണ്ട്. അത് അത്രേ എനിക്ക് പറയാനുള്ളൂ. ഇപ്പം കുട്ടിക്കാലത്ത് നമ്മുടെ കോഴിക്കോടാണ് സ്വദേശം. കോഴിക്കോട് നിന്നും കളിച്ചു തുടങ്ങി തിരുവനന്തപുരത്താണ് ഹസ്ബൻഡിന്റെ വീട്. ഇപ്പൊ താമസിക്കുന്ന കൊച്ചിയിലാണ്. കേരളത്തിന്റെ അങ്ങ് വടക്കേയറ്റത്തും തെക്കേയറ്റത്തും ഇപ്പൊ മധ്യ കേരളത്തിലുമൊക്കെയായി. അവിടെ നിന്ന് രാജ്യത്തിന്റെ ഭാഗമായി, പിന്നെ ഇപ്പൊ ലോകത്തിന്റെ ഭാഗമാവുകയാണ്. ഇനി എന്താണ് ആഗ്രഹം?
ഇത് ബാസ്കറ്റ് ബോൾ എന്ന് പറയുന്നൊരു പാഷനാണ്. അത് എവിടുന്ന് തുടങ്ങി എവിടെ അവസാനിക്കുന്നു എനിക്ക് പറയാൻ പറ്റില്ല. എന്റെ പരമാവധി എന്നെ കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അത്രയും ലെവലിലോളം ചെയ്യാൻ പറ്റണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ എല്ലാ കായിക മേഖലയിലും ഒരുപോലെ മുൻതൂക്കം നൽകുന്നുണ്ട്. ഏഷ്യൻ ഗെയിംസിലൊക്കെ ഇത്തവണ നമുക്ക് വലിയ നേട്ടം കൈവരിക്കാൻ ഭാരതത്തിന് സാധിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി ബാസ്കറ്റ് ബോളിന്റെ ഒരു ഭാവി എങ്ങനെയാണ്? അത് കുറെ കൂടെ മെച്ചപ്പെടേണ്ടതുണ്ടോ? ഈ കായിക താരങ്ങൾക്ക് വേണ്ടത്ര പ്രോത്സാഹനമൊക്കെ തന്നെ ഈ സർക്കാരിന്റെ ഭാഗത്തു നിന്നൊക്കെ ലഭിക്കുന്നുണ്ടോ? സർക്കാർ എല്ലാ രീതിയിലും നല്ല ഒരു പിന്തുണ തന്നെയാണ് ഞങ്ങൾക്ക് തരുന്നത്. ഏഷ്യൻ ഗെയിംസിന് പോവുകയാണെങ്കിൽ സമയത്താണെങ്കിലും ടീമിനുള്ള സപ്പോർട്ടാണെങ്കിലും കോച്ചസിന്റെ ഭാഗത്തുനിന്നാണെങ്കിലും എല്ലാ രീതിയിലും നല്ല രീതിയിലുള്ള ഒരു സപ്പോർട്ട് ഞങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. ഇനിയും ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്താൻ പറന്നുയരാൻ സാധിക്കട്ടെ എന്ന് എല്ലാവിധ ആശംസകളും നേരുന്നുണ്ട്. ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം കായിക മേഖല എപ്പോഴും അഭിമാനമായ നേട്ടങ്ങൾ കൈവരിച്ചിട്ടുള്ളതാണ്. ആ നേട്ടത്തിനൊപ്പം ഇനിയും സ്മൃതി രാധാകൃഷ്ണന് ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്താൻ സാധിക്കട്ടെ എന്ന് ജനം TV ആശംസിക്കുന്നുണ്ട്. ക്യാമറമാൻ സന്തോഷ് തിരുമലയ്ക്കൊപ്പം അഖിൽ പാലോട്ടുമഠം, ജനം, കൊച്ചി. കൊല്ലം കടയ്ക്കൽ ദേവീക്ഷേത്രത്തിലെ ഉത്സവത്തിനിടെ വിപ്ലവ ഗാനങ്ങളും പാടിയതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഹൈക്കോടതിയിൽ ഹർജി സമർപ്പിച്ചിരിക്കുകയാണ്. ക്ഷേത്ര പരിസരം രാഷ്ട്രീയ പ്രവർത്തനങ്ങൾക്കായി ഉപയോഗിക്കരുതെന്ന് നിർദ്ദേശം നൽകണമെന്നും ആവശ്യപ്പെട്ടാണ് ഹർജി. സംഭവം ഉത്സവ ചടങ്ങിന്റെ പവിത്രത കളങ്കപ്പെടുത്തുമെന്നും ഹർജിയിൽ ചൂണ്ടിക്കാട്ടുന്നു. അഡ്വക്കേറ്റ് വിഷ്ണു സുനിൽ പന്തളം നൽകിയ ഹർജിയാണ് ഹൈക്കോടതിയിൽ ഹർജി പരിഗണിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും രേഷ്മ ബാബു വിവരങ്ങളുമായി ചേരുന്നു. രേഷ്മ, ഈ വിപ്ലവഗാനം പാടുക, ഡിവൈഎഫ്ഐയുടെയും CPM-ന്റെ ഒക്കെ പതാകകൾ ഉയർത്തുക, എന്തൊക്കെയായിരുന്നു കടക്കലിൽ നടന്നത്? അത് ഈ ഒരു വർഷം മാത്രമല്ല യാദൃശ്ചികമാണെന്നുള്ള വാദവും പൊളിച്ചു. കാരണം കഴിഞ്ഞ വർഷങ്ങളിലും ഇത് ആവർത്തിച്ചിരുന്നതായി ദൃശ്യങ്ങൾ സഹിതം ജനം TV തന്നെ പുറത്തുവിട്ടതുമാണ്. കടക്കൽ ദേവീക്ഷേത്രത്തിലെ തിരുവാതിര മഹോത്സവവുമായി ബന്ധപ്പെട്ട് അതിന്റെ 9ാം ദിവസമായി, അതായത് കൃത്യമായി പറഞ്ഞ മാർച്ച് 10-ാം തീയതിയാണ് ഗാനമേളയ്ക്കിടെ, സംഗീത പരിപാടിക്കിടെ വിപ്ലവ ഗാനവും അതോടൊപ്പം തന്നെ DYFIയുടെ പതാകയും CPM-ന്റെ പാർട്ടി ചിഹ്നവും സ്ക്രീനിൽ പ്രദർശിപ്പിച്ചത്. വിപ്ലവ ഗാനങ്ങൾ നിരവധി പാടുകയും ചെയ്തിരുന്നു. ഈ സംഭവത്തിലാണ് ഹൈക്കോടതി ദേവസ്വം ബെഞ്ചിന് മുന്നിൽ ഒരു ഹർജി എത്തിയിരിക്കുന്നത്. ഉത്സവ ചടങ്ങിന്റെ പവിത്രത കളങ്കപ്പെട്ടു എന്നുള്ള വാദം മുൻനിർത്തിക്കൊണ്ട് അഡ്വക്കേറ്റ് വിഷ്ണു സുനിൽ പന്തളമാണ് ഇത്തരമൊരു ഹർജി ഹൈക്കോടതിയിൽ സമർപ്പിച്ചത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്, അതോടൊപ്പം തന്നെ കടക്കൽ ക്ഷേത്ര ഭാരവാഹികൾ, അതായത് ടെമ്പിൾ അഡ്വൈസറി കമ്മിറ്റി തുടങ്ങിയവരാണ് എതിർകക്ഷികൾ. പ്രധാനമായിട്ടുമുള്ള ഒരു ആവശ്യം എന്ന് പറയുന്നത്, നിലവിൽ ഈ കടക്കൽ ദേവീക്ഷേത്ര പരിസരത്ത് മറ്റ് പാർട്ടി അജണ്ടയുടെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രചരണവുമായി ബന്ധപ്പെട്ടോ യാതൊരു പരിപാടിയും നടത്തുവാൻ പാടില്ല എന്നുള്ളതാണ് പ്രധാനമായിട്ടും ഉന്നയിച്ചിട്ടുള്ള ഒരു ആവശ്യം. എന്തായാലും ഈ ആവശ്യം മുൻനിർത്തിക്കൊണ്ട് തന്നെയാണ് ഹർജി എത്തിയിരിക്കുന്നത്. എന്തായാലും ജനം TV ആണ് നേരത്തെ ഈ വാർത്ത ആദ്യം പുറത്തുവിട്ടത്. വീഡിയോ സഹിതമായിരുന്നു വാർത്ത പുറത്തു വന്നത്. ഈ വീഡിയോ അടക്കമുള്ള കാര്യങ്ങൾ ഹർജിക്കാർ ഇന്ന് ഹൈക്കോടതിയിൽ മുന്നോട്ട് വയ്ക്കുകയും ചെയ്യും, അതിൽ ഹാജരാക്കുകയും ചെയ്യും. ഉത്സവത്തിന്റെ ചടങ്ങുകളിൽ കോട്ടം വന്നു, ഭക്തരുടെ വികാരം വ്രണപ്പെട്ടു തുടങ്ങിയ വാദഗതികളും ഹർജിക്കാരൻ ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ പാർട്ടി പതാക പ്രദർശിപ്പിക്കുകയും വിപ്ലവഗാനം ആലപിക്കുകയും ചെയ്തത് വലിയൊരു നിയമലംഘനമായിട്ട് കൂടി പറയുകയും ചെയ്യുന്നുണ്ട്. കാരണം ഹൈക്കോടതി നേരത്തെ തന്നെ രാഷ്ട്രീയ പ്രചരണങ്ങൾക്ക് ആയുധമായിട്ട് ക്ഷേത്ര പരിസരങ്ങൾ മാറ്റരുത് എന്നുള്ള ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചതാണ്. അതിനിടയിൽ തന്നെയാണ് കടക്കൽ ദേവീക്ഷേത്രത്തിൽ ഇത്തരമൊരു പരിപാടി അരങ്ങേറിയത്. സമാനമായിട്ടുള്ള പരിപാടി കഴിഞ്ഞ വർഷവും നടത്തുകയും ചെയ്തിരുന്നു. എന്തായാലും ഹൈക്കോടതി ദേവസ്വം ബെഞ്ച്, അതായത് ജസ്റ്റിസ് അനിൽ കെ നരേന്ദ്രൻ അധ്യക്ഷനായിട്ടുള്ള ദേവസ്വം ബെഞ്ചാണ് പ്രസ്തുത ഹർജി പരിഗണിക്കുന്നത്. ഇന്ന് തന്നെ ഈ ഹർജി പരിഗണിക്കുകയും ചെയ്യും. ശരി രേഷ്മ. കൊച്ചിയിൽ നിന്ന് തന്നെ മറ്റൊരു റിപ്പോർട്ടിലേക്കാണ്. കാരണം ലഹരി വേട്ട ഇന്നും അവിടെ കൊച്ചിയിൽ നടന്നിരിക്കുന്നു. ഇതര സംസ്ഥാന തൊഴിലാളിയിൽ നിന്ന് ലഹരി പിടിച്ചെടുത്തിട്ടുണ്ട്. പെയിന്റ് പണിക്കായി കൊച്ചിയിലെത്തിയ ബംഗാൾ സ്വദേശിയിൽ നിന്നാണ് കഞ്ചാവ് പിടികൂടിയിരിക്കുന്നത്. അഖിൽ പാലോട്ടുമഠം വീണ്ടും ചേരുകയാണ്. അഖിൽ, വിശദാംശങ്ങൾ. കൊച്ചിയിൽ വീണ്ടും വലിയ പരിശോധനയുടെ ഭാഗമായി തന്നെ ലഹരി പദാർത്ഥങ്ങൾ പിടിച്ചെടുത്തിരിക്കുകയാണ്. ഇന്ന് ഇന്നലെ രാത്രിയും ഇന്നൊരു പുലർച്ചെയുമായി നടന്ന പരിശോധനയിൽ 2 ഇതര സംസ്ഥാന തൊഴിലാളികളിൽ നിന്നായി 5 കിലോ കഞ്ചാവും അതോടൊപ്പം തന്നെ 14 ഗ്രാം MDMA പിടിച്ചെടുത്തിരിക്കുന്നത്. 5 കിലോ കഞ്ചാവ് പിടിച്ചെടുത്തത് പെയിന്റിംഗ് പണിക്കായി കേരളത്തിലെത്തുകയും പിന്നീട് കഞ്ചാവ് വിൽപ്പന നടത്തുകയും ചെയ്ത ബംഗാൾ സ്വദേശിയായ രോഹിൻ ഷെറഫ് എന്ന് പറയുന്ന ഒരാളിൽ നിന്നാണ് പോലീസ് ഈ കഞ്ചാവ് പിടിച്ചെടുത്തിട്ടുള്ളത്. 5 വർഷം മുമ്പ് കൊച്ചിയിലെത്തിയ അയാൾ ലഹരി മാഫിയയുമായി ബന്ധപ്പെടുകയും പിന്നീട് ഇത് തന്നെ വിപണനമായി മുന്നോട്ട് പോവുകയുമായിരുന്നു എന്നതാണ് പോലീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ പാലാരിവട്ടത്ത് നിന്നാണ് 14 ഗ്രാം MDMA ഇതര സംസ്ഥാന തൊഴിലാളികളിൽ നിന്ന് പിടിച്ചെടുത്തിരിക്കുന്നത്. ആസാം സ്വദേശിയായ
നാസർ അഷറത്ത് എന്ന് പറയുന്ന ആളിൽ നിന്നാണ് എക്സൈസ് സംഘം ഈ MDMA പിടിച്ചെടുത്തിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ എറണാകുളത്ത് വ്യാപകമായ രീതിയിലാണ് പരിശോധന നടത്തിയിരുന്നത്. കളമശ്ശേരിയിലെ ലഹരി വേട്ടയ്ക്ക് പിന്നാലെ നടത്തിയ പരിശോധനയിലാണ് ഇത്തരത്തിലുള്ള കഞ്ചാവ് മറ്റു രാസപദാർത്ഥങ്ങളും ഒക്കെ തന്നെ പിടിച്ചെടുത്തുകൊണ്ടിരിക്കുന്നത്. കാരണം അവിടെ കളമശ്ശേരിയിൽ പിടിച്ച വിദ്യാർത്ഥികൾ പറഞ്ഞത് ഇതര സംസ്ഥാന തൊഴിലാളികളിൽ നിന്നാണ് ഇത്തരത്തിൽ ലഭിച്ചത് എന്നതാണ്. അതുകൊണ്ടാണ് മൂവാറ്റുപുഴ, പെരുമ്പാവൂർ, അതുപോലെ തന്നെ ആലുവ പ്രദേശങ്ങൾ, പാലാരിവട്ടം പോലുള്ള പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് എക്സൈസ് പോലീസ് സംഘം കൂടുതലായി പരിശോധന നടത്തുന്നത്. ശരി അഖിൽ. അനു, ഇപ്പോൾ ആരോഗ്യ മേഖലയിൽ മാത്രമല്ല ലഹരിക്കടത്തിലും കേരളം നമ്പർ 1 ആയി മാറിക്കൊണ്ടിരിക്കുകയാണ്. മറ്റു വാർത്തകളിലേക്ക് പോവാം. കോഴിക്കോട് താമരശ്ശേരിയിൽ നിന്ന് കാണാതായ 13-കാരിയെ ബംഗളൂരുവിൽ നിന്നും കണ്ടെത്തിയതായി സൂചന. പെൺകുട്ടി യുവാവിനൊപ്പം ബംഗളൂരുവിലുണ്ടെന്നാണ് വിവരം. കർണാടക പോലീസാണ് വിവരം അറിയിച്ചത്. അതെ, അതേ തുടർന്ന് താമരശ്ശേരി പോലീസ് ബംഗളൂരുവിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. അതെ, മാർച്ച് 13-നാണ് പെൺകുട്ടിയെ കാണാതായത്. വിവരങ്ങളുമായി അനഘ ഹർഷൻ ചേരുന്നു. അനഘ, എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? ഈ മാസം 11-ാം തീയതിയാണ് ഈ പെൺകുട്ടി 8ാം ക്ലാസ്സുകാരിയെ കാണാതാകുന്നത്. താമരശ്ശേരി സ്വദേശിയാണ്. വീട്ടിൽ നിന്ന് സ്കൂളിലേക്ക് എന്ന് പറഞ്ഞ് ഇറങ്ങിയ കുട്ടി വൈകുന്നേരമായിട്ടും വീട്ടിലേക്ക് തിരിച്ചെത്തിയിരുന്നില്ല. ഇതിനെ തുടർന്ന് മാതാപിതാക്കൾ താമരശ്ശേരി പോലീസിൽ പരാതി നൽകിയിരുന്നു. അന്ന് തന്നെ കുട്ടിയെ കണ്ടെത്താനുള്ള ഒരു അന്വേഷണം പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നു. തുടർന്ന് നടന്ന അന്വേഷണത്തിനൊടുവിലാണ് ഈ കഴിഞ്ഞ 14-ാം തീയതി തൃശൂരിലെ KSRTC പരിസരത്തുള്ള ഒരു ലോഡ്ജിൽ ഈ പെൺകുട്ടിയും യുവാവും എത്തുന്നു. യുവാവ് എന്ന് പറയുന്നത് ഈ പെൺകുട്ടിയുടെ ബന്ധുവാണ്. മുഹമ്മദ് അജ്നാസിനൊപ്പം ഈ പെൺകുട്ടി ഈ ലോഡ്ജ് മുറിക്ക് പുറത്തു നിൽക്കുന്ന CCTV ദൃശ്യങ്ങളും അന്വേഷണ സംഘത്തിന് ലഭിച്ചിരുന്നു. മാത്രമല്ല, ഇവരുടെ കയ്യിൽ കൃത്യമായ മതിയായ രേഖകൾ ഇല്ലാത്തത് കൊണ്ട് തന്നെ ആ ലോഡ്ജിൽ മുറി ഇവർക്ക് നൽകിയിരുന്നില്ല. പിന്നീട് അവിടെ നിന്ന് ഇവർ മടങ്ങുന്നു. ഇത്രയും വിവരം അന്വേഷണ സംഘത്തിന് ലഭിച്ചിരുന്നു. പിന്നീട് ശേഷം ഇവരെ കുറിച്ച് മറ്റൊരു വിവരവും ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇന്ന് പുലർച്ചെയാണ് കർണാടക പോലീസിന്റെ ഭാഗത്തു നിന്ന് ഒരു വിവരം ഈ താമരശ്ശേരി പോലീസിന് ലഭിക്കുന്നത്. ഈ 2 കുട്ടികളും ഈ കുട്ടി 8ാം ക്ലാസ്സുകാരി ബാംഗ്ലൂരിൽ ഉണ്ട് എന്ന വിവരമാണ് ഈ താമരശ്ശേരി പോലീസിന് ലഭിച്ചത്. ഇതിനെ തുടർന്ന് താമരശ്ശേരി പോലീസിലെ ഒരു സംഘം ഇപ്പോൾ ബാംഗ്ലൂരിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. എന്തായാലും കുട്ടിയെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന ഏറ്റവും ആശ്വാസകരമായ ഒരു വാർത്തയാണ് നമുക്ക് ഈ നിമിഷം നൽകാൻ കഴിയുന്നത്. അനു, ദുർഗ. ശരി അനഘ. ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട ഒരു കൂട്ടം ഹർജികൾ ഹൈക്കോടതി ഇന്ന് പരിഗണിക്കുന്നുണ്ട്. കമ്മിറ്റി റിപ്പോർട്ടിന്മേൽ രജിസ്റ്റർ ചെയ്ത കേസുകളുടെ അന്വേഷണ പുരോഗതി SIT ഹൈക്കോടതിയെ അറിയിക്കും. വിനോദ മേഖലയിലെ തൊഴിൽ ചൂഷണവും സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമവും അവസാനിപ്പിക്കാനുള്ള നിയമനിർമ്മാണത്തിന്റെ കരട് തയ്യാറാക്കുന്നതിലെ പുരോഗതി സർക്കാരും ഡിവിഷൻ ബെഞ്ചിനെ അറിയിക്കും. ജസ്റ്റിസുമാരായ ഡോക്ടർ AK ജയശങ്കരൻ നമ്പ്യാർ, CS സുധ എന്നിവർ ഉൾപ്പെട്ട ഡിവിഷൻ ബെഞ്ചാണ് ഹർജികൾ പരിഗണിക്കുക. ബഹിരാകാശ നിലയത്തിൽ നിന്നും സുനിത വില്യംസിനെ തിരിച്ചെത്തിക്കാനുള്ള അൺഡോക്കിംഗ് പ്രക്രിയ ആരംഭിച്ചു. സുനിതയും ബുച്ച് വിൽമോറും അലക്സാണ്ടർ ഗോർബിനോവും മടക്കയാത്രയ്ക്ക് തയ്യാറെടുക്കുന്ന ദൃശ്യങ്ങൾ നാസ പുറത്തുവിട്ടു. ഡ്രാഗൺ പേടകം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയവുമായി ബന്ധം ഏർപ്പെടുത്തുന്ന ഹാച്ചിങ് മുന്നോടിയുമായുള്ള ദൃശ്യങ്ങളാണ് പുറത്തുവിട്ടത്. രാവിലെ 10:30 അൺഡോക്കിംഗ് പൂർണ്ണമായത്. ആ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. നാസ പുറത്തുവിട്ടിട്ടുണ്ട്. ഇത് വലിയ പ്രതീക്ഷയോടെ കാത്തിരുന്നാണ് സുനിത വില്യംസും സംഘത്തിന്റെയും ഭൂമിയിലേക്കുള്ള മടക്കം പ്രതീക്ഷിച്ചതിലും ഏറെ നാൾ നീണ്ടുപോയി. 9 മാസത്തോളം അവിടെ ബഹിരാകാശത്ത് ചെലവഴിക്കേണ്ടി വന്നു. പക്ഷേ എങ്കിലും പ്രതീക്ഷിച്ചതിനും ഒരു ദിവസം മുൻപ് ഇവർ തിരികെ എത്തുകയാണ് എന്ന് തന്നെയാണ് ശുഭകരമായ സൂചനയും വാർത്തയുമായി നമ്മൾ ഇന്നലെ ശ്രവിച്ചതും. ഐസൻ ജോസഫ് വിവരങ്ങളുമായി ചേരുന്നു. ഐസൻ, വിശദാംശങ്ങൾ. തീർച്ചയായും മനു, ഇവരുടെ മടക്കയാത്ര ആരംഭിച്ചിരിക്കുന്നു, അതിനുള്ള പരിപാടികൾ ആരംഭിച്ചിരിക്കുന്നു എന്നാണ് ഏറ്റവും പുതിയതായി നാസയുടെ ഭാഗത്തു നിന്ന് വരുന്ന റിപ്പോർട്ടുകളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമുക്കറിയാവുന്നതാണ് ഈ സ്റ്റാർ ലൈനർ പേടകം, അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ബഹിരാകാശ പേടകങ്ങൾ, ബഹിരാകാശ ക്യാപ്സ്യൂളുകൾ, യാത്രാ ക്യാപ്സ്യൂളുകളെല്ലാം തന്നെ ഡോക്ക് ചെയ്യുകയും ഡീഡോക്ക് ചെയ്യുകയുമാണ് ചെയ്യുക. ആദ്യം നമുക്കറിയാവുന്നതാണ്, നേരത്തെ ഇക്കഴിഞ്ഞ ദിവസമാണ് ഈ പുതിയ യാത്രികരെല്ലാം തന്നെ അവിടെ ചെന്നെത്തി ക്രൂട്ടൺ മിഷൻ അവിടെ ചെന്ന് ഡോക്ക് ചെയ്യുകയും അതുപോലെ തന്നെ ഡോക്കിങ്ങിന് ശേഷം ഹാച്ചിങ് എന്ന് പറയുന്ന പ്രോസസ്സ്, അത് ഹാക്കിംഗ് എന്ന് പറയുന്നത് ഈ ഡോക്ക് ചെയ്ത ബഹിരാകാശ പേടകം ഈ സ്പേസ് സ്റ്റേഷനുമായി, ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷനുമായി മെർജ് ചെയ്യുന്ന ഒരു സംവിധാനമാണ്. അതിനകത്തുള്ള വായു സമ്മർദ്ദം, അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഒരുപോലെയാക്കിയതിന് ശേഷം മാത്രമേ ഈ ബഹിരാകാശ യാത്രികർക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിക്കാൻ സാധിക്കുകയുള്ളൂ. ഹാച്ചിങ് എന്ന് പറയുന്നത് സാങ്കേതികമായി ഇതിൻ്റെ വാതിലുകൾ, ഈ സുരക്ഷാ വാതിലുകൾ തുറക്കുന്ന സംവിധാനമാണ്. അത്തരത്തിലുള്ള
ഹാച്ചിങ് പ്രോസസ്സ് നടന്നതിന് ശേഷമാണ് ബഹിരാകാശ യാത്രികർ അങ്ങോട്ടും ഇങ്ങോട്ടും, അതായത് ക്യാപ്സ്യൂളിൽ നിന്ന് ISS-ലേക്കും, അതായത് ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിലേക്കും, അതുപോലെ തിരിച്ചുമുള്ള അങ്ങോട്ടും ഇങ്ങോട്ടും കടക്കുന്ന ത്രഷോൾഡ് കടക്കുന്ന ആ ഒരു പ്രോസസ്സ് നടക്കുക. അതിൻ്റെ ഭാഗമായുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഡീഡോക്കിംഗ് ആരംഭിച്ചിരിക്കുന്നു. ഡീഡോക്കിംഗ് ആരംഭിക്കുമ്പോൾ അതിൻ്റെ തുടക്കത്തിൽ പല നടപടികളും ഇത്തരത്തിലുണ്ടാകേണ്ടതുണ്ട്. അതിനുശേഷം ഹാച്ചിങ്, ഈ നേരത്തെ നടന്നതിന് നേരെ തിരിച്ചുള്ള നീക്കങ്ങളാണ് നടക്കുക. അതായത് ബഹിരാകാശ യാത്രികളുള്ളിലേക്ക് പ്രവേശിക്കുകയും അതിനുശേഷം ഷട്ടറുകൾ അടയുകയും ചെയ്യുക. എന്നിട്ട് അവിടെ നിന്ന് ഏതാണ്ട് 10:30 ഡിറ്റാച്ച് ചെയ്യേണ്ടതുണ്ട്. അതായത് ബഹിരാകാശ നിലയത്തിൽ നിന്നും ഈ ക്യാപ്സ്യൂൾ ഡിറ്റാച്ച് ചെയ്തതിന് ശേഷം അത് ഭൂമിയിലേക്ക് സഞ്ചരിക്കുകയാണ് ചെയ്യുക. അത്തരത്തിൽ ഭൂമിയിലേക്ക് സഞ്ചരിച്ച് ഭൂമിയുടെ അന്തരീക്ഷത്തിലെത്തിയതിന് ശേഷം തീർത്തും അതിവേഗത്തിൽ ബഹിരാകാശത്തൂടെ സഞ്ചരിച്ചു വരുന്ന ഈ ബഹിരാകാശ പേടകം ഭൂമിയുടെ അന്തരീക്ഷത്തിൽ പ്രവേശിക്കുമ്പോൾ അതിശക്തമായ സമ്മർദ്ദമുണ്ടാവുകയും ഘർഷണമുണ്ടാവുകയും അതുകൊണ്ട് തന്നെ വലിയ നിലയിൽ താപനില ഉയരുകയുമൊക്കെ ചെയ്യുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ അതേ വേഗതയിൽ ലാൻഡിംഗ് സാധ്യമാക്കുന്നത് അപകടകരമായൊരു സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ കൃത്യമായി ഈ ഫ്ലോറിഡ തീരത്തേക്ക് ഇത് പറന്നെത്തുകയും അതിനുശേഷം ഫ്ലോറിഡ തീരത്തിന് മുകളിൽ പാരഷൂട്ടുകളുടെ സഹായത്തോടെ വളരെ ലളിതമായ വേഗതയിൽ, ഏറ്റവും കുറഞ്ഞ വേഗതയിൽ അത് ലാൻഡ് ചെയ്യുകയുമാണ് ചെയ്യുക. അത്തരത്തിലുള്ള നീക്കങ്ങൾ, ആ ഒരു പ്രോസസ്സാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ആദ്യഘട്ടം നീക്കങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. വൈകാതെ തന്നെ അവർ തിരിച്ചു വരുന്നു. അല്ലെങ്കിൽ നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ, അനു സൂചിപ്പിച്ചതുപോലെ, ജൂണിലാണ് ഇവരുടെ യാത്ര പുറപ്പെട്ടത്. ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ഒരു പര്യവേഷണത്തിൻ്റെ ഭാഗമായി മാത്രം ഒരു പരീക്ഷണ യാത്രയായി എത്തിയ ഈ യാത്ര ഇപ്പോൾ 9 മാസം കഴിഞ്ഞ ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഇക്കൗട്ടത്തിൽ അദ്ദേഹത്തോടൊപ്പം, അതായത് ബച്ചുവിൽ മോറിനോടും അതുപോലെ തന്നെ സുനിത വില്യംസിനുമൊപ്പം മറ്റു 2 ബഹിരാകാശ യാത്രികർ കൂടിയുണ്ട്. നിക് ഹേഗും അതുപോലെ തന്നെ അലക്സാണ്ടർ ഗോർബവും. അത്തരത്തിൽ ഈ 4 പേർ ഇപ്പോൾ സഞ്ചരിക്കുന്ന ഒരു പേടകമാണിത്. ആ 4 പേർ സഞ്ചരിക്കുന്ന പേടകത്തിൽ തിരിച്ച് അവർ ഭൂമിയിലേക്ക് എത്തുന്നു. നാളെ പുലർച്ചയോടുകൂടി അവർ ഭൂമിയിൽ ലാൻഡ് ചെയ്യുമെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ വലിയ തോതിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളെല്ലാം തന്നെ സുനിത വില്യംസും ബച്ചുവിൽ മോറും നേരിടും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമുക്കറിയാം, ഈ ബഹിരാകാശ താമസം സംബന്ധിച്ച് പഠിക്കുമ്പോൾ, ബഹിരാകാശത്തെത്തുമ്പോൾ ഈ എല്ലുകളുടെ തമ്മിലുള്ള അകലം വർദ്ധിക്കുക, അത്തരത്തിലുള്ള ഗുരുത്വാകർഷണ ബലം ഇല്ലാത്ത പ്രദേശങ്ങളിൽ താമസിക്കുമ്പോഴുള്ള വിഷയങ്ങൾ, അതുപോലെ തന്നെ സ്പേസ് അനീമിയ എന്നൊക്കെ പറയുന്ന രക്തക്കുറവുണ്ടാവുക, അത്തരത്തിലുള്ള വലിയ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഈ പ്രശ്നങ്ങളെല്ലാം തന്നെ കൃത്യമായി അഭിസംബോധന ചെയ്തുകൊണ്ടുള്ള ഒരു നീക്കമായിരിക്കണം അവരുടെ തുടർ ജീവിതത്തെ സുരക്ഷിതമാക്കുന്നതിന് വേണ്ടത് എന്നൊരു യാഥാർത്ഥ്യം കൂടി നിലനിൽക്കുന്നുണ്ട്. ഈ പശ്ചാത്തലങ്ങളെല്ലാം തന്നെ ഒരുക്കി വെച്ചുകൊണ്ടാണ് ഇവരുടെ മടക്കയാത്ര ഷെഡ്യൂൾ ചെയ്യേണ്ടത്. അതൊക്കെ തന്നെയാണ് ഇത്രയും കാലതാമസം ഇക്കാര്യത്തിൽ ഉണ്ടാകാൻ സാഹചര്യമുണ്ടായത് എന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ ഇവരുടെ മടക്കയാത്ര ആരംഭിക്കുന്നു. അവർ നാളെ പുലർച്ചയോടെ ഭൂമിയിലെത്തുന്നു. ഇന്ത്യൻ സമയം നാളെ പുലർച്ചയോടെ ഭൂമിയിലെത്തുന്നു എന്ന ഏറ്റവും മികച്ച ശാസ്ത്ര നേട്ടത്തിൻ്റെ, അല്ലെങ്കിൽ ഒരു ശാസ്ത്ര റെസ്ക്യൂവിൻ്റെ, അല്ലെങ്കിൽ ഇത്തരത്തിൽ ബഹിരാകാശത്ത് നടന്ന ഒരു പ്രവർത്തനത്തിൽ നിന്നും അവരെ തിരിച്ചു കൊണ്ടുവരുന്ന ഒരു ഓപ്പറേഷൻ്റെ ഏറ്റവും മികച്ച വിജയം, അത് ദീർഘകാലം അവിടെ കഴിഞ്ഞവരുടെ സുരക്ഷിതമായ ജീവിതം, അത്തരത്തിലുള്ള വിവിധങ്ങളായ കാര്യങ്ങളിലെ ഒരു വാലിഡേഷൻ, അല്ലെങ്കിൽ ഒരു വിജയ സാധ്യതകൾ തെളിയിക്കപ്പെട്ട ഒരു പരീക്ഷണം കൂടിയായി, അല്ലെങ്കിൽ ഈ 9 മാസം അവരവിടെ ജീവിച്ചത് വലിയൊരു പരീക്ഷണത്തിൻ്റെ റിപ്പോർട്ടുമായി അല്ലെങ്കിൽ റിസൾട്ടുമായി മാറുമെന്നതാണ് നിലവിലെ സാഹചര്യത്തിലെ ഏറ്റവും നല്ല ഒരു വാർത്ത ബഹിരാകാശ ഗവേഷണ രംഗവുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യപ്പെടേണ്ടത്. ഇപ്പോൾ ഐസൻ പറഞ്ഞ 2 വിഷയങ്ങൾ, ഒന്ന് ഈ ക്രൂ 10 സംഘം കഴിഞ്ഞ ദിവസം എത്തിയപ്പോൾ ഈ ക്രൂ 9 സംഘം സ്വീകരിച്ചതിൻ്റെ ദൃശ്യങ്ങൾ, അതിനോടൊപ്പം തന്നെ നാസ പുറത്തുവിട്ട ഏറ്റവും പുതിയ ദൃശ്യങ്ങൾ, ഇത് രണ്ടുമാണ് ജനം TV ഇപ്പോൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി ക്രൂ 10 സംഘം എത്ര കാലമായിരിക്കും അവർ ബഹിരാകാശത്ത് തങ്ങുക? അവരുടെ പ്രധാന ദൗത്യങ്ങൾ ഇതൊക്കെയാണ്. തീർച്ചയായും മനു, ബഹിരാകാശത്ത് നിരവധിയായ ദൗത്യങ്ങൾ, അതായത് ലളിതമായ ശാസ്ത്ര പരീക്ഷണം മുതൽ, അതായത് എലിമെൻ്ററി ഫിസിക്സിൻ്റെ പരീക്ഷണ ഘട്ടങ്ങൾ, അതായത് നമുക്കറിയാവുന്നതാണ്, ഭൂമിയിൽ ഏത് പരീക്ഷണം നടത്തുമ്പോഴും ഭൂമിയിൽ നടക്കുന്ന പരീക്ഷണം ഗ്രാവിറ്റേഷൻ ഫോഴ്സുമായി ബന്ധപ്പെട്ടാണ്. അതായത് ഭൂമിയിൽ ആ ഒരു ഗുരുത്വാകർഷണ ബലത്തിൻ്റെ മണ്ഡലത്തിൽ മാത്രമാണ് പരീക്ഷണങ്ങൾ നടക്കുന്നത്. വളരെ ചെറിയ നിമിഷങ്ങൾക്കൊക്കെ ഈ ഗുരുത്വാകർഷണ ബലത്തെ പ്രതിരോധിക്കുന്ന ചില നീക്കങ്ങൾ, അതായത് ചില സംവിധാനങ്ങൾ ഒരുക്കാൻ സാധിക്കുമെങ്കിലും കൂടി ഇത്രയും കൃത്യമായി ദീർഘകാലം ഗുരുത്വാകർഷണ ബലമില്ലാത്തൊരു സാഹചര്യത്തിൽ നിലനിൽക്കുക എന്നത് ഭൂമിയിൽ സാധ്യമായ ഒരു സംവിധാനമല്ല. അതുകൊണ്ട് തന്നെ നിരവധിയായ ഗവേഷണങ്ങൾ അത്തരം രംഗങ്ങളിൽ നടക്കുന്നു. നമുക്കറിയാവുന്നതാണ്, നേരത്തെ തന്നെ പല ഗവേഷണങ്ങളിലും നമുക്ക് ഏറെ ഗൗരവത്തോടെ, ഏറെ സുചിന്തിതമായ ചില ഗവേഷണങ്ങളുണ്ട്. അത് കൗതുകകരമായ പല കാര്യങ്ങളുണ്ട്. ഒരു വെള്ളം ഒരു പാത്രത്തിൽ ബഹിരാകാശത്ത് എത്തിക്കുകയാണെങ്കിൽ അതൊരു ഗോള രൂപത്തിലായിരിക്കും ആ പാത്രത്തിലിരിക്കുക. അത് ഭൂമിയിലെത്തുമ്പോൾ അത് ആ പാത്രത്തിൻ്റെ രൂപം കൈവരിക്കുകയും ചെയ്യും. അത്തരത്തിലുള്ള വ്യതിയാനങ്ങൾ, ഫിസിക്സിൻ്റെ ചില വ്യതിയാനങ്ങളുണ്ട്. ഇത്തരത്തിലുള്ള വ്യതിയാനങ്ങൾ നടക്കുമ്പോൾ അതിൽ എങ്ങനെയാണ്, അതിൽ
അലിഞ്ഞു ചേർന്നിട്ടുള്ള വസ്തുക്കൾ അടിഞ്ഞുകൂടുന്നത്, അത് സെൻട്രിഫ്യൂഗൽ പവറുകൾ അതിനുണ്ടോ എന്ന് അത്തരത്തിലുള്ള വിവിധങ്ങളായ കൗതുകകരങ്ങളായ നിരവധി ഗവേഷണങ്ങൾ ഇത്തരത്തിൽ നടക്കുകയും ചെയ്യും. ഈ ഗവേഷണങ്ങളൊക്കെ പണ്ടേ നടന്നതാണ് എങ്കിൽ കൂടി അത് ഒരു കൗതുകകരമായ ഒരു രീതിയാണ്. അത്തരത്തിലുള്ള നിരവധിയായ ഗവേഷണങ്ങളാണ് ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് ആധുനിക ഇലക്ട്രോണിക് സംവിധാനങ്ങളുടെയും അതുപോലെ തന്നെ സിവിൽ എഞ്ചിനീയറിംഗിൻ്റെ ഘടകങ്ങളെല്ലാം തന്നെ ബാധിക്കുന്ന, അല്ലെങ്കിൽ ആധുനിക ശാസ്ത്ര സാങ്കേതിക വിദ്യയെയും മനുഷ്യൻ്റെ ജീവിതത്തെയും ബയോകെമിസ്ട്രിയും എല്ലാം ബാധിക്കുന്ന അനവധിയായ ഗവേഷണങ്ങളാണ് അവിടെ നടക്കുക. 6 മാസം സാധാരണഗതിയിൽ ഇവരവിടെ തുടരുകയും ചെയ്യും. അത്തരത്തിലുള്ളൊരു രീതിയാണ് സാധാരണഗതിയിൽ ബഹിരാകാശ നിലയത്തിലെ ഗവേഷണങ്ങളിൽ നടക്കുക. നമുക്കറിയാവുന്നതാണ്, ഇപ്പോൾ പോയിരിക്കുന്ന ക്രൂവിൽ ഒരു ജപ്പാൻകാരനുണ്ട്, അതുപോലെ തന്നെ ഒരു റഷ്യൻ ഒറിജിനുള്ള ആളുണ്ട്. അത്തരത്തിലുള്ള ഈ 2 പേരും ലോകം മുഴുവൻ നടക്കുന്ന ബഹിരാകാശ ഗവേഷണങ്ങളെല്ലാം തന്നെ ഒറ്റ ഗവേഷണമായാണ് നടക്കുന്നത്, ഒരു ഒറ്റ പദ്ധതിയായാണ് നടക്കുന്നത്. അത്തരത്തിൽ ഒറ്റ പദ്ധതിയായി നടക്കുന്ന ബഹിരാകാശ ഗവേഷണങ്ങളുടെ ഭാഗമാകുകയാണ് ബഹിരാകാശ നിലയത്തിലെത്തുമ്പോൾ ഓരോ ശാസ്ത്രജ്ഞരും. ഇത് ലോകത്തിന് മുഴുവൻ ലഭ്യമാകുന്നൊരു വിവരവുമായി മാറുകയാണ് ഈ ബഹിരാകാശ നിലയത്തിലെ പരീക്ഷണങ്ങളുടെ വിവരങ്ങൾ. അത്തരത്തിലുള്ള ഈ പ്രോസസ്സ് ഇത് തുടർച്ചയായി നടന്നുകൊണ്ടിരിക്കുന്നു. ഭൂമിക്ക് മുകളിൽ 400-നും 450-നും ഇടയിലുള്ള കിലോമീറ്റർ അകലത്തിൽ ഭൂമിയെ വലം വെച്ചുകൊണ്ടിരിക്കുന്നു. നമുക്കറിയാം, ഈ പേടകത്തിലേക്ക് അവർ എൻ്റർ ചെയ്തപ്പോൾ, ഈ ക്രൂ പേടകത്തിലേക്ക് കടന്നപ്പോൾ, ക്രൂ 10 പേടകത്തിലെത്തിയപ്പോൾ അത് അറ്റ്ലാന്റിക് സമുദ്രത്തിന് മുകളിലായിരുന്നു. ഇനി എവിടെ നിന്നാണ് ഡീഡോക്കിംഗ് നടക്കുന്നതെന്നത് സംബന്ധിച്ച വിവരങ്ങൾ നമുക്ക് ലഭ്യമാകുമ്പോൾ അത് ഭൂമിയുടെ ഏത് മേഖലയിലാണ് എന്ന് നമുക്കറിയാൻ സാധിക്കും. അത്തരത്തിൽ വിശാലമായ ഗവേഷണങ്ങളും അന്വേഷണങ്ങളും എല്ലാം തന്നെ ഇത് സംബന്ധിച്ച് നടക്കുന്നു എന്നതാണ് ഏറെ കൗതുകകരമായ ഒരു കാര്യം. അനു, സംസ്ഥാന വാർത്തകളിലേക്ക് മടങ്ങിയെത്തുമ്പോൾ പാലക്കാട് നെന്മാറ ഇരട്ടക്കൊലപാതക കേസിൽ ഇന്ന് കുറ്റപത്രം സമർപ്പിച്ചേക്കുമെന്ന വാർത്ത കൂടിയുണ്ട്. ആലത്തൂർ കോടതിയിലാണ് അന്വേഷണ സംഘം കുറ്റപത്രം സമർപ്പിക്കുക. 500-ലധികം പേജുകൾ അടങ്ങിയ കുറ്റപത്രം അന്വേഷണ സംഘം തയ്യാറാക്കി കഴിഞ്ഞു. പോലീസുകാർ ഉൾപ്പെടെ 133 സാക്ഷികളുണ്ട്, 30-ലധികം രേഖകളുണ്ട്. ഫോറൻസിക് പരിശോധനാ ഫലം ഉൾപ്പെടെയുള്ള ശാസ്ത്രീയ തെളിവുകളും കുറ്റപത്രത്തിലുണ്ട്. അരുൺ ആലത്തൂർ വിവരങ്ങളുമായി ചേരുന്നു. അരുൺ, കൂടുതൽ വിവരങ്ങൾ. അനു, നാടിനെ തന്നെ ഞെട്ടിച്ച നെന്മാറ ഇരട്ട കൊലപാതക കേസിൽ കുറ്റപത്രം ഇന്ന് സമർപ്പിക്കും എന്നുള്ള വിവരമാണ് ഇപ്പോൾ ലഭിക്കുന്നത്. ഒരു ഉച്ചതിരിഞ്ഞ് 3 മണിക്ക് ശേഷമായിരിക്കും ആലത്തൂർ കോടതിയിൽ അന്വേഷണ സംഘം കുറ്റപത്രം സമർപ്പിക്കുക. ചെന്താമര ഏക പ്രതിയായ കേസിൽ പോലീസുകാർ ഉൾപ്പെടെ 133 സാക്ഷികൾ ഉണ്ട്, 30-ലധികം രേഖകളും ഫോറൻസിക് പരിശോധനാ ഫലം ഉൾപ്പെടെയുള്ള ശാസ്ത്രീയ തെളിവുകളും കുറ്റപത്രത്തിൽ ഉണ്ട് എന്നുള്ളതാണ്. ഈ ലക്ഷ്മിയെ ചെന്താമര കൊലപ്പെടുത്തുന്നത് നേരിൽ കണ്ട ഏക ദിക്സാക്ഷിയുടെ മൊഴിയും ചിറ്റൂർ കോടതിയിൽ രേഖപ്പെടുത്തിയ 8 പേരുടെ രഹസ്യമൊഴിയും ഉൾപ്പെടെയാണ് ഈ കുറ്റപത്രത്തിൽ ഉള്ളത് എന്നുള്ളതാണ്. 500-ലധികം പേജുള്ള കുറ്റപത്രമാണ് പോലീസ് അന്വേഷണ സംഘം ഇന്ന് കോടതിയിൽ സമർപ്പിക്കാൻ ഒരുങ്ങുന്നത്. ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം ഒരു 3 മണിക്ക് ശേഷം ഈ ആലത്തൂർ കോടതിയിൽ കുറ്റപത്രം സമർപ്പിക്കും എന്നുള്ളതാണ്. അതിനു മുൻപായിട്ട് അന്വേഷണ ഉദ്യോഗസ്ഥൻ പാലക്കാട് ജില്ലാ പോലീസ് മേധാവിയുമായിട്ട് കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. ഇതിനോടകം തന്നെ ഈ കുറ്റപത്രത്തിന്റെ പകർപ്പുകളും മറ്റുമൊക്കെ ഈ പോലീസിന്റെ സൈറ്റിൽ അപ്ലോഡ് ചെയ്യുന്ന അത്തരം നടപടിക്രമങ്ങളൊക്കെ പൂർത്തിയാക്കിയിട്ടുണ്ട്. ഇനി ചിലപ്പോൾ നാളത്തേക്കും ഈ കുറ്റപത്രം സമർപ്പിക്കുന്നത് ചിലപ്പോൾ നാളത്തേക്ക് നീളാനുള്ള ഒരു സാധ്യതയുമുണ്ട്. നിലവിൽ ലഭിക്കുന്ന വിവരപ്രകാരം ഉച്ചയ്ക്ക് ശേഷം ഏകദേശം 3 മണിക്ക് ശേഷം കുറ്റപത്രം സമർപ്പിക്കുന്ന നടപടിയിലേക്ക് പോലീസ് കടക്കും എന്നുള്ളതാണ്. ഏതായാലും നാടിനെ തന്നെ അടുക്കിയ ഈ ചെന്താമരയുടെ ഇരട്ടക്കൊലപാതക കേസിൽ ഈ കുറ്റപത്രം അത് പഴുതുകൾ അടച്ചുകൊണ്ടുള്ള ഒരു കുറ്റപത്രമാണ് എന്നുള്ളതാണ് അന്വേഷണ സംഘം പറയുന്നത്. കാരണം ശാസ്ത്രീയ തെളിവുകൾ, പ്രത്യേകിച്ച് ഈ വസ്ത്രത്തിലെ രക്തക്കറ, അതുപോലെ തന്നെ ആയുധത്തിലെ രക്തക്കറ, ഇങ്ങനെ തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ ഈ ശാസ്ത്രീയ തെളിവുകൾ അന്വേഷണ സംഘത്തിന് കൃത്യമായിട്ട് തന്നെ ശേഖരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കുറ്റപത്രത്തിൽ അത് കൃത്യമായിട്ട് തന്നെ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അത് കോടതിയിലേക്ക് കേസെത്തുമ്പോൾ ഏറെ ഗുണം ചെയ്യും. ശരി, അരുൺ ആലത്തൂരാണ് വിവരങ്ങൾ നൽകിയത്. ഇന്നത്തെ വാർത്താ ദിനം സജീവമായി തന്നെ തുടരുമെന്നുള്ള സൂചനകൾ രാവിലെ മുതൽ തന്നെ വരുന്നുണ്ട്. ആശങ്കപ്പെടുത്തുന്ന വാർത്തകളുണ്ട്. അത് കണ്ണൂരിൽ നിന്ന് 4 മാസം പ്രായമായ കുഞ്ഞിന് മൃതദേഹം കെട്ടിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്. അത്തരം വാർത്തകളുടെ വിശദാംശങ്ങളൊക്കെ ലൈവ് റിപ്പോർട്ട്സ് ചേരും. ലൈവ് റിപ്പോർട്ട്സിൽ ദൃശ്യ ഉത്തമനാണ് നമ്മളോടൊപ്പം ആദ്യം ചേരുന്നത്. വരുന്ന 4 മണിക്കൂർ ഇന്നത്തെ ദിനം, വാർത്താ ദിനം സജീവമാകും. ജനം TV-ക്കൊപ്പം തന്നെ തുടരുക. എല്ലാ പ്രേക്ഷകർക്കും ശുഭദിനം. നന്ദി, നമസ്തേ.